അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ പെർമ്യൂട്ടേഷൻ, കോമ്പിനേഷൻ ആൻഡ് ബൈനോമിയൽ തിയറം എന്ന് പറയുന്ന സെക്ഷനാണ്. നമ്മൾ എൻട്രൻസിൻ്റെ മാത്സിൻ്റെ ഏറ്റവും ലാസ്റ്റ് യൂണിറ്റാണ് ഈ പറഞ്ഞ പെർമ്യൂട്ടേഷൻ, കോമ്പിനേഷൻ ആൻഡ് ബൈനോമിയൽ തിയറം. കീമിനെ സംബന്ധിച്ച് പറയുമ്പോൾ കുറേയേറെ ക്വസ്റ്റ്യൻ ഈ സെക്ഷനിൽ നിന്ന് സാധാരണ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന് അറിയണം. ഇത് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ഫസ്റ്റ് ഇയറിലെ ടോപ്പിക്കാണ്. അപ്പോൾ പല കാര്യങ്ങളും നിങ്ങൾ മറന്നുപോയി കാണും. അപ്പോൾ അത് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമ്മൾ പഠിക്കുന്ന പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ, പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ, ഒപ്പം തന്നെ ബൈനോമിയൽ തിയറം. ഈ രണ്ട് യൂണിറ്റ് ക്ലബ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇന്ന് പറഞ്ഞു പോകുന്നത്. അപ്പോൾ പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് പറയാം? പെർമ്യൂട്ടേഷൻ ഈസ് ദി അറേഞ്ച്മെൻറ്റ്. പെർമ്യൂട്ടേഷൻ ഈസ് ദി അറേഞ്ച്മെൻറ്റ് ഓഫ് സം ഓർ ഹോൾ ഒബ്ജെക്ട്സ് taken at a time. ഇതിന് വിളിക്കുന്ന പേരാണ് പെർമ്യൂട്ടേഷൻ. പെർമ്യൂട്ടേഷൻ അറേഞ്ച്മെൻറ്റ് സം ഓർ ഹോൾ ഒബ്ജെക്ട്സ് ടേക്കൺ അറ്റ് എ ടൈം എന്ന് പറഞ്ഞാൽ കുറേ വസ്തുക്കളെ എടുത്ത് അറേഞ്ച് ചെയ്തതിനെ വിളിക്കുന്ന പേരാണ് പെർമ്യൂട്ടേഷൻ എന്ന് പറയും. ഒന്നിൽ കുറച്ച് മാത്രം എടുക്കും, അല്ലെങ്കിൽ മുഴുവനും എടുത്ത് അറേഞ്ച് ചെയ്താൽ അതിനെ വിളിക്കുന്ന പേരാണ് പെർമ്യൂട്ടേഷൻ. പെർമ്യൂട്ടേഷൻ ദി അറേഞ്ച്മെൻറ്റ് ഓഫ് സം ഓർ ഹോൾ ഒബ്ജെക്ട്സ് ടേക്കൺ അറ്റ് എ ടൈം. സപ്പോസ് എന്താ വിളിക്കാം? സപ്പോസ് there are n objects. Suppose there are n objects of which r of them can be arranged in NPR ways എന്നായി മാറും. can be arranged in NPR ways. n ഒബ്ജക്ട്സ് ഉണ്ട്, അതിൽ നിന്ന് r of them can be arranged in എത്ര രീതിയിൽ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? NPR രീതിയിൽ പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതാണ് പെർമ്യൂട്ടേഷൻ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. പെർമ്യൂട്ടേഷൻ ഈസ് അറേഞ്ച്മെൻറ്റ് ഓഫ് സം ഓർ ഓൾ ഒബ്ജക്ട്സ് ടേക്കൺ അറ്റ് എ ടൈം. സപ്പോസ് there are n objects of which r of them can be arranged in NPR ways. അപ്പോൾ അറേഞ്ച്മെൻറ്റ് വിളിക്കുന്ന പേരാണ് പെർമ്യൂട്ടേഷൻ എന്ന് പറയും. n ഒബ്ജക്ട്സ് ഉണ്ട്, അതിൽ നിന്ന് 6 എണ്ണം എടുത്ത് അറേഞ്ച് ചെയ്താൽ അതിനെ വിളിക്കുന്ന പേരാണ് NPR എന്ന് പറയും. NPRൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ NPR ഈസ് ഈക്വൽ ടു NPR is equal to n factorial divided by n minus r factorial, where 0 less than or equal to r less than or equal to n. n ആളുകളുണ്ട്, അവിടുന്ന് 6 വരെ വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ മാക്സിമം ഇവിടം വരെ പോകാം, n വരെ വേണമെങ്കിൽ പോകാം. NPR is equal to n factorial divided by n minus r factorial, where 0 less than or equal to r less than or equal to n. എന്ന് പറഞ്ഞാൽ 50 പേര് ഇരിക്കുന്നുവെങ്കിൽ 50 പേരിൽ നിന്ന് ഒരാളെ പോലും എടുക്കാതിരിക്കാം, ഒരാളെ എടുക്കാൻ 2 പേര് എടുക്കാൻ വേണമെങ്കിൽ 50 പേരെയും എടുത്ത് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. അതിന് വിളിക്കുന്ന പേരാണ് NPR. അതുകൊണ്ടാണ് ആറിൻ്റെ വില 0 മുതൽ n വരെ വേരി ചെയ്യുന്നു എന്ന് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ പെർമ്യൂട്ടേഷൻ ഈസ് ദി അറേഞ്ച്മെൻറ്റ് ഓഫ് സം ഓർ ഹോൾ ഒബ്ജക്ട്സ് ടേക്കൺ അറ്റ് എ ടൈം. n ഒബ്ജക്ട്സ് ഉണ്ട്, അവിടുന്ന് 6 ഒബ്ജക്ട്സ് എടുത്ത് അറേഞ്ച് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് പെർമ്യൂട്ടേഷൻ. അതിനെ ഡിനോട്ട് ചെയ്യപ്പെടുന്ന ഫോമാണ് NPR. NPRൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് r ഫാക്ടോറിയൽ, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു r ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. ഇതിനെ വിളിക്കുന്ന പേരാണ് പെർമ്യൂട്ടേഷൻ എന്ന് പറയും. പെർമ്യൂട്ടേഷൻ ഈസ് ദി അറേഞ്ച്മെൻറ്റ് ഓഫ് സം ഓർ ഹോൾ ഒബ്ജക്ട്സ് ടേക്കൺ അറ്റ് എ ടൈം. അപ്പോൾ അത് ഓർമ്മയിരിക്കുക പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞത്. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് പെർമ്യൂട്ടേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയ മറ്റൊരു കാര്യമാണ്. NPR നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് r ഫാക്ടോറിയൽ. അപ്പോൾ ഞാൻ പറഞ്ഞു 50 പേരുണ്ടെങ്കിൽ 50 പേരെയും നമുക്ക് എടുത്ത് അറേഞ്ച് ചെയ്യപ്പെടാൻ പറ്റും, അല്ലെങ്കിൽ ആരെയും എടുക്കാതിരിക്കാം, ഒരാളെ എടുക്കാൻ 2 പേരെ എടുക്കാം, വേണമെങ്കിൽ 50 പേരെയും എടുത്ത് അറേഞ്ച് ചെയ്യാം. ദാറ്റ് ഈസ് കോൾഡ് NPR, n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് r ഫാക്ടോറിയൽ, വേർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു r ലെസ് ദാൻ ഓർ ഈക്വൽ ടു n എന്ന് പറയും. അടുത്ത നമ്മൾ പറയുന്ന ടൈമാണ് കോമ്പിനേഷൻ. അതിവിടെ പറഞ്ഞിട്ട് ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള റിസൾട്ടുകൾ പറഞ്ഞുതരാം. കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് പറയാൻ പറ്റും? കോമ്പിനേഷൻ ഈസ് ദി selection of some or whole objects taken at a time. Some or whole objects taken at a time. Combination is a selection of some or whole objects taken at a time.
അപ്പോൾ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് പേരെ എടുക്കാം, അല്ലെങ്കിൽ മൊത്തം പേരെ എടുത്ത് എന്ത് ചെയ്യും, സെലക്ട് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് കോമ്പിനേഷൻ എന്ന് പറയും. n ആളുകളുണ്ട്, n ആളുകളിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് 5 പേരെ എടുക്കാം, അല്ലെങ്കിൽ n ആളുകൾ എടുക്കാം, അല്ലെങ്കിൽ ഒരു 50 പേര് ഇരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. 50 പേരിൽ നിന്ന് ആരെയും എടുക്കാതിരിക്കുക എന്ന് പറയുന്ന ഒരു സെലക്ഷനാണ്. 0 ആകാം, 1 ആകാം, 2 ആകാം, 3 ആകാം, 5 ആകാം, 10 ആകാം. അപ്പോൾ നമ്മൾ കുറേ ആളുകളെ എടുത്ത് സെലക്ട് ചെയ്താൽ അതിനെ വിളിക്കുന്ന പേരാണ് കോമ്പിനേഷൻ എന്ന് പറയും. NCR എന്ന് വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. C ഫോർ കോമ്പിനേഷൻ. കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓർമ്മയിരിക്കുക സെലക്ഷനാണ്. ഈ പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും തമ്മിൽ വളരെ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചാണ് മനസ്സിലാക്കേണ്ടത്. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പെർമ്യൂട്ടേഷൻ ആണോ അല്ലെങ്കിൽ കോമ്പിനേഷൻ ആണോ എന്ന് ക്വസ്റ്റ്യൻ വ്യക്തമായി വായിച്ചു കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്ന ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെപ്പോഴും എന്തായിരിക്കും, പെർമ്യൂട്ടേഷൻ ആയിരിക്കും. സെലക്ഷൻ എന്ന് പറയുന്ന ഒരു വാക്ക് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതല്ല എന്തായിരിക്കും, അത് കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ കോമ്പിനേഷൻ ഇസ് ദി സെലക്ഷൻ ഓഫ് സം ഓർ ഹോൾ ഒബ്ജക്ട്സ് ടേക്കൺ അറ്റ് എ ടൈം. സപ്പോസ് ദെയർ ആർ n ഒബ്ജക്ട്സ് ഓഫ് വിച്ച് R of can be selected in NCR ways. NCRൻ്റെ ഫോർമുല NCR is equal to is the selection of some or all objects taken at time. Suppose there are n objects. Suppose there are n objects of which R of them can be selected in NCR ways. NCRൻ്റെ ഫോർമുല എന്ന് പറയുമ്പോൾ NCR ഈസ് ഈക്വൽ ടു n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ ഇൻറ്റു ആർ ഫാക്ടോറിയൽ എന്ന് എഴുതാം. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു r ലെസ് ദാൻ ഓർ ഈക്വൽ ടു n എന്ന് എഴുതാം. 0 എന്ന് പറയുമ്പോൾ 50 പേരുണ്ട്, 50 പേരിൽ നിന്ന് ആരെയും സെലക്ട് ചെയ്യാതിരിക്കാം. വേണമെങ്കിൽ ഒരാളെ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ 2 പേരെ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ 50 പേരെയും സെലക്ട് ചെയ്യപ്പെടാൻ പറ്റും. അതിന് വിളിക്കുന്ന പേരാണ് കോമ്പിനേഷൻ എന്ന് പറയും. അപ്പം പെർമ്യൂട്ടേഷനും കോമ്പിനേഷൻ. പെർമ്യൂട്ടേഷൻ മീൻസ് ദി അറേഞ്ച്മെൻറ്റ് ഓഫ് സം ഓർ ഹോൾ ഒബ്ജക്ട്സ് ടേക്കൺ അറ്റ് എ ടൈം. Suppose there are n objects of which R of them can be arranged in NPR ways എന്ന് പറയും. NPRൻ്റെ ഫോർമുല n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ വേർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു r ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. അടുത്ത നമ്മൾ പറയുന്ന NCR. NCR എന്ന് പറഞ്ഞാൽ കോമ്പിനേഷനാണ്. കോമ്പിനേഷൻ ഈസ് സെലക്ഷൻ ഓഫ് സം ഓർ ഹോൾ ഒബ്ജക്ട്സ് ടേക്കൺ അറ്റ് എ ടൈം. സപ്പോസ് there are n objects of which R of them can be selected in NCR ways. NCRൻ്റെ ഫോർമുല NCR is equal to n factorial divided by n minus r factorial into r factorial where 0 less than or equal to r less than or equal to എന്ന് പറയും. ഇതാണ് കോമ്പിനേഷൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഇത് ഓർമ്മയിരിക്കുക, കോമ്പിനേഷനും അതുപോലെ തന്നെ പെർമ്യൂട്ടേഷനും. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട റിസൾട്ടുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട റിസൾട്ടുകൾ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് നോക്കാം. പ്രധാനപ്പെട്ട റിസൾട്ടുകൾ ശ്രദ്ധിച്ചോ. അതിൽ ആദ്യത്തെ റിസൾട്ട് എന്ന് പറയുന്നത് NPR ഈസ് ഈക്വൽ ടു, ഇപ്പോൾ റിസൾട്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ എഴുതിക്കോണം. NCR ഈസ് ഈക്വൽ, ഒന്നാമത്തെ റിസൾട്ട് ഇതാണ്. NPR ഈസ് ഈക്വൽ ടു NCR ഇൻറ്റു ആർ ഫാക്ടോറിയൽ എന്നതാണ്. NPR ഈസ് ഈക്വൽ ടു NCR ഇൻറ്റു ആർ ഫാക്ടോറിയൽ വേർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു r ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ശരിയാണ്. NPR എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഫോർമുല? NPRൻ്റെ ഫോർമുല ഇതായിരുന്നു, n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ. NCRൻ്റെ ഫോർമുലയോ? NCRൻ്റെ ഫോർമുല n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ ഇൻറ്റു ആർ ഫാക്ടോറിയൽ. അപ്പോൾ ഇതിനെ ഒരു ആർ ഫാക്ടോറിയൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായിക്കോളും? NPR ആയി മാറിക്കോളും. അതാണ് എഴുതിയിരിക്കുന്നത്. NPR ഈസ് ഈക്വൽ ടു NCR ഇൻറ്റു ആർ ഫാക്ടോറിയൽ. രണ്ടാമത്തെ NCR ഈസ് ഈക്വൽ ടു ഫോർമുലയുണ്ട്. NCR ഈസ് ഈക്വൽ ടു NC n മൈനസ് ആർ വേർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു r ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. NCR ഈസ് ഈക്വൽ ടു NC n മൈനസ് ആർ. NCR ഈസ് ഈക്വൽ ടു NC n മൈനസ് ആർ വേർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു r ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. അടുത്ത മൂന്നാമത്തെ റിസൾട്ട് എന്ന് പറയുമ്പോൾ NCR പ്ലസ് NCR മൈനസ് 1. NCR പ്ലസ് NCR മൈനസ് 1 ഈക്വൽ ടു n പ്ലസ് 1 CR. അതും ഓർമ്മയിരിക്കണം. NCR പ്ലസ് NCR മൈനസ് 1 ഈസ് ഈക്വൽ ടു n പ്ലസ് 1 CR എന്നായി മാറും. അടുത്ത നാലാമത്തെ റിസൾട്ട് എന്ന് പറയുന്നത് NCX ഈസ് ഈക്വൽ ടു NCY ആണെങ്കിൽ NCX ഈസ് ഈക്വൽ NCY ആണെങ്കിൽ x പ്ലസ് y ഈസ് ഈക്വൽ ടു n ആയി മാറും. NCX ഈസ് ഈക്വൽ NCY ആണെങ്കിൽ x പ്ലസ് y ഈസ് ഈക്വൽ ടു n ആയി മാറും. അപ്പോൾ ഈ നാല് റിസൾട്ടുകൾ NPR ഈസ് ഈക്വൽ ടു NCR ഇൻറ്റു ആർ ഫാക്ടോറിയൽ, NCR ഈസ് ഈക്വൽ ടു NC n മൈനസ് ആർ, NCR പ്ലസ് NCR മൈനസ് 1 ഈസ് ഈക്വൽ ടു n പ്ലസ് 1 CR, n പ്ലസ് 1 CR. അടുത്ത NCX ഈസ് ഈക്വൽ NCY ആണെങ്കിൽ അടുത്ത ഫോർമുല x പ്ലസ് y ഈസ് ഈക്വൽ ടു n ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് ഈ നാലെണ്ണം അറിഞ്ഞിരിക്കുക. അഞ്ചാമത്തെ റിസൾട്ട്
NC0 plus NC1 plus NC2 plus etc. plus NCN is equal to 2 raised to n. ഈ റിസൾട്ടും ഓർമ്മയിരിക്കുക. NC0 plus NC1 plus NC2 plus etc. plus NCN is equal to 2 raised to n. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ 5 റിസൾട്ടുകൾ NPR is equal to NCR into R factorial, അതുപോലെ NCR is equal to NCN minus R, NCR plus NCR minus 1 is equal to N plus 1 CR, അടുത്ത NCX is equal to NCY ആണെങ്കിൽ എപ്പോഴും എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു എൻ ആയിരിക്കും. NCX is equal to NCY ആണെങ്കിൽ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു എൻ ആയിരിക്കും. അതുപോലെ അവസാനം പറഞ്ഞ റിസൾട്ട് NC0 പ്ലസ് NC1 പ്ലസ് NC2 പ്ലസ് എക്സെട്ര പ്ലസ് NCN ഈസ് ഈക്വൽ ടു 2 raised to n. ഓക്കെ, അത് ഓർമ്മയിരിക്കുക. പിന്നെ അതുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം ഓർമ്മയിരിക്കുക. ഓക്കെ, NPR is equal to NCR into R factorial, അതുപോലെ NCR is equal to NCN minus R, NCR plus NCR minus 1 equal to N plus 1 CR, NCX is equal to NCY ആണെങ്കിൽ X plus Y is equal to N, NC0 plus NC1 plus etc. NCN is equal to 2 raised to n. അടുത്ത റിസൾട്ട് എന്ന് പറയുമ്പോൾ NC0 എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും 1 ആണ്, NCN എന്ന് പറഞ്ഞാൽ എപ്പോഴും 1 ആയിരിക്കും, NC1 എന്ന് പറഞ്ഞാൽ എപ്പോഴും n ആയിരിക്കും. അതും ഓർമ്മയിരിക്കണം. NC0യുടെ വില 1 ആണ്, NC1 എന്ന് പറഞ്ഞാൽ n, NCN എന്ന് പറഞ്ഞാൽ എപ്പോഴും 1 ആയിരിക്കും. ഓക്കെ, അതും ഓർമ്മയിരിക്കുക. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ പഠിക്കുന്ന മറ്റൊരു റിസൾട്ടാണ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കൗണ്ടിങ് എന്ന് പറയും. ഫസ്റ്റ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് എന്ന് പറയും. അപ്പോൾ അത് എന്താണ് എന്ന് നോക്കാം. ഫസ്റ്റ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്. അപ്പോൾ നോക്കിയോ, ഫസ്റ്റ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് എന്ന് പറയുമ്പോൾ തിയറമാണ്. ഫസ്റ്റ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്. If an event can happen in m ways, and another event, if an event can happen in m ways and another event can happen in n ways, if an event can happen in m ways, another event can happen in n ways, then the total ways of happening is equal to mn ways, എന്ന് പറഞ്ഞാൽ ഒരു കാര്യം m വേസിലും മറ്റൊരു കാര്യം n വേസിലുമാണ് സംഭവിക്കുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് വേസ് എന്ന് പറഞ്ഞാൽ m പ്ലസ് n അല്ല, m ഇൻറ്റു n വേസ്. ഇതിനെ വിളിക്കുന്ന പേരാണ് ഫസ്റ്റ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് എന്ന് പറയും. വളരെ പ്രധാനപ്പെട്ട ഒരു ഇതാണ് തിയറമാണ്. ഇഫ് ആൻ ഇവൻറ്റ് ക്യാൻ ഹാപ്പൻ ഇൻ n വേസ്, അനദർ ഇവൻറ്റ് ക്യാൻ ഹാപ്പൻ ഇൻ n വേസ്, ദി ടോട്ടൽ നമ്പർ ഓഫ് വേസ് ഓഫ് ഹാപ്പനിങ് ഈസ് ഈക്വൽ ടു mn വേസ് എന്നാണ്. അപ്പോൾ ഈ ഒരു കാര്യം വ്യക്തമായി അറിഞ്ഞിരിക്കണം. ഓക്കെ, ഒരു കാര്യം m വേസിലും മറ്റൊരു കാര്യം n ബേസിലുമാണ് സംഭവിക്കുന്നതെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് വേസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എത്ര ആയിരിക്കും? ടോട്ടൽ നമ്പർ ഓഫ് വേസ് ഓഫ് ഹാപ്പനിങ് എന്ന് പറഞ്ഞാൽ എപ്പോഴും mn വേസ് ആയിരിക്കും. ഓക്കെ, ഇതിനെ വിളിക്കുന്ന പേരാണ് ഫസ്റ്റ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾക്ക് 5 പാൻറ് ഉണ്ടെന്ന് വിചാരിക്കുക, 5 ഷർട്ട്. ഇയാൾക്ക് എത്ര രീതിയിൽ ഇടാൻ സാധിക്കും? ഇയാൾക്ക് 25 രീതിയിൽ. അതായത് ഈ പാൻറ് ഈ ഷർട്ട്, ഈ പാൻറ് ഈ ഷർട്ട്, ഈ പാൻറ് ഈ ഷർട്ട്, ഈ പാൻറ് ഈ ഷർട്ട്, ഈ പാൻറ് ഈ ഷർട്ട്. അപ്പോൾ ABCD എന്ന് വിചാരിക്കുക, DE. ഇത് 1 2 3 4 5 എന്ന് വിചാരിക്കുക. അപ്പോൾ Aയും 1ഉം Aയും 2ഉം Aയും 3ഉം Aയും 4ഉം Aയും 5ഉം 5 രീതി. അതുപോലെ Bയും 1ഉം Bയും 2ഉം Bയും 3ഉം B4ഉം B5. അതുപോലെ C1 C2 C3 C4 C5. അങ്ങനെ മൊത്തത്തിൽ 25 രീതിയിൽ സംഭവിക്കും. അതാണ് അവർ പറയുന്ന ഫസ്റ്റ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് എന്ന് പറയും. ഒരു കാര്യം m ബേസിലും മറ്റൊരു കാര്യം n ബേസിലും ആണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് വേസ് ഓഫ് ഹാപ്പനിങ് എന്ന് പറഞ്ഞാൽ എപ്പോഴും mn വേസ് ആയിരിക്കും. ഓക്കെ, അത് ഓർമ്മയിരിക്കുക. അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് ഫസ്റ്റ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് എന്ന് പറയും. അത് അറിഞ്ഞിരിക്കുക. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് സെക്കൻഡ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് ആണ്. ഇപ്പം നമ്മൾ എഴുതിയത് ഫസ്റ്റ് ആണ്. അടുത്ത സെക്കൻഡ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് എന്ന് പറയും. സെക്കൻഡ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്. സെക്കൻഡ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്ങിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ എഴുതാം. സ്റ്റേറ്റ്മെൻറ്റ് ശ്രദ്ധിക്കുക. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്:
the number of permutation of the number of permutations of the number of permutations of n objects, the number of permutations of n objects where p1 objects are of one kind. P1 objects are of one kind, P2 are of second kind. P1 objects are of one kind, P2 objects are of second kind, etc. Pk objects, etc. Pk objects are of kth kind, and the rest. Then the total ways of happening is equal to n factorial divided by p1 factorial into p2 factorial into etc. pk factorial. Suppose there are n objects of which p1 objects are of one kind, p2 objects are of second kind, etc. pk objects are of kth kind. Then the total ways of happening is equal to n factorial divided by p1 factorial into p2 factorial into etc. pk factorial. എന്ന് പറഞ്ഞാൽ എന്താണ് n objects ഉണ്ട്, p1 objects are of one kind, p2 objects are of second kind, etc. pk objects are of kth kind. Then the total ways of happening is equal to n factorial divided by p1 factorial into p2 factorial into etc. pk factorial എന്ന് വെച്ചാൽ n objects ഉണ്ട്, അതിൽ ഒരേപോലുള്ള കുറേ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യപ്പെടുവാണെങ്കിൽ ടോട്ടൽ വേസ് ഹാപ്പനിങ് എന്ന് പറയുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്ന n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ p1 ഫാക്ടോറിയൽ ഇൻറ്റു p2 ഫാക്ടോറിയൽ ഇൻറ്റു എക്സെട്ര pk ഫാക്ടോറിയൽ. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ സപ്പോസ് നമ്മുടെ 30 ബുക്ക് ഉണ്ട് എന്ന് വിചാരിക്കുക. അതിൽ 10 ബുക്ക് മാത്സ് ആണ്, 10 ബുക്ക് കെമിസ്ട്രി ആണ്, 5 ബുക്ക് സുവോളജിയാണ്, അപ്പം 5 ബുക്ക് എന്താണ് ബോട്ടണിയാണ്. അങ്ങനെയെങ്കിൽ ടോട്ടൽ വേസ് ഓഫ് അറേഞ്ച്മെൻറ്റ് ഇൻ എ ഷെൽഫ്, ഒരു ഷെൽഫിൽ ഇതിന് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യപ്പെടാം എന്ന് ചോദിച്ചാൽ 30 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 10 ഫാക്ടോറിയൽ ഇൻറ്റു 10 ഫാക്ടോറിയൽ ഇൻറ്റു 5 ഫാക്ടോറിയൽ ഇൻറ്റു 5 ഫാക്ടോറിയൽ ആയിരിക്കും. അതായത് ഒരുപോലെ വരുന്ന സംഖ്യയുടെ ഫാക്ടോറിയൽ വെച്ച് ഡിവൈഡ് ചെയ്യണം എന്നർത്ഥം. പറഞ്ഞാൽ മനസ്സിലായോ? ഇതാണ് സെക്കൻഡ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് ദി കൗണ്ടിങ് എന്ന് പറയുന്നത്. സപ്പോസ് ദെയർ ആർ n ഒബ്ജക്ട്സ്, അതിൽ p1 ഒബ്ജക്ട്സ് ആർ ഓഫ് വൺ കൈൻഡ്, p2 ഒബ്ജക്ട്സ് ആർ ഓഫ് ദി സെക്കൻഡ് കൈൻഡ്, എക്സെട്ര pk ആർ ഓഫ് ദി സെയിം കൈൻഡ് ആൻഡ് ദി റെസ്റ്റ്. എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഒരുപോലുള്ള വസ്തുക്കളുടെ ഫാക്ടോറിയൽ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. അതിൻ്റെ സിമ്പിളായിട്ടുള്ള ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. 30 ബുക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. അതിൽ 10 ബുക്ക് മാത്സും 10 കെമിസ്ട്രിയും 5 സുവോളജിയും 5 ബോട്ടണിയാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ഈ ബുക്കിനെ എല്ലാം കൂടി ഒരു ഷെൽഫിൽ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യപ്പെടാൻ പറ്റും എന്ന് ചോദിച്ചാൽ ടോട്ടലിൻ്റെ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഒരുപോലെ വരുന്ന സംഖ്യയുടെ ഫാക്ടോറിയൽ വെച്ച് ഡിവൈഡ് ചെയ്യണം. ഇപ്പം മാത്സിൻ്റെ 10 ബുക്ക് ഉണ്ടെന്ന് പറയുമ്പോൾ മാത്സിൻ്റെ ഒരുപോലുള്ള 10 ബുക്കോ അല്ലെങ്കിൽ വ്യത്യസ്തമായ 10 ബുക്കുകളോ ആയിക്കോട്ടെ, എന്ത് ചെയ്യണം? അതിൻ്റെ ഫാക്ടോറിയൽ വെച്ച് അത് അങ്ങനെ ഇങ്ങനെ ഷഫിൾ ചെയ്ത് അറേഞ്ച് ചെയ്യാൻ പറ്റും. അതാണ് ഡിവൈഡഡ് ബൈ 10 ഫാക്ടോറിയൽ. കെമിസ്ട്രിയുടെ 10 ബുക്കും അവ പരസ്പരം എത്ര രീതിയിൽ ഷഫിൾ ചെയ്യപ്പെടാൻ പറ്റും? 10 ഫാക്ടോറിയൽ. സുവോളജിയുടെ 5 ബുക്ക്, ബോട്ടണിയുടെ 5 ബുക്ക്. അപ്പോൾ 10 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എത്രയാണ്? 5 ഫാക്ടോറിയൽ, 10 ഫാക്ടോറിയൽ ഇൻറ്റു 10 ഫാക്ടോറിയൽ ഇൻറ്റു 5 ഫാക്ടോറിയൽ ഇൻറ്റു 5 ഫാക്ടോറിയൽ. ഇതിനെ വിളിക്കുന്ന പേരാണ് സെക്കൻഡ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് എന്ന് പറയും. സെക്കൻഡ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്. ഓക്കെ, എഴുതിയാൽ മനസ്സിലായോ? അപ്പോൾ ഫസ്റ്റ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് പറഞ്ഞാൽ ഇഫ് ആൻ ഇവൻ ക്യാൻ ഹാപ്പൻ ഇൻ വേസ്, അനദർ ഇവൻ ക്യാൻ ഹാപ്പൻ ഇൻ വേസ്, ദെൻ ദി ടോട്ടൽ നമ്പർ ഓഫ് വേസ് ഓഫ് ഹാപ്പനിങ് ഈസ് ഈക്വൽ ടു എത്ര വരും? mn വേസ് ആണ്. ഇവിടെ പറയുമ്പോൾ സപ്പോസ് ദെയർ ആർ n ഒബ്ജക്ട്സ് ഓഫ് വിച്ച് p1 p2 p3 എക്സെട്ര pk ആർ ഓഫ് the p1 p2 p3 pk are of kth kind, then the total ways of happening is equal to n factorial divided by ഒരുപോലെ വരുന്ന സംഖ്യകളുടെ ഫാക്ടോറിയൽ വെച്ച് ഡിവൈഡ് ചെയ്യുക. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്താണ്? സെക്കൻഡ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് എന്ന് പറയും. ഇനി അവിടെ നോട്ടായിട്ട് അറിഞ്ഞിരിക്കേണ്ട 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തെ കാര്യം നോക്കിക്കോളാം. അതിലെ ഒന്നാമത്തെ കാര്യം, സപ്പോസ് there are n persons of which they can be arranged in a row in n factorial ways. n ആളുകളുണ്ടെന്ന് വിചാരിക്കുക. അവയെ ഒരു റോയിൽ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യപ്പെടാൻ പറ്റുമെന്ന് ചോദിച്ചാൽ n ആളുകളുണ്ടെന്ന് വിചാരിക്കുക. അവരെ ഒരു റോയിൽ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യപ്പെടാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എപ്പോഴും എത്ര ആയിരിക്കും? n ഫാക്ടോറിയൽ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത രണ്ടാമത് പറയുന്നത് സപ്പോസ് ദെയർ ആർ
n persons, suppose there are n persons of which they can be arranged in a circle as n minus 1 factorial ways എന്ന n minus 1 factorial waysൽ അറേഞ്ച് ചെയ്യപ്പെടാൻ സാധിക്കും. n ആളുകളുണ്ട്, n ആളുകൾ റോയിൽ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യപ്പെടാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എപ്പോഴും n ഫാക്ടോറിയൽ. ഒരു സർക്കിളിലാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ എത്രയായി മാറും? n minus 1 ഫാക്ടോറിയലായി മാറും. ഓക്കെ, അപ്പോൾ ഒരു റോയിൽ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് n ഫാക്ടോറിയലും ഒരു സർക്കിളിൽ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് എന്തായി മാറും? n minus 1 ഫാക്ടോറിയലായി മാറും. അപ്പോൾ പെർമ്യൂട്ടേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള റിസൾട്ടുകളാണ് ഈ പറഞ്ഞു വന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഓർമ്മയിരിക്കുക. അപ്പോൾ ഈ കാര്യങ്ങൾ ഒരു റോയിൽ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് n ഫാക്ടറിലും ഒരു സർക്കിളിൽ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് n minus 1 ഫാക്ടോറിലുമായിരിക്കും. ഇനി പെർമ്യൂട്ടേഷനും കോമ്പിനേഷനുമായിട്ട് പ്രധാനപ്പെട്ട 1-2 റിസൾട്ടുകൾ ഞാൻ പറഞ്ഞുതരാം. രണ്ടും നമ്മൾ തിരിച്ചറിയപ്പെടാൻ വേണ്ടി നോക്കാം. അപ്പോൾ ആ റിസൾട്ടുകൾ ശ്രദ്ധിക്കണം. പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള പ്രധാനപ്പെട്ട റിസൾട്ടുകൾ. അപ്പോൾ ഇത് പെർമ്യൂട്ടേഷൻ, അടുത്ത കോമ്പിനേഷൻ. പെർമ്യൂട്ടേഷനായിട്ട് ബന്ധപ്പെടുത്തി പറയുന്ന സമയത്ത് ഓർഡർ ഈസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓർഡറിന് വലിയ പ്രാധാന്യമുണ്ട്. ഓർഡർ ഈസ് ഇമ്പോർട്ടൻ്റ്. പക്ഷേ അതേ സമയത്ത് കോമ്പിനേഷനുമായിട്ട് സംഭവിക്കുന്ന സമയത്ത് ഓർഡർ ഈസ് നോട്ട് ഇമ്പോർട്ടൻ്റ്. കാരണം സെലക്ഷനാണ്. അത് എപ്പോഴും ശ്രദ്ധിച്ചോണം. പെർമ്യൂട്ടേഷനുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്ന സമയത്ത് ഓർഡറിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. കുറേ വ്യക്തികളെ ഒരു ലൈനിൽ അറേഞ്ച് ചെയ്യപ്പെടുക, ഓർഡറിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. പക്ഷേ കുറേ ആളുകളെ സെലക്ട് ചെയ്യപ്പെടുക എന്ന് പറയുന്ന സമയത്ത് ഒരിക്കലും എന്തില്ല, ഓർഡറിന് ഒരു പ്രാധാന്യമില്ല. അത് ഓർമ്മയിരിക്കണം. പലപ്പോഴും പല ക്വസ്റ്റിനകത്ത് നമ്മൾ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും വിത്തൗട്ട് റെപ്പറ്റീഷനാണ്. വിത്തൗട്ട് റെപ്പറ്റീഷനാണ് പെർമ്യൂട്ടേഷൻ, വിത്തൗട്ട് റെപ്പറ്റീഷൻ. പക്ഷേ അതേ സമയത്ത് കോമ്പിനേഷൻ വരുന്ന സമയത്ത് വിത്ത് റെപ്പറ്റീഷനാകാം, വിത്ത് റെപ്പറ്റീഷനുമാകാം, വിത്തൗട്ട് റെപ്പറ്റീഷനുമാകാം. അത് ഓർമ്മയിരിക്കുക. പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്ന സമയത്ത് എപ്പോഴും വിത്തൗട്ട് റെപ്പറ്റീഷനാണ്. കോമ്പിനേഷൻ എന്ന് പറയുന്ന സമയത്ത് എപ്പോഴും എന്താണ്, വിത്ത് റെപ്പറ്റീഷനോ അല്ലെങ്കിൽ വിത്തൗട്ട് റെപ്പറ്റീഷനോ ആയി മാറാം. വിത്ത് റെപ്പറ്റീഷൻ ആകുമ്പോൾ നമ്പർ ഓഫ് വെയ്സ് എന്ന് പറയുമ്പോൾ വിത്ത് റെപ്പറ്റീഷൻ, അതുകൂടെ ഒരു ഷോർട്ട് കട്ടായിട്ട് പറഞ്ഞുതരാം. വിത്ത് റെപ്പറ്റീഷൻ ആകുമ്പോൾ നമ്പർ ഓഫ് വെയ്സ് ഈസ് ഈക്വൽ ടു, വിത്ത് റെപ്പറ്റീഷൻ ആകുമ്പോൾ നമ്പർ ഓഫ് വെയ്സ് ഈസ് ഈക്വൽ ടു n പ്ലസ് r മൈനസ് 1 CR കണ്ടുപിടിച്ചാൽ മതിയാകും. വിത്ത് റെപ്പറ്റീഷൻ ആകുമ്പോൾ എപ്പോഴും ചെയ്യേണ്ടത് n പ്ലസ് r മൈനസ് 1 CR. വിത്ത് റെപ്പറ്റീഷൻ ആകുന്ന സമയത്ത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ എന്താണ്, NCR കണ്ടുപിടിച്ചാൽ മതിയാകും. അതായത് n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് r ഫാക്ടോറിയൽ ഇൻറ്റു r ഫാക്ടോറിയൽ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ പെർമ്യൂട്ടേഷനുമായിട്ട് ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ കോമ്പിനേഷനുമായിട്ട് ബന്ധപ്പെടുത്തി തിരിച്ചറിയാൻ വേണ്ടി സഹായിക്കും. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞു തന്നത്. ഓക്കെ, ഓർമ്മയിരിക്കണം. അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഏതൊക്കെയാണ്? പെർമ്യൂട്ടേഷനുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്ന സമയത്ത് ഓർഡറിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. പക്ഷേ കോമ്പിനേഷനുമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ ഓർഡറിന് യാതൊരു പ്രാധാന്യവുമില്ല. അതുപോലെ പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും വിത്തൗട്ട് റെപ്പറ്റീഷനാണ്. അതേ സമയത്ത് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വിത്ത് ഓർ വിത്തൗട്ട് റെപ്പറ്റീഷനായി മാറാം. ഓക്കെ, ഈ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലായല്ലോ. അപ്പോൾ ഇത് ഓർമ്മയിരിക്കണം. അപ്പോൾ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ? പെർമ്യൂട്ടേഷൻ മീൻസ് പെർമ്യൂട്ടേഷൻ ഈസ് ദി അറേഞ്ച്മെൻറ്റ് ഓഫ് സം ഓർ ഓൾ ഒബ്ജക്ട്സ് ടേക്കൺ അറ്റ് എ ടൈം. പിന്നെ കോമ്പിനേഷൻ ഈസ് സെലക്ഷൻ ഓഫ് സം ഓർ ഓൾ ഒബ്ജക്ട്സ് ടേക്കൺ അറ്റ് എ ടൈം. പെർമ്യൂട്ടേഷൻ ഡിനോട്ട് ചെയ്യുന്ന NPR എന്ന് പറഞ്ഞ രീതിയിലാണ്. NPRൻ്റെ ഫോർമുല n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n മൈനസ് r ഫാക്ടോറിയൽ. കോമ്പിനേഷൻ എന്ന് പറയുന്ന സമയത്ത് കോമ്പിനേഷൻ്റെ ഫോർമുല NCR ആണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. NCRൻ്റെ ഫോർമുല എന്ന് പറയുമ്പോൾ NCR ഈസ് ഈക്വൽ ടു n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് r ഫാക്ടോറിയൽ ടു r ഫാക്ടോറിയൽ എന്നായി മാറും. അതാണ് കോമ്പിനേഷൻ്റെ ഫോർമുല. പിന്നെ ഈ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള പ്രധാനപ്പെട്ട റിസൾട്ടുകൾ NC0 എന്ന് പറയുമ്പോൾ 1 ആണ്, NC1 എന്ന് പറഞ്ഞാൽ എപ്പോഴും n ആണ്, NCn എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ് 1 ആണ്. അതുപോലെ NP1 എന്ന് പറയുമ്പോഴും എന്താണ് NP1 എന്ന് പറയുമ്പോഴും n ആണ്. ഓക്കെ, NP0 എന്ന് പറയുമ്പോൾ എത്രയായി മാറി? 1 ആയി മാറി അല്ലേ. NP0 എന്ന് പറഞ്ഞാൽ 1 ആണ്. കോമ്പിനേഷൻ പോലെ തന്നെ NPn എന്ന് പറയുമ്പോഴും 1 ആണ്. അപ്പോൾ അത് അവിടെ അറിഞ്ഞിരിക്കുക. പിന്നെ അതിന് ശേഷം നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട റിസൾട്ട് NCR ഈസ് ഈക്വൽ ടു NCR പ്ലസ് NCR മൈനസ് 1 ഈക്വൽ ടു n പ്ലസ് 1 CR. NCRനെ ഒരു r ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ആയാൽ എന്ത് കിട്ടും? NPR കിട്ടും. അതുപോലെ NCX ഈസ് ഈക്വൽ NCY ആണെങ്കിൽ x പ്ലസ് y ഈസ് ഈക്വൽ n. അതുപോലെ NCR പ്ലസ് NCR മൈനസ് 1 ഈസ് ഈക്വൽ ടു n പ്ലസ് 1 CR എന്ന് പറയുന്ന റിസൾട്ടുകൾ. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട തിയറംസ്. ഒന്നാമത്തെ ഫസ്റ്റ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്. ഇഫ് ആൻ ഇവന്റ് ക്യാൻ ഹാപ്പൻ ഇൻ n ബേസ്, അനദർ ഇവന്റ് ക്യാൻ ഹാപ്പൻ ഇൻ n ബേസ്, then the total base of happening is equal to mn base. രണ്ടാമത് നമ്മൾ പറഞ്ഞ എന്താണ്? സപ്പോസ് there are n objects of which P1, P2, P3 etc. pk are of kth kind, then the total base of happening is equal to n factorial divided by, then the total base of happening is equal to
n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ p1 ഫാക്ടോറിയൽ ഇൻറ്റു p2 ഫാക്ടോറിയൽ ഇൻറ്റു എക്സെട്ര pk ഫാക്ടോറിയൽ. പിന്നെ ഞാൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട റിസൾട്ട് എന്ന് പറയുന്നത് ഇതാണ്. പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനുമായിട്ട് ബന്ധപ്പെടുത്തി അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട റിസൾട്ട്. പെർമ്യൂട്ടേഷനെ സംബന്ധിച്ച് പറയുമ്പോൾ ഓർഡറിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. പക്ഷേ അതേ സമയത്ത് കോമ്പിനേഷൻ വരുന്ന സമയത്ത് ഓർഡറിന് പ്രാധാന്യമില്ല. ഇനി എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട മറ്റ് പ്രധാനപ്പെട്ട റിസൾട്ട് എന്ന് പറഞ്ഞാൽ പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും വിത്തൗട്ട് റെപ്പറ്റീഷനാണ്. അതേ സമയത്ത് കോമ്പിനേഷൻ വരുന്ന സമയത്ത് വിത്ത് ഓർ വിത്തൗട്ട് റെപ്പറ്റീഷനായി മാറാം. കോമ്പിനേഷൻ വിത്ത് ഓർ വിത്തൗട്ട് റെപ്പറ്റീഷനാണ്. വിത്ത് റെപ്പറ്റീഷൻ ആകുമ്പോൾ കണ്ടുപിടിക്കേണ്ട ഫോർമുല എൻ, അതിൻ്റെ ഷോർട്ട് കട്ടാണ് n+r-1 CR ആയി മാറും. വിത്ത് റെപ്പറ്റീഷൻ ആകുമ്പോൾ അത് കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്ന് പറഞ്ഞാൽ NCR = n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n-r ഫാക്ടോറിയൽ എന്ന് പറഞ്ഞ ഫോർമുല. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളുടെ വ്യക്തമായി അറിഞ്ഞിരിക്കണം. ഓക്കെ. പിന്നെ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു റോയിൽ n ആളുകളെ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ n ഫാക്ടോറിയലാണ്. ഒരു സർക്കിളിന് ചുറ്റുമാണ് ഈ n ആളുകളെ അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ n-1 ഫാക്ടോറിയലുമായി മാറും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായി ആരുമായിട്ട് ബന്ധപ്പെടുത്തി അറിഞ്ഞിരിക്കണം? പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനുമായിട്ട് ബന്ധപ്പെടുത്തി അറിഞ്ഞിരിക്കണം എന്നർത്ഥം. ഓക്കെ. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞു 2 ചാപ്റ്ററുകളാണ് നമ്മൾ ചേർത്തെടുക്കുന്നത്. പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ എന്ന് പറഞ്ഞ ഫസ്റ്റ് ഇയറിലെ ഒരു ടോപ്പിക്കും അതുപോലെ അതിന് ശേഷം വരുന്ന അടുത്ത ടോപ്പിക്കായ ബൈനോമിയൽ തിയറമാണ്. അപ്പോൾ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനിൽ ഏതാണ്ട് കുറേ റിസൾട്ടുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പറഞ്ഞു തരാം. കാരണം എല്ലാം കൂടെ നമ്മൾ പറഞ്ഞതിന് ശേഷം നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഇരുന്ന് കഴിഞ്ഞാൽ നടക്കില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ഇത്രയും പറഞ്ഞത്. ഓക്കെ. അപ്പോൾ അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ബൈനോമിയൽ തിയറമാണ്. എന്ത് പറയാം ബൈനോമിയൽ തിയറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്ത് പറയാം ബൈനോമിയൽ തിയറം എന്ന് പറഞ്ഞാൽ? ബൈനോമിയൽ എന്ന് പറയുന്ന വാക്ക് തന്നെ സൂചിപ്പിക്കുന്ന 2 എന്നാണ്. ബൈനോമിയൽ എന്ന് പറയുമ്പോൾ 2 ടേമുകളുടെ സമ്മാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ a+b⁴ എക്സ്പാൻഷൻ വിളിക്കുന്ന പേരാണ് ബൈനോമിയൽ തിയറം. ഫോർമുല എങ്ങനെയാണ്? ഫോർ എനി പോസിറ്റീവ് ഇൻറ്റിജർ n, ഫോർ എനി പോസിറ്റീവ് ഇൻറ്റിജർ n, a+b⁴ is equal to ഫോർമുല എങ്ങനെയാണ്? a+b⁴ ഫോർമുല nc0a⁴n plus nc1 a⁻n-1 into b plus nc2 a⁻n-2 b square plus etc plus ലാസ്റ്റ് ടൈം ncn b⁻n വിളിക്കുന്ന പേരാണ് ബൈനോമിയൽ തിയറം. a+b⁴ is equal to nc0 a⁻n plus nc1 a⁻n-1 b plus nc2 a⁻n-2 b square plus etc plus ncn b⁻n വിളിക്കുന്ന പേരാണ് ബൈനോമിയൽ തിയറം എന്ന് പറയുന്നത്. ഓക്കെ. പറഞ്ഞാൽ മനസ്സിലായോ? a+b⁴ is equal to nc0 a⁻n plus nc1 a⁻n-1 b plus nc2 a⁻n-2 b square plus etc plus ncn b⁻n. ഇതിനെ സംബന്ധിച്ച് പറയുമ്പോൾ 4 പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് ഉണ്ട്. ഒരു ബൈനോമിയൽ എക്സ്പാൻഷനെ സംബന്ധിച്ച് പറയുമ്പോൾ 4 പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ്. ഏതൊക്കെയാണ് പ്രോപ്പർട്ടീസ്? സ്റ്റാർട്ടിങ്ങിൽ എയുടെ പവർ ഈസ് മാക്സിമം ആണ്. ഓരോ ടൈം കഴിയുന്തോറും എയുടെ പവർ കുറഞ്ഞ് അവസാന ടൈമിൽ ആരില്ല? എ ഇല്ല. ദി പവർ ഓഫ് എ ഈസ് മാക്സിമം. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. പവർ ഓഫ് എ ഈസ് മാക്സിമം ഇൻ ഫസ്റ്റ് ടൈം, is maximum in the first time and decreases by 1 onwards, and decreases by 1 onwards, and a is absent in last time. എയുടെ പവർ സ്റ്റാർട്ടിങ്ങിൽ എയുടെ പവർ മാക്സിമം ആയിരിക്കും. ഓരോ ടൈം കഴിയും തോറും എയുടെ പവർ കുറഞ്ഞു വരുമ്പോൾ സമയത്ത് കുറഞ്ഞ് അവസാന ടൈമിൽ ആരില്ല? എ ഇല്ല. ഇതിന് വിളിക്കുന്ന അത് ഒന്നാമത്തെ പ്രത്യേകതയാണ് ബൈനോമിയൽ എക്സ്പാൻഷന്. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ദി ടൈം ബി ഈസ് ആബ്സെൻറ്റ് ഇൻ ദി ഫസ്റ്റ് ടൈം ആൻഡ് increases its power by 1 and reaches maximum value in last time. ആദ്യ ടൈമിൽ എയുടെ പവർ മാക്സിമം ആണ്. ഓരോ ടൈം കഴിയുന്തോറും എയുടെ പവർ കുറഞ്ഞ് അവസാന ടൈമിൽ ആരില്ല? എ ഇല്ല. ഇനി a+b⁴ മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ആദ്യ ടൈമിൽ ബി ഇല്ല, രണ്ടാമത്തെ ടൈം തൊട്ട് ബി വരും. ഓരോ ടൈം കഴിയുന്തോറും ബിയുടെ പവർ കൂടി അവസാന ടൈമിൽ ബിയുടെ പവർ എന്തായി മാറി? മാക്സിമമായി മാറി. മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇൻ എനി ടൈം ഏത് ടൈം എടുത്താലും ദി സം ഓഫ് പവേഴ്സ് ഓഫ് എ ആൻഡ് ബി
ഈസ് ഈക്വൽ ടു എൻ. ഇൻ എനി ടൈം ദി സം ഓഫ് പവേഴ്സ് ഓഫ് എ ആൻഡ് ബി ഈസ് ഈക്വൽ ടു എത്രയായി മാറി? എൻ ആയി മാറി. ഏത് ടൈം എടുത്താലും എയുടെയും ബിയുടെയും കൂടെ പവറിൻ്റെ സം എല്ലായ്പ്പോഴും എത്രയായി മാറും? എൻ ആയി മാറും. അപ്പോൾ ഇതും ഓർമ്മയിരിക്കുക. അപ്പോൾ ബൈനോമിയൽ തിയറത്തിൻ്റെ 3 പ്രധാനപ്പെട്ട പ്രത്യേകതകൾ. അവസാന പ്രത്യേകത ഇതിനകത്തിൽ ഇൻ എ പ്ലസ് ബി ദി ഹോൾ റൈസ്ഡ് ടു എൻ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട പ്രത്യേകത ഇറ്റ് ഹാസ് n+1 ടൈംസ്. എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയറിനകത്ത് എത്ര ടൈംസ് കാണും? n+1 ടൈംസ് കാണും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ എടുക്കുന്നത് എ സ്ക്വയറായി മാറി, 2ab ആയി മാറി, ബി സ്ക്വയറായി മാറി. അപ്പോൾ ഏത് ടൈം എടുത്താലും എയുടെയും ബിയുടെയും പവറിൻ്റെ സം എല്ലായ്പ്പോഴും തന്നെയാണ്. എന്താണ് ടോട്ടൽ? അതിനകത്തിൽ എത്ര ടൈംസ് ഉണ്ട്? n+1 ടൈംസ് കാണും. അപ്പോൾ എ പ്ലസ് ബി ദി ഹോൾ റൈസ്ഡ് ടു എൻ വിളിക്കുന്ന പേരാണ് ബൈനോമിയൽ എക്സ്പാൻഷൻ. എൻ എല്ലായ്പ്പോഴും എന്തായിരിക്കും? ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആയിരിക്കും. അപ്പോൾ എങ്ങനെ എഴുതിയാൽ നമ്മൾ ഇൻ എ പ്ലസ് ബി ദി ഹോൾ റൈസ്ഡ് ടു എൻ ദി എക്സ്പാൻഷൻ ഈസ് എ പ്ലസ് ബി ദി ഹോൾ റൈസ്ഡ് ടു എൻ ഈസ് ഈക്വൽ ടു nc0 a raised to n പ്ലസ് nc1 a raised to n minus 1b പ്ലസ് nc2 a raised to n minus 2b സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് ncn b raised to n. ഇതിനെ വിളിക്കുന്ന പേരാണ് ബൈനോമിയൽ എക്സ്പാൻഷൻ. 4 പ്രധാനപ്പെട്ട പ്രത്യേകതകൾ. ഇൻ എ പ്ലസ് ബി ദി ഹോൾ റൈസ്ഡ് ടു എൻ ദി പവർ ഓഫ് എ ഈസ് മാക്സിമം ദി ഫസ്റ്റ് ടൈം ആൻഡ് ഡിക്രീസസ് ബൈ 1 ഓൺവേർഡ്സ് ആൻഡ് ദി ടൈം എ ഈസ് ആബ്സെൻറ്റ് ഇൻ ദി ലാസ്റ്റ് ടൈം. ആദ്യ ടൈമിൽ എയുടെ പവർ മാക്സിമം ആയിരിക്കും. ഓരോ ടൈം കഴിയും തോറും എയുടെ പവർ കുറഞ്ഞ് അവസാന ടൈമിൽ ആര് കാണത്തില്ല? എ കാണത്തില്ല. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ബി എന്ന് പറയുന്ന ടൈം ഫസ്റ്റ് ടൈമിൽ ഇല്ല. സെക്കൻഡ് ടൈം തൊട്ട് ബി പ്രസൻറ്റായി മാറും. ഓരോ ടൈം കഴിയും തോറും ബിയുടെ പവർ കൂടി അവസാന ടൈമിൽ ബിയുടെ പവർ എത്രയായി മാറി? മാക്സിമം ആയി മാറി. അതുപോലെ എ പ്ലസ് ബി ദി ഹോൾ റൈസ്ഡ് ടു എൻ അതിലെ എയുടെയും ബിയുടെയും കൊണ്ട് പവറിൻ്റെ സം എല്ലായ്പ്പോഴും എത്രയായി മാറും? എൻ ആയി മാറും. ഇൻ എനി ടൈം ദി സം ഓഫ് പവേഴ്സ് ഓഫ് എ ആൻഡ് ബി ഈസ് ഈക്വൽ ടു എൻ. ഏറ്റവും അവസാന പ്രത്യേകത എന്ന് പറയുമ്പോൾ എ പ്ലസ് ബി ദി ഹോൾ റൈസ്ഡ് ടു എൻ അത് എത്ര ടൈംസ് കാണും? n+1 ടൈംസ് കാണും. ഇൻ ദി എക്സ്പാൻഷൻ ഓഫ് എ പ്ലസ് ബി ദി ഹോൾ റൈസ്ഡ് ടു എൻ ഇറ്റ് ഹാസ് n+1 ടൈംസ്. അപ്പോൾ അതും വ്യക്തമായിട്ട് ഓർമ്മയിരിക്കുക. ഓക്കെ, ചെയ്ത രീതി മനസ്സിലായല്ലോ. എ പ്ലസ് ബി ദി ഹോൾ റൈസ്ഡ് ടു എനകത്ത് n+1 ടൈംസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ബൈനോമിയലിൻ്റെ എക്സ്പാൻഷനാണ്. ഇത് നമ്മൾ എഴുതിയേക്കുന്നത് എ പ്ലസ് ബി ദി ഹോൾ റൈസ്ഡ് ടു എൻ എന്ന് പറയുന്നത് പോസിറ്റീവ് എക്സ്പാൻഷനാണ്. അപ്പോൾ നെഗറ്റീവ് എക്സ്പാൻഷൻ എങ്ങനെയായിരിക്കും? എ മൈനസ് ബി ദി ഹോൾ റൈസ്ഡ് ടു എൻ എന്ന് പറയുന്നതിൻ്റെ നെഗറ്റീവ് എക്സ്പാൻഷൻ എ മൈനസ് ബി ദി ഹോൾ റൈസ്ഡ് ടു എൻ ഈസിക്കൽ ഫോർമുല ഇതാണ് nc0 a raised to n. അടുത്ത ടൈം എടുക്കുമ്പോൾ മൈനസ് nc1 a raised to n minus 1 into b. അടുത്ത ടൈം എടുക്കുമ്പോൾ പ്ലസ് nc2 a raised to n minus 2 into b സ്ക്വയർ. വീണ്ടും അടുത്ത ടൈം എടുക്കുമ്പോൾ മൈനസ് nc3 a raised to n minus 3 into b ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് ആണ്. അടുത്ത ടൈം മൈനസ് അല്ല എഴുതിയ മൈനസ് ആകുമ്പോൾ ഇനി അടുത്ത ടൈം പ്ലസ് എക്സെട്ര പ്ലസ് ലാസ്റ്റ് ടൈം പ്ലസ് ഓർ മൈനസ് ncn b raised to എന്നതാണ്. അത് n ഈവൻ ആകുന്ന സമയത്ത് നെഗറ്റീവും n ഓഡ് ആകുന്ന സമയത്ത് പോസിറ്റീവും ആയിരിക്കും. അതുകൊണ്ടാണ് പ്ലസ് ഓർ മൈനസ് n ബി റൈസ്ഡ് ടു n എന്നില്ല. കാരണം എ മൈനസ് ബി ദി ഹോൾ സ്ക്വയർ എങ്ങനെ? എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ആയി. 2 എന്ന് പറയുന്നത് ഒരു ഈവൻ സംഖ്യയാണ്. അതുകൊണ്ട് എ മൈനസ് ബി ദി ഹോൾ സ്ക്വയറിലെ അവസാന ടൈം എന്തായി മാറി? പോസിറ്റീവായി മാറി. അതേ സമയത്ത് ഇപ്പോൾ എ മൈനസ് ബി ദി ഹോൾ ക്യൂബ് എടുക്കുന്ന സമയത്ത് എ ക്യൂബ് മൈനസ് 3a സ്ക്വയർ ബി പ്ലസ് 3ab സ്ക്വയർ മൈനസ് ബി ക്യൂബായി മാറി. അവസാന ടൈം എന്ന് പറഞ്ഞാൽ മൈനസ് ബി ക്യൂബാണ്, n ഓടാണ്. അപ്പോൾ n ഓടാകുമ്പോൾ എപ്പോഴും നെഗറ്റീവാണ്, n ഈവൻ ആകുന്ന സമയത്ത് എപ്പോഴും പോസിറ്റീവാണ്. അപ്പോൾ ഈ രണ്ട് എക്സ്പാൻഷൻസ് ഓർമ്മയിരിക്കുക. എ പ്ലസ് ബി ദി ഹോൾ റൈസ്ഡ് ടു എന്നും എ മൈനസ് ബി ദി ഹോൾ റൈസ്ഡ് ടു എന്നും ഇതിലെല്ലാം നേരത്തെ പറഞ്ഞ 4 പ്രത്യേകതകൾ കാത്തു സൂക്ഷിക്കുന്നതാണ് ഈ പറഞ്ഞ ബൈനോമിയൽ എക്സ്പാൻഷൻ. ഓക്കെ, അപ്പോൾ n ഈവൻ ആകുന്ന സമയത്ത് പോസിറ്റീവ്, അത് ഓർമ്മയിരിക്കണം. n ഈവൻ ആകുന്ന സമയത്ത് പോസിറ്റീവും n ഓടാകുന്ന സമയത്ത് നെഗറ്റീവും. ഇനി നമ്മൾ പറയാൻ പോകുന്ന ജനറൽ ടൈമാണ്. ജനറൽ ടൈം എ പ്ലസ് ബി ദി ഹോൾ റൈസ്ഡ് ടു എൻ എന്ന് പറഞ്ഞ എക്സ്പാൻഷനകത്തിലെ ജനറൽ ടൈം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് TR+1. TR+1 ഈസിക്കൽ ഫോർമുല ഇതാണ്. TR+1 ഈസിക്കൽ NCR എ റൈസ്ഡ് ടു n മൈനസ് ആർ ബി റൈസ്ഡ് ടു ആർ. ഇതിന് വിളിക്കുന്ന പേരാണ് ജനറൽ ടൈം എന്ന് പറയും. TR+1 ഈസിക്കൽ ടു NCR എ റൈസ്ഡ് ടു n മൈനസ് ആർ ബി റൈസ്ഡ് ടു ആർ. അടുത്ത എ മൈനസ് ബി ദി ഹോൾ റൈസ്ഡ് ടു എൻ ഉണ്ട്. അതിലെ ജനറൽ ടൈം കണ്ടുപിടിക്കാൻ TR+1 ഈസിക്കൽ ടു -1 റൈസ്ഡ് ടു ആർ NCR എ റൈസ്ഡ് ടു n മൈനസ് ആർ ബി റൈസ്ഡ് ടു ആർ. അവിടെ ബി എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവാണ്. ആ നെഗറ്റീവിൻ്റെ ബിയുടെ നെഗറ്റീവാണ് ആദ്യം കൊടുത്തേക്കുന്നത്. ഇവിടെ നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബിയുടെ നെഗറ്റീവ് ആവശ്യമില്ല. അല്ലെങ്കിൽ NCR എ റൈസ്ഡ് ടു n മൈനസ് ആർ
മൈനസ് ബി ദി ഹോൾ റേസ് ടു ആർ എന്ന് വേണമെങ്കിൽ പറയാം. ബിയുടെ നെഗറ്റീവാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ജനറൽ ടേം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എ പ്ലസ് ബി ദി ഹോൾ റേസ് ടു എന്ന് പറഞ്ഞ എക്സ്പാൻഷനകത്ത് എഴുതുന്ന സമയത്ത് അതിൽ പൊതുവായ ഒരു ടേമിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ പൊതുവായ ടേം എങ്ങനെ വരും? ഇപ്പോൾ നമ്മളോട് പറയാം എ പ്ലസ് ബി ദി ഹോൾ റേസ് ടു 50, അതിൽ 30ാമത്തെ ടേമൊക്കെ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്രയും എക്സ്പാൻഡ് ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. ജനറൽ ടേമിനകത്ത് എന്ത് ചെയ്താൽ മതി? ആറിന് 29 എന്ന് കൊടുത്താൽ മതി. കാരണം ടി ആർ പ്ലസ് 1 മീൻസ് ടേം ആർ പ്ലസ് 1. ആർ പ്ലസ് 1 ടേമാണ്, ആർത്ത് ടേം അല്ല. ടി ആർ പ്ലസ് 1 ഈസിക്കൽ ടു എൻ സി ആർ എ റൈസ് ടു എൻ മൈനസ് ആർ ബി റൈസ് ടു ആർ. അതുപോലെ ടി ആർ പ്ലസ് 1 ഈസിക്കൽ ടു മൈനസ് 1 റൈസ് ടു ആർ എൻ സി ആർ എ റൈസ് ടു എൻ മൈനസ് ആർ ബി റൈസ് ടു ആർ. ഇതാണ് അതിലെ ജനറൽ ടൈം എന്ന് പറയുന്നത്. ജനറൽ ടൈം മീൻസ് എന്താണ്? പൊതുവായ ടൈം എന്ന് പറയും. പൊതുവായ ടൈമിൻ എഴുതുന്ന രീതി ഇങ്ങനെയാണ്. ഓക്കെ, പിന്നെ നമ്മൾ ബൈനോമിയൽ എക്സ്പാൻഷനുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? അടുത്ത ജനറൽ ടൈം നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്ന രണ്ട് കാര്യങ്ങളാണ് ടേം ഇൻഡിപെൻഡൻറ്റും അതുപോലെ മിഡിൽ ടേംസുമാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, നോക്കിക്കോ. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന മിഡിൽ ടേമാണ്. മിഡിൽ ടേം എന്ന് പറയുമ്പോൾ നോക്കിയോ, എ പ്ലസ് ബി ദി ഹോൾ റൈസ് ടു എൻ എന്ന് പറഞ്ഞ എക്സ്പാൻഷൻ. ഇതിനകത്തിലെ എന്നിനെ ആശ്രയിച്ചാണ് മിഡിൽ ടേംസ് പറഞ്ഞു വരുന്നത്. അപ്പോൾ രണ്ട് കേസായിട്ട് വേണമെങ്കിൽ പറയാം. അതിലെ കേസ് 1 എന്ന് പറഞ്ഞാൽ ഇഫ് എൻ ഈസ് ഈവൻ. എൻ ഈവൻ ആകുന്ന സമയത്ത് മിഡിൽ ടൈം കണ്ടുപിടിക്കുന്ന ഫോർമുല എങ്ങനെയാണ്? മിഡിൽ ടൈം ഈസ് ഈക്വൽ ടു എന്താണ്? n/2 പ്ലസ് 1 ദ ടൈം. മിഡിൽ ടൈം ഈസ് ഈക്വൽ ടു n/2 പ്ലസ് 1 ദ ടൈം അല്ലേ? ഒറ്റ മിഡിൽ ടൈമേ ഉള്ളൂ. എൻ ഈവൻ ആകുന്ന സമയത്ത് ഒരേ ഒരു മിഡിൽ ടൈം കണ്ടുപിടിക്കേണ്ട ഫോർമുല n/2 പ്ലസ് 1 ദ ടൈം. അതേ സമയത്ത് എൻ ഓടാകുന്ന കേസിൽ രണ്ട് മിഡിൽ ടൈം വരും. മിഡിൽ ടൈംസ് ആർ ഏതൊക്കെ വരും? മിഡിൽ ടൈംസ് ആർ ഏതൊക്കെ വരും? n+1/2 ടൈം, n+1/2 ടൈം ആൻഡ് n+1/2 പ്ലസ് 1 ടൈം, n+1/2 ടൈം ആൻഡ് n+1/2 പ്ലസ് 1 ടൈം. രണ്ട് മിഡിൽ ടൈംസ് ഉണ്ട്. അപ്പോൾ ഓർമ്മയിരിക്കണം, n ഈവൻ ആകുന്ന സമയത്ത് ഒരേ ഒരു മിഡിൽ ടൈം മാത്രമേ ഉള്ളൂ, n/2 പ്ലസ് 1 ടൈം. n ഓടാകുന്ന സമയത്ത് എന്ത് ചെയ്യും? രണ്ട് മിഡിൽ ടൈംസ് വരും. ഏതൊക്കെയാണ്? n+1/2ഉം അതിന് ശേഷം വരുന്ന തൊട്ടടുത്ത ടൈം. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്തത്? n+1/2 പ്ലസ് 1 ടൈം എന്ന് എഴുതിയത്. ഇവിടെ കിട്ടിയോ? രണ്ട് മിഡിൽ ടൈംസ് ഉണ്ടായിരിക്കും. അപ്പോൾ n ഈവൻ ആകുന്ന സമയത്ത് ഒരേ ഒരു മിഡിൽ ടൈമും n ഓടാകുന്ന സമയത്ത് മറ്റൊരു മിഡിൽ ടൈമുമാണ്. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് ഓർമ്മയിരിക്കാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ പറയുന്നത്, എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ പറയുമ്പോൾ ആരാണ്? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. എ പ്ലസ് ബി ദി ഹോൾ ക്യൂബ് ആകുന്ന സമയത്ത് ആര് വരും? എ പ്ലസ് ബി ദി ഹോൾ ക്യൂബ് ഈസ് ഈക്വൽ ടു എ ക്യൂബ് പ്ലസ് 3a² ബി പ്ലസ് 3ab സ്ക്വയർ പ്ലസ് ബി ക്യൂബ്. രണ്ട് മിഡിൽ ടൈംസ് ഉണ്ട്. n ഈവൻ ആകുന്ന സമയത്ത് ഒരേ ഒരു മിഡിൽ ടൈമാണ്. n ഓടാകുന്ന സമയത്ത് എന്ത് വരും? രണ്ട് മിഡിൽ ടൈംസ് വരും. അതും ഓർമ്മയിരിക്കുക. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ എപ്പോഴും ഓർമ്മയിലുണ്ടായിരിക്കണം. n ഈവൻ ആകുന്ന കേസിൽ ഒരു മിഡിൽ ടൈമും n ഓടാകുന്ന സമയത്ത് രണ്ട് മിഡിൽ ടൈംസും ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് നമ്മൾ എഴുതിയേക്കുന്നത്. ഇഫ് n ഈസ് ഈവൻ ഇറ്റ് ഹാസ് ഓൺലി വൺ മിഡിൽ ടൈം, n/2 പ്ലസ് 1 ടൈം, ആൻഡ് വെൻ n ഈസ് ഓഡ് ഇറ്റ് ഹാസ് ടു മിഡിൽ ടൈംസ്, n+1/2 ആൻഡ് n+1/2 പ്ലസ് 1 ടൈം. അപ്പോൾ ബൈനോമിയൽ എക്സ്പാൻഷനകത്തിലെ മിഡിൽ ടൈമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്? ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് എന്ന് പറയും. അതും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്, ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ്. അപ്പോൾ നോക്കൂ, ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് എന്ന് പറയും. ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എ പ്ലസ് ബി ദി ഹോൾ റൈസ് ടു എൻ എന്ന് പറഞ്ഞ എക്സ്പാൻഷൻ നമ്മൾ എന്ത് ചെയ്യണം? ജനറൽ ടൈം എഴുതിയിട്ട് r+1 ഈസ് ഈക്വൽ ടു NCR എ റൈസ് ടു n മൈനസ് ആർ ബി റൈസ് ടു ആർ. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ x+y, ഇപ്പോൾ ഇതിനെക്കാട്ടി കുറച്ച് നല്ല x+y ദി ഹോൾ റൈസ് ടു എഴുതിക്കുക. TR+1 ആര് വരും? TR+1 ഈസ് ഈക്വൽ NCR എ റൈസ് ടു x റൈസ് ടു n മൈനസ് ആർ ബി റൈസ് ടു ആർ, അതായത് y റൈസ് ടു ആർ. ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അതായത് ഒരു കോൺസ്റ്റൻറ്റ് ടൈം ഈ എക്സ്പാൻഷനകത്ത് കിട്ടുക, അല്ലെങ്കിൽ ഇതിനകത്തിൽ വേരിയബിൾ എയും ബിയും ഇല്ലാത്ത കോൺസ്റ്റൻറ്റ് ടൈം കിട്ടുക. അതിന് ചെയ്യേണ്ട ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞ് ഏതാണോ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കിട്ടേണ്ടത് അതിൻ്റെ പവർ ഈസ് ഈക്വൽ ടു 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ അതിന് തുല്യമായ r നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അത് വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടൈം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് കിട്ടും. ഇപ്പോൾ നമ്മളിപ്പോൾ എ പ്ലസ് ബി ദി ഹോൾ റൈസ് ടു എന്ന് പറഞ്ഞ എക്സ്പാൻഷനിലെ ജനറൽ ടൈം എഴുതി. നമ്മളോട് പറയാം ടൈം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എ കിട്ടണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? n-1 ഈസ് n-r ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുമ്പോൾ ആറിൻ്റെ വില കിട്ടും. ഇനി ടൈം ഇൻഡിപെൻഡൻറ്റ് ഓഫ് ബി ആണ് കിട്ടുന്നതെങ്കിൽ എന്ത് വരും? ബിയുടെ പവർ ഈക്വൽ ടു 0. ഇത് അതുപോലെ തന്നെയാണ് x+y ദി ഹോൾ റൈസ് ടു n. y ഇല്ലാത്ത ടൈം കിട്ടുക എന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്യണം? വൈയുടെ പവർ ഈസ് ഈക്വൽ ടു 0. ഇവിടെ പറയുമ്പോൾ എക്സിൻ്റെ പവർ n-r, എക്സ് ടൈം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് കിട്ടുക എന്ന് പറയുമ്പോൾ n-r ഈസ് ഈക്വൽ ടു 0 എന്ന് വരിക.
അപ്പോൾ ഏത് ടേമാണോ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വരേണ്ടത് അതിൻ്റെ പവർ ഈക്വൽ ടു 0 ഇക്വേറ്റ് ചെയ്യുമ്പോൾ അതിന് തുല്യമായ R നമുക്ക് കിട്ടും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയാകും. ഓക്കെ, അപ്പോൾ ബൈനോമിയൽ എക്സ്പാൻഷനകത്തിലെ ഏതൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞപ്പം നമ്മൾ പറഞ്ഞത്? ബൈനോമിയൽ എക്സ്പാൻഷനകത്തിലെ ഏതൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? a പ്ലസ് b ദി ഹോൾ റൈസ്ഡ് ടു n കണ്ടുപിടിക്കുന്ന രീതി പറഞ്ഞു. NC0 a റൈസ്ഡ് ടു n, NC1 a റൈസ്ഡ് ടു n മൈനസ് 1b, NC2 a റൈസ്ഡ് ടു n മൈനസ് 2b സ്ക്വയർ എക്സെട്ര, NCn b റൈസ്ഡ് ടു n. സ്റ്റാർട്ടിങ്ങിൽ എയുടെ പവർ മാക്സിമം ആയിരിക്കും. ഓരോ ടൈം കഴിയുന്തോറും എയുടെ പവർ കുറഞ്ഞ് അവസാന ടൈമിൽ എ ഇല്ല. സെക്കൻഡ് ടൈമിലാണ് ബി പ്രസൻ്റ് ആവുന്നത്. ഓരോ ടൈം കഴിയുന്തോറും ബിയുടെ പവർ കൂടി അവസാന ടൈമിൽ ബിയുടെ പവർ മാക്സിമമായി മാറും. ഏത് ടൈം എടുത്താലും എയുടെയും ബിയുടെയും കൊണ്ട് പവറിനസം എല്ലായ്പ്പോഴും n ആയിരിക്കും. പിന്നെ അതിനുശേഷം പറഞ്ഞ എന്താണ്? ഇത് എക്സ്പാൻഷൻ a പ്ലസ് ബി ദി ഹോൾ റൈസ്ഡ് ടു n ഇരികാസ് എത്ര ടൈംസ് ഉണ്ട്? n+1 ടൈംസ് കാണും. അപ്പം 4 കാര്യങ്ങൾ ഓർമ്മയിരിക്കുക. പിന്നെ അതിനുശേഷം നമ്മൾ കണ്ടുപിടിച്ചത് മിഡിൽ ടേംസ് പറഞ്ഞു. a പ്ലസ് ബി ദി ഹോൾ റൈസ്ഡ് ടു n മിഡിൽ ടൈം എന്ന് പറയുമ്പോൾ എന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് നിലനിൽക്കുന്നത്. n ഈവൻ ആകുന്ന സമയത്ത് ഒരേ ഒരു മിഡിൽ ടൈമാണ് n/2 + 1 ടൈം. n ഓഡ് ആകുന്ന സമയത്ത് 2 മിഡിൽ ടൈം വരും. n+1/2 ആൻഡ് n+1/2 + 1 ടൈംസ് എന്ന് വരും. പിന്നെ നമ്മൾ കണ്ടുപിടിക്കുന്ന ജനറൽ ടൈമാണ്. ജനറൽ ടൈം എന്ന് പറയുമ്പോൾ TR+1 ഈസ് ഈക്വൽ ടു NCR a റൈസ്ഡ് ടു n മൈനസ് r b റൈസ്ഡ് ടു r ആണ്. ഇനി a മൈനസ് ബി ദി ഹോൾ റൈസ്ഡ് ടു n ആകുമ്പോൾ ജനറൽ ടൈം കണ്ടുപിടിക്കാൻ TR+1 ഈസ് ഈക്വൽ ടു -1 റൈസ്ഡ് ടു r NCR a റൈസ്ഡ് ടു n മൈനസ് r b റൈസ്ഡ് ടു r. ഏറ്റവും അവസാനം പറഞ്ഞ കാര്യം എന്ന് പറയുന്ന ടൈം ഇൻഡിപെൻഡൻ്റ് ആണ്. ടൈം ഇൻഡിപെൻഡൻ്റ് വരുമ്പോൾ a പ്ലസ് ബി ദി ഹോൾ റൈസ്ഡ് ടു n ആണ്. NCR a റൈസ്ഡ് ടു n മൈനസ് r b റൈസ്ഡ് ടു r. a ഇൻഡിപെൻഡൻ്റ് ആവണമെങ്കിൽ എയുടെ പവർ ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. ബി ആണ് ഇൻഡിപെൻഡൻ്റ് എങ്കിൽ ബിയുടെ പവർ ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. ഇവിടെയും അതുപോലെയാണ്. x പ്ലസ് y ദി ഹോൾ റൈസ്ഡ് ടു n ജനറൽ ടൈം കണ്ടുപിടിക്കാൻ TR+1 ഈസ് ഈക്വൽ ടു NCR x റൈസ്ഡ് ടു n മൈനസ് r by റൈസ്ഡ് ടു r. ടൈം ഇൻഡിപെൻഡൻ്റ് ഓഫ് x കിട്ടണമെങ്കിൽ n മൈനസ് r ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. ഇൻഡിപെൻഡൻ്റ് ഓഫ് y കിട്ടണമെങ്കിൽ y റൈസ്ഡ് ടു r ഈസ് ഈക്വൽ ടു എന്ന് വിളിക്കാം 0 എന്ന് കൊടുക്കുക. അങ്ങനെയാണ് നമ്മളിത് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർമ്മയിലിരിക്കണം. ഇനി നമ്മൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഓരോന്നോരോന്നായിട്ട് ഡിസ്കസ് ചെയ്യപ്പെടാൻ പോവുകയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ഓരോന്ന് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ബാക്കി അതുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള റിസൾട്ടുകൾ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ബൈനോമിയൽ എക്സ്പാൻഷൻ്റെ കേസ് ഞാൻ പറഞ്ഞു. അതിൻ്റെ മിഡിൽ ടൈം, ടൈം ഇൻഡിപെൻഡൻറ്റ്, അതുപോലെ പെർമ്യൂട്ടേഷൻ, കോമ്പിനേഷൻ അതുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള കുറേയേറെ റിസൾട്ടുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനിയും ചില ഇതിനകത്ത് ഷോർട്ട് കട്ടുകൾ വേണ്ടി വരും. അത് ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് അന്നേരം പറഞ്ഞു പോകാം. കാരണം അല്ലെങ്കിൽ റിസൾട്ട് എല്ലാം കൂടെ പറഞ്ഞതിന് ശേഷം നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ സമയം നമുക്ക് കിട്ടൂല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്തിട്ട് റിസൾട്ട് അന്നേരം പറഞ്ഞു പോകുന്നതായിരിക്കും ശരി. ഓക്കെ, അപ്പോൾ പൊതുവായി നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞു തന്നത്. അത്രയും അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നോക്കിയോ, അതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് പറയുന്നത്: ഇഫ് NPR ഈസ് ഈക്വൽ ടു 70 × NCR then R ഈസ് ഈക്വൽ ടു എത്രയാണ് എന്നാണ് ചോദ്യം. ഇഫ് NPR ഈസ് ഈക്വൽ ടു 70 × NCR then R ഈസ് ഈക്വൽ ടു എത്ര വരും എന്നാണ് ചോദ്യം. അപ്പോൾ NPRും NCRും തമ്മിലുള്ള റിലേഷനാണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. If NPR is equal to 720 × NCR, NPRൻ്റെ ഫോർമുല n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ. NPRൻ്റെ ഫോർമുല n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു 720 × NCRൻ്റെ ഫോർമുല n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ × r ഫാക്ടോറിയൽ. ഇതാണ് ഫോർമുല. NPRും NCRൻ്റെയും ഫോർമുല എഴുതി. ഇനി നമ്മൾ ബാക്കി ചെയ്യുന്ന രീതി നോക്കാം. ആരൊക്കെ ക്യാൻസലായി മാറി? ഇവിടുന്ന് n ഫാക്ടോറിയൽ ക്യാൻസലായി മാറും. ബാക്കി വരുന്ന ആരാണ്? ദാറ്റ് ഈസ് n മൈനസ് ആർ ഫാക്ടോറിയൽ ഇൻറ്റു ഇവിടുന്ന് രണ്ടിടത്തുനിന്നും n മൈനസ് ആർ ഫാക്ടോറിയൽ ക്യാൻസൽ ചെയ്യാം. ബാക്കി ആര് വരും? r ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു 720. നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, തന്നിരിക്കുന്ന ഏതോ ഒരു വില, തന്നിരിക്കുന്ന ഓപ്ഷനിലെ ഏതോ ഒരു സംഖ്യയുടെ ഫാക്ടറിലാണ് ഈ പറയുന്ന 720. അല്ലെങ്കിൽ സംഖ്യകൾ കൊടുത്തു നോക്കാം. 1 അല്ല, 2 അല്ല, 3 അല്ല, 4 5 കൊടുത്തു നോക്കാം. 5 ആകുമ്പോൾ 120 വരത്തുള്ളൂ. ആ 120 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായിക്കോളും? 720. സോ R ഈസ് ഈക്വൽ എത്ര കിട്ടും? 6 എന്ന് വരും. 6 എന്ന് പറയുന്ന സംഖ്യയുടെ ഫാക്ടറിലാണ് ഈ പറയുന്ന 720. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ അപ്ലൈ ചെയ്ത് സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്തേ ഉള്ളൂ? ഈ റിസൾട്ട് അപ്ലൈ ചെയ്തേ ഉള്ളൂ. ഏത് റിസൾട്ടാണ്? ഇഫ് NPR ഈസ് ഈക്വൽ ടു 720 × NCR എന്ന് പറഞ്ഞ റിസൾട്ട്. അപ്പോൾ അവിടെ റിസൾട്ട് എങ്ങനെ? NPRൻ്റെ ഫോർമുലയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു 720 × NCR. NCR മീൻസ് n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ ടു r ഫാക്ടോറിയൽ. രണ്ട് സൈഡിൽ നിന്നും n ഫാക്ടോറിയലും n മൈനസ് ആർ ഫാക്ടോറിയലും ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 1 ആണ് വരുന്നത്, 0 അല്ല, 1 ആയി മാറും. r ഫാക്ടോറിയൽ ക്ലോസ് മൾട്ടിപ്ലൈ r ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു 720 എന്ന് വരും. ഏതോ ഒരു സംഖ്യയുടെ ഫാക്ടോറിയൽ എത്രയായി മാറുന്നു? 720 ആയി മാറുന്നു. അപ്പോൾ ഏതോ ഒരു സംഖ്യയുടെ ഫാക്ടോറിയൽ 720 ആയി മാറുന്നു എന്ന് പറഞ്ഞാൽ അത് എത്രയായി മാറി? r ഈസ് ഈക്വൽ എത്രയായി മാറും? 6 ആയി മാറും. സോ ദി ആൻസർ ഈസ് എത്ര കിട്ടും? 6.
അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് എവരിബഡി ഇൻ എ റൂം. ഇതാണ് ക്വസ്റ്റ്യൻ. എവരിബഡി ഇൻ എ റൂം ഷേക്ക് ഹാൻഡ്സ് വിത്ത് എവരിബഡി എൽസ്. ദി ടോട്ടൽ നമ്പർ ഓഫ് ഷേക്ക് ഹാൻഡ്സ് ഈസ് 66. ദെൻ ദി നമ്പർ ഓഫ് പേഴ്സൺസ് ഇൻ ദി റൂം എന്നാണ്. അപ്പോൾ ഏതോ ഒരു റൂമുണ്ട്, ആ റൂമിനകത്തിലെ ആളുകൾ പരസ്പരം ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നു. ഓക്കെ, ദി ടോട്ടൽ നമ്പർ ഓഫ് ഷേക്ക് ഹാൻഡ്സ് ഈസ് 66. ദെൻ ദി നമ്പർ ഓഫ് പേഴ്സൺസ് ഇൻ ദി റൂം എന്നാണ് ചോദ്യം. അപ്പോൾ എങ്ങനെ ചെയ്യാം? ഒരു റൂമിലെ ആളുകൾ പരസ്പരം എന്ത് ചെയ്യുന്നു? ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു. അങ്ങനെ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്ന സമയത്ത് മൊത്തം ഷെയ്ക്ക് ഹാൻഡ് എന്ന് പറയുന്ന സമയത്ത് എത്രയായി മാറി? 66 ഷെയ്ക്ക് ഹാൻഡുകൾ ഉണ്ടായി. അങ്ങനെയെങ്കിൽ നമ്പർ ഓഫ് പേഴ്സൺസ് ഇത് ഇറങ്ങും. ഇപ്പം നമ്മൾ ഈ ചെയ്തത് 2018 ഗെയിമാണ്. ഇപ്പോൾ പറയുന്നതും 2018 ഗെയിമിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ പറഞ്ഞ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 2018 ഗെയിമിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. എവരിബഡി ഇൻ എ റൂം ഷെയ്ക്ക് ഹാൻഡ്സ് വിത്ത് എവരിബഡി എൽസ്. ദി ടോട്ടൽ നമ്പർ ഓഫ് ഷെയ്ക്ക് ഹാൻഡ്സ് ഈസ് 66. ഒരു റൂമിലെ ആളുകൾ പരസ്പരം എന്ത് ചെയ്യുന്നു? ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു. ടോട്ടൽ നമ്പർ ഓഫ് ഷെയ്ക്ക് ഹാൻഡ്സ് എത്രയായി മാറി എന്നാണ് പറഞ്ഞിരിക്കുന്നത്? 66 മാറി. അങ്ങനെയെങ്കിൽ നമ്പർ ഓഫ് പേഴ്സൺസ് ഇൻ ദി റൂം എന്നാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സപ്പോസ് ദെയർ ആർ n പേഴ്സൺസ് ഇൻ ദി റൂം എന്ന് വിചാരിക്കുക. സപ്പോസ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, സപ്പോസ് ദെയർ ആർ n പേഴ്സൺസ് ഇൻ ദി റൂം. സപ്പോസ് ദെയർ ആർ n പേഴ്സൺസ് ഇൻ ദി റൂം എന്ന് വിചാരിക്കുക. നമ്പർ ഓഫ് ഷെയ്ക്ക് ഹാൻഡ്സ് ഈസ് ഈക്വൽ ടു, നമ്പർ ഓഫ് ഷെയ്ക്ക് ഹാൻഡ്സ് ഈസ് ഈക്വൽ ടു എത്ര വരും? നമ്പർ ഓഫ് ഷെയ്ക്ക് ഹാൻഡ്സ് ഈസ് ഈക്വൽ എത്ര വരും? 66 എന്നായി മാറി. നമ്പർ ഓഫ് ഷെയ്ക്ക് ഹാൻഡ്സ് ഈസ് ഈക്വൽ 66 എന്ന് പറഞ്ഞാൽ എത്ര വരും? നമ്പർ ഓഫ് ഷെയ്ക്ക് ഹാൻഡ്സ് ഈസ് ഈക്വൽ 66 എന്ന് പറഞ്ഞാൽ NC2 ഈസ് ഈക്വൽ എത്ര വരും? 66 എന്നായി മാറും. NC2ൻ്റെ ഫോർമുല അറിയാം, n × n-1 ഡിവൈഡഡ് ബൈ 1 × 2 ഈസ് ഈക്വൽ ടു 66 എന്നായി മാറും. n × n-1 ഡിവൈഡഡ് ബൈ 1 × 2 ഈസ് ഈക്വൽ ടു 66. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് നോക്കാം. ദാറ്റ് ഈസ്, ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ n² - n ഈസ് ഈക്വൽ ടു 132 എന്നായി മാറും. അല്ലെങ്കിൽ n² - n - 132 ഈസ് ഈക്വൽ ടു 0 എന്നായി മാറും. അല്ലെങ്കിൽ ഇതിനെ സ്പ്ലിറ്റിംഗ് ദി മൾട്ടിപ്ലൈ, ഗുണിക്കുമ്പോൾ -132 കൂട്ടുമ്പോൾ ആര് വരും? -1 വരുന്ന രണ്ട് സംഖ്യകൾ ആരൊക്കെയാണ്? 12ഉം 11ഉം. ദാറ്റ് ഈസ് n² - 12n + 11n - 132 ഈസ് ഈക്വൽ ടു 0. ഇത് സ്പ്ലിറ്റിംഗ് ദി മിഡിൽ ടൈം ആണ്. ഇത് അറിയാൻ വയ്യാത്ത ആളുകൾ ക്വാഡ്രാറ്റിക് ഫോർമുല വെച്ച് ചെയ്യുക. ഓക്കെ, ദാറ്റ് ഈസ് എന്ത് വരും? ഇതിനെ എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് n - 12 × n + 11 ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. n ഈസ് ഈക്വൽ എത്ര വരും? 12 അല്ലെങ്കിൽ -11 എന്നായി മാറും. -11 നമ്മൾ എടുക്കത്തില്ല. n എന്ന് പറയുമ്പോൾ ആളുകളുടെ എണ്ണമാണ്. അത് എല്ലായ്പ്പോഴും എന്താണ്? പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്. സോ n ഈസ് ഈക്വൽ 12 എന്ന് പറയുന്നതാണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള ആൻസർ. n ഈസ് ഈക്വൽ 12 എന്ന് പറയുന്നതാണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള ആൻസർ. അപ്പോൾ അത് ഓർമ്മയിരിക്കുക ചെയ്ത രീതി. ഓക്കെ, അപ്പം ഞാൻ ഒന്നുകൂടെ പറയാം. ഒരു റൂമിനകത്ത് കുറേ ആളുകളുണ്ട്. അപ്പോൾ പരസ്പരം ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുന്നു. അങ്ങനെ ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുന്ന സമയത്താണ് എന്ത് കിട്ടുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്? ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് 66 ഷെയ്ക്ക് ഹാൻഡ്സുകൾ ടേക്ക് പ്ലേസ് ചെയ്യും. 66 ഷെയ്ക്ക് ഹാൻഡ്സുകൾ ടേക്ക് പ്ലേസ് ചെയ്യും. അങ്ങനെയെങ്കിൽ എന്താണ്? എത്ര ആളുകൾ ആ റൂമിലുണ്ട് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇത് ഓർമ്മയിരിക്കുക ചെയ്ത രീതി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അപ്പോൾ അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദി നമ്പർ ഓഫ് 4 ഡിജിറ്റ് ഈവൻ നമ്പർ ദാറ്റ് ക്യാൻ ബി ഫോംഡ് ബൈ യൂസിങ് ദി ഡിജിറ്റ്സ് 0, 1, 2, 3, 4, 5, 6 വിത്തൗട്ട് റെപ്പറ്റീഷൻ ഈസ് എത്രയാണ്? എത്ര ഈവൻ സംഖ്യകൾ ഫോം ചെയ്യപ്പെടാൻ പറ്റും എന്നാണ് ചോദ്യം. ദി നമ്പർ ഓഫ് 4 ഡിജിറ്റ് ഈവൻ നമ്പേഴ്സ് ദാറ്റ് ക്യാൻ ബി ഫോംഡ് ബൈ യൂസിങ് ദി ഡിജിറ്റ്സ് 1, 2, 3, 4, 5, 6 എന്നാണ്. അപ്പോൾ നമ്മൾ ഒന്നിൽ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ നമ്പർ ഫോം ചെയ്യപ്പെടുക, അതിൽ നിന്ന് ഈവൻ അല്ലാത്ത സംഖ്യകളുടെ എണ്ണം കുറച്ചാൽ മതിയാകും. അപ്പോൾ എത്ര 4 ഈവൻ സംഖ്യ ഫോം ചെയ്യപ്പെടാൻ പറ്റും എന്നാണ് ചോദ്യം. അപ്പോൾ ശ്രദ്ധിച്ചോ, ചെയ്യുന്ന രീതി ശ്രദ്ധിച്ചോ. 4 ഈവൻ സംഖ്യയാണ് ഫോം ചെയ്യപ്പെടേണ്ടത്. പല രീതികളിൽ ചെയ്യാൻ സാധിക്കും. ഇപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഡിജിറ്റ്സ് എന്ന് പറഞ്ഞാൽ 0, 1, 2, 3, 4, 5, 6 എത്ര 4 ഈവൻ സംഖ്യ ഫോം ചെയ്യപ്പെടാൻ പറ്റും എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈവൻ സംഖ്യ എന്ന് പറയുമ്പോൾ അത് 0-ൽ അവസാനിക്കാം, 2-ൽ അവസാനിക്കാം, 4-ൽ അവസാനിക്കാം, 6-ൽ അവസാനിക്കാം. അതായത് 0, 2, 4, 6-ൽ അവസാനിക്കപ്പെടുന്ന സംഖ്യകളുടെ ടോട്ടൽ സം എടുത്താൽ മതിയാകും. അതാണ് നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? 4 ഈവൻ സംഖ്യ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 4 ഈവൻ സംഖ്യ കിട്ടാൻ അതിൽ ആദ്യത്തെ കേസ് 1, ദി നമ്പർ എൻഡ് ഇൻ 0. ദി നമ്പർ എൻഡ് ഇൻ 0 കണ്ടുപിടിക്കണം. നമ്പർ എൻഡ് ഇൻ 0 കണ്ടുപിടിക്കുക. നമ്പർ എൻഡ് ഇൻ 0 എന്ന് പറയുന്ന സമയത്ത് 4 ഈവൻ സംഖ്യയാണ്. അപ്പോൾ ഇവിടെ 0 കൊടുക്കുക എന്ന് വിചാരിക്കുക. ബാക്കി ഇനി എത്ര സംഖ്യയുണ്ട്? 1, 2, 3, 4, 5, 6 അല്ലേ? 3, 6 സംഖ്യ. 0, 1, 2, 3, 4, 5, 6 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കേണ്ട സമയത്ത്
എത്ര രീതി ഫില്ല് ചെയ്യാം? ഇവിടെ 6 രീതി ഫില്ല് ചെയ്യാം, ഇവിടെ 5 രീതി ഫില്ല് ചെയ്യാം, ഇവിടെ 4 രീതി ഫില്ല് ചെയ്യാം. ഓക്കെ, അപ്പോൾ ടോട്ടൽ വെയ്സ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? ടോട്ടൽ വെയ്സ് ഈസ് ഈക്വൽ ടു 5 × 4 20 × 6, അതായത് 120 മാറും. സീറോയിൽ അവസാനിക്കുന്ന സംഖ്യയല്ല ഈവൻ സംഖ്യ. 20, 30, 40, 10 ഇതെല്ലാം എന്താണ്? ഈവൻ സംഖ്യ. അപ്പോൾ കേസ് 1 നമ്മൾ കണ്ടുപിടിച്ചു. ഇനിയും കേസ് 2 ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചോ, കേസ് 2 എന്ന് പറയുന്നത് നമ്പർ എൻഡ് ഇൻ 2. നമ്പർ എൻഡ് ഇൻ 2. എൻഡ് ഇൻ 2-ൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. 4 അക്ക സംഖ്യയാണ് വേണ്ടത്. അപ്പോൾ സപ്പോസ് 2 ഇവിടെ കൊടുത്തു എന്ന് വിചാരിക്കുക, ബാക്കി ഒരു രീതിയിലേ ഇവിടെ ഫില്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സ്റ്റാർട്ടിങ്ങിൽ ആര് കൊടുക്കാൻ പറ്റത്തില്ല? 0 കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ 2 നിങ്ങൾ കൊടുത്തു കഴിഞ്ഞു. 0 ഇനി കൊടുക്കാനും പറ്റത്തില്ല. സ്റ്റാർട്ടിങ്ങിൽ ആരെ കൊടുക്കുക? 1, 2, 3, 4, 5. ഇവിടെ എത്ര രീതി ഫില്ല് ചെയ്യാം? 5 രീതി ഫില്ല് ചെയ്യാം. സപ്പോസ് നിങ്ങൾ കൊടുത്ത സംഖ്യ 4 ആണെന്ന് വിചാരിക്കുക. ഇനി എത്ര സംഖ്യ എൻ്റെ കയ്യിലുണ്ട്? 4. അപ്പം 4 ഇവിടെ എത്ര ആയി മാറും? 3. ടോട്ടൽ വെയ്സ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? ടോട്ടൽ വെയ്സ് ഈസ് ഈക്വൽ ടു 5 × 4 20, 20 × 3 എത്ര ആയി മാറും? 60 ആയി മാറും. അടുത്ത കേസ് 3-ലും ഇതേപോലെ തന്നെയാണ്. കേസ് 3 എന്ന് പറഞ്ഞാൽ ദി നമ്പർ എൻഡിൻ ഏത് വരും? നമ്പർ എൻഡിൻ ആരാണെന്ന് വിചാരിക്കുക? 4-ൽ അവസാനിക്കുന്നു വിചാരിക്കുക. 0 ചേർത്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ 5 രീതിയിലേ പറ്റത്തുള്ളൂ. ഇവിടെ 4, ഇവിടെ 3. അപ്പോൾ അവിടെ എത്ര രീതി കിട്ടും? 60 രീതി കിട്ടും. അതുപോലെ കേസ് 4 എന്ന് പറഞ്ഞാൽ എൻഡിൻ അതാണ് 4 വരെ ഉള്ളൂ, 6 വരെ ഉണ്ട്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? സപ്പോസ് ദി നമ്പർ എൻഡിൻ 6 എന്ന് വിചാരിക്കുക. എൻഡിൻ 6 ആകുന്ന സമയത്ത് ഇവിടെ 5, 4, 3 എന്ന് വരും. ഇവിടെ എത്ര രീതി കിട്ടും? 60. 120, 120, 120 കൂട്ടുമ്പോൾ എത്രയായി മാറി? 240. 240ഉം 60 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 300 എന്ന് വരും. അപ്പോൾ 2 0-ൽ അവസാനിച്ചു, 2-ൽ അവസാനിച്ചു, 4-ൽ അവസാനിച്ചു, 6-ൽ അവസാനിച്ചു. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് 4 ഡിജിറ്റ് ഈവൻ നമ്പേഴ്സ് എന്ന് പറയുന്ന സമയത്ത് വിത്തൗട്ട് റെപ്പറ്റീഷനാണ്. എത്ര വരും? 20, 20, 40 അല്ല 20, 120, 120ഉം 120ഉം എത്ര കിട്ടും? 240, 240ഉം 60ഉം എന്ന് പറയും. അതായത് കൃത്യമായി പറഞ്ഞാൽ എത്ര കിട്ടും? 300 എന്ന് വരും. സോ ദി ടോട്ടൽ വെയ്സ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 300 എന്ന് വരും. അതാണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള ആൻസർ. അപ്പോൾ പറഞ്ഞാൽ മനസ്സിലായ ആദ്യം നമ്പർ എൻഡ് ഇൻ 0 നോക്കുക. 0 ചേർത്ത് അവസാനിക്കുന്ന സംഖ്യ നോക്കുന്ന സമയത്ത് ഇവിടെ എത്ര രീതി ഫില്ല് ചെയ്യുക? 1, 2, 3, 4, 5, 6 6 രീതി ഫില്ല് ചെയ്യുക. അല്ലെങ്കിൽ ഇവിടെ 6 രീതി, പിന്നെ 5, പിന്നെ 4. ഇനി 2-ലാണ് അവസാനിക്കുന്നതെങ്കിൽ നോക്കേണ്ട കാര്യം അവിടെ ഒരു രീതിയിലേ ഫില്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ. 2 കൊടുക്കാം. ബാക്കി ആരൊക്കെ ഉണ്ട് അതിൻ്റെ കയ്യിൽ? 0, 1, 3, 6 സംഖ്യ ഉണ്ട്. പക്ഷേ ഇവിടെ എത്ര രീതിയിലേ ഫില്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ? 5 രീതിയിലേ ഫില്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, സപ്പോസ് ഞാൻ 2 കൊടുത്തു. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. 2 കൊടുത്തു എന്ന് വിചാരിക്കുക. 2 കൊടുക്കുന്ന സമയത്ത് ബാക്കി ഇനി നമ്മുടെ കയ്യിൽ എത്ര സംഖ്യ ഉണ്ട്? 1, 2, 3, 4, 5, 6. ഇവിടെ എത്ര രീതിയിലേ ഫില്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ? 5. 0 കൊടുക്കാൻ പറ്റത്തില്ല. 0യ്ക്ക് പറഞ്ഞ് ഞാൻ 5 കൊടുത്തു എന്ന് വിചാരിക്കുക. ഇവിടെ 5 രീതി ഫില്ല് ചെയ്യാം. പിന്നെ നമ്മുടെ കയ്യിൽ എത്ര ഉണ്ട്? 1, 2, 3, 4, 5. ഇവിടെ 5 വരും. 5 രീതി ഫില്ല് ചെയ്യാം. പിന്നെ എത്ര രീതി പറ്റും? 4. അതായത് 5 × 5 25 × 4 100. ഇവിടെ 100 എന്ന് വരും. ഇവിടെ അതുപോലെ 5 × 5 × 4 എന്ന് വരും അല്ലേ? പിന്നെ 5 സംഖ്യ ഉണ്ട്. 5 × 5 × 4 100 വരും. ഇവിടെ എത്ര വരും? 100 വരും. 5 × 5 × 4 എന്ന് വരും. അതായത് മൊത്തം എത്ര രീതി പറ്റും? 300, 300, 120, 420. ടോട്ടൽ വെയ്സ് ഈസ് ഈക്വൽ ടു എത്ര വരും? 420 എന്ന് വരും. ടോട്ടൽ വെയ്സ് ഈസ് ഈക്വൽ ടു 420. 420 ആണ് നമ്മുടെ ഓപ്ഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ കേസ് ചെയ്ത ഓർമ്മയിരിക്കുക. ടോട്ടൽ വെയ്സ് ഈസ് ഈക്വൽ 420 ആണ്. ബസ് 5 നമ്മൾ ഇതാണ് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. എൻഡിൻ 2 ആകുന്ന സമയത്ത് 2 കൊടുത്തു എന്ന് വിചാരിക്കുക. പിന്നെ ബാക്കി നമ്മുടെ 6 സംഖ്യ ഉണ്ട്. അപ്പോൾ ഇവിടെ രീതി 0 വഴിയെ ബാക്കി 5 രീതിയിൽ, പിന്നെ 0 കൊടുക്കുക. അപ്പോൾ പിന്നെ 5 രീതിയിൽ പറ്റും, 4 രീതിയിൽ. 5 × 5 × 4 അങ്ങനെ മൊത്തം 300 + 120, അതായത് 420 രീതിയിൽ പറ്റും എന്നർത്ഥം. അടുത്ത നമ്മുടെ 4ാമത്തെ ക്വസ്റ്റ്യൻ, ദി നമ്പർ ഓഫ് സർക്കുലർ പെർമ്യൂട്ടേഷൻ ഓഫ് n ഡിഫറൻറ്റ് ഒബ്ജക്ട്സ് എന്നാണ്. n നമ്മുടെ ഒബ്ജക്ട്സ് ഉണ്ട്. അതിൽ ഒരു സർക്കിളിൽ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യപ്പെടാൻ പറ്റും എന്നാണ് ചോദ്യം. ദി നമ്പർ ഓഫ് സർക്കുലർ പെർമ്യൂട്ടേഷൻ ഓഫ് n ഡിഫറൻറ്റ് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എത്ര ആയിരിക്കും? n-1 ഫാക്ടർ ആയിരിക്കും. n ഒബ്ജക്ട്സ് നമ്മുടെ കയ്യിലുണ്ട്. അതിന് ഒരു സർക്കിളിന് ചുറ്റും എത്ര രീതിയിൽ എഴുതാൻ പറ്റും എന്ന് ചോദിച്ചാൽ, സോ ദി ഓപ്ഷൻ ഈസ് ചെയ്ത് കിട്ടും n-1 ഫാക്ടോറിയൽ എന്നായി മാറും. സോ ദി ടോട്ടൽ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ആര് വരും? n-1 ഫാക്ടോറിയൽ. നമ്മുടെ ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ ഞാനതൊന്ന് വേണമെങ്കിൽ ഒന്ന് എഴുതി കാണിക്കാം. ദി നമ്പർ ഓഫ് സർക്കുലർ പെർമ്യൂട്ടേഷൻ, the circular permutation of n objects is equal, ഇതൊക്കെ ഞാൻ റിസൾട്ടായിട്ട് പറഞ്ഞു തന്നെ. ഒബ്ജക്ട്സ് ഇസ് ഈക്വൽ ടു n-1 ഫാക്ടോറിയൽ. ഒരു സർക്കിളിന് ചുറ്റുമാണ് അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ n-1 ഫാക്ടോറിയൽ ആയിരിക്കും. അതേ സമയത്ത് ഒരു റോയിലാണ് അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഫോർമുല എന്ന് പറയുമ്പോൾ എപ്പോഴും എന്തായിരിക്കും? n ഫാക്ടോറിയൽ ആയിരിക്കും. അപ്പോൾ ഒരു സർക്കുലർ പെർമ്യൂട്ടേഷൻ എന്ന് വെച്ചാൽ n-1 ഫാക്ടോറിയൽ. ഒരു റോയിലാണ് അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ എപ്പോഴും എന്തായി മാറി? n ഫാക്ടോറിയൽ ആയി മാറി. അപ്പോൾ അത്
ചെയ്യുന്ന രീതി ഓർമ്മയിരിക്കുക. ഓക്കെ, അടുത്തത് the coefficient of x raised to minus 9, the coefficient of x raised to minus 9 in the expansion of x square by 2 minus 2 by x the whole raised to 9 is എത്രയാണ് എന്നാണ് ചോദ്യം. x square by 2 minus 2 by x the whole raised to 9 എന്ന് പറയുന്ന എക്സ്പാൻഷൻ അതിൽ എക്സ് റൈസ് ടു മൈനസ് 9ൻ്റെ കോയിഫിഷ്യൻ്റ് എത്രയായി മാറും എന്നാണ് ചോദ്യം. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ആ എക്സ്പാൻഷൻ അങ്ങ് എഴുതുക. എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് 2 ബൈ എക്സ് ദി ഹോൾ റൈസ് ടു 9. അതിൽ ജനറൽ ടൈം കണ്ടുപിടിക്കുക. അപ്പോൾ ചെയ്യുന്ന രീതി നോക്കിയോ, എക്സ് ബൈ 2 മൈനസ് 2 ബൈ എക്സ് ദി ഹോൾ റൈസ് ടു 9 ആണ്. എക്സ് ബൈ 2 മൈനസ് 2 ബൈ എക്സ് ദി ഹോൾ എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് 2 ബൈ എക്സ് ദി ഹോൾ റൈസ് ടു 9. ജനറൽ ടൈം ആര് വരും? ടി ആർ പ്ലസ് 1 ഈസ് ഈക്വൽ ടു എന്ത് വിളിക്കാം, ടി ആർ പ്ലസ് 1 ഈസ് ഈക്വൽ ടു എൻ സി ആർ എ റൈസ് ടു എൻ മൈനസ് ആർ ബി റൈസ് ടു ആർ എന്ന് പറയുമ്പോൾ 2 ബൈ എക്സ് ദി ഹോൾ റൈസ് ടു ആർ. ഇവിടെ ഒരു ചെറിയ പ്രശ്നം, എ മൈനസ് ബി എന്ന് പറയുന്ന ഫോമുലാണ്. അപ്പോൾ ടി ആർ പ്ലസ് 1 ഈസ് ഈക്വൽ ടു മൈനസ് 1 റൈസ് ടു ആർ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് 1 റൈസ് ടു ആർ 9 സി ആർ. ഇതെന്ത് വരും, എക്സ് സ്ക്വയർ റൈസ് ടു 9, ഇതെന്ത് വരും 18 മൈനസ് 2 ആർ ഡിവൈഡഡ് ബൈ 2 റൈസ് ടു 9 മൈനസ് ആർ ഇൻറ്റു 2 റൈസ് ടു ആർ ഡിവൈഡഡ് ബൈ എക്സ് റൈസ് ടു ആർ എന്നായി മാറും, which is equal to minus 1 raised to r into 9 cr into x raised to r വരും 18 minus 3r into 2 raised to r minus 9 plus r എന്നായി മാറും, which is equal to minus 1 raised to r 9 cr into x raised to 18 minus 3r into 2 raised to r വരും 2r minus 9 എന്നായി മാറും. നമുക്ക് ആരുടെ കോയിഫിഷ്യൻ്റാണ് വേണ്ടിയത്, എക്സ് റൈസ് ടു ക്വസ്റ്റൻ അത് പറഞ്ഞ് എക്സ് റൈസ് ടു മൈനസ് 9ൻ്റെ കോയിഫിഷ്യൻ്റാണ്. അപ്പോൾ എക്സ് റൈസ് ടു മൈനസ് 9ൻ്റെ കോയിഫിഷ്യൻ്റ് കിട്ടാൻ എന്ത് ചെയ്യണം, ടു ഗെറ്റ് നോക്കിക്കോണം ചെയ്യുന്ന രീതി, ടു ഗെറ്റ് കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് റൈസ് ടു മൈനസ് 9 എന്ത് ചെയ്താൽ മതി, പുട്ട് മൈനസ് 9 ഈസ് ഈക്വൽ ടു 18 മൈനസ് 3r എന്നായി മാറും, അല്ലെങ്കിൽ 3r ഈസ് ഈക്വൽ ടു 27 ആയി മാറും, r ഈസ് ഈക്വൽ ടു 9 എന്നായി മാറും. ആറിൻ്റെ വില എന്ത് കൊടുത്താൽ മതിയാകും, 9 കൊടുത്താൽ മതിയാകും. ഓക്കെ, സോ എന്ത് വിളിക്കാം, ടി 9 പ്ലസ് 1 ടി 10 ഈസ് ഈക്വൽ ടു മൈനസ് 1 റൈസ് ടു 9 9c9 ഇൻറ്റു എക്സ് റൈസ് ടു 18 മൈനസ് 3 ഇൻറ്റു 9 ഇൻറ്റു 2 റൈസ് ടു 2 ഇൻറ്റു 9 മൈനസ് 9 ആയി മാറും, വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ആയി മാറും. 9c9 എന്ന് വെച്ചാൽ 1 ആയി മാറി, എക്സ് റൈസ് ടു മൈനസ് 9 ഇൻറ്റു 2 റൈസ് ടു ആര് വരും 9 എന്നായി മാറും, ദാറ്റ് ഈസ് മൈനസ് 2 റൈസ് ടു 9 മൈനസ് 2 റൈസ് ടു 9 ഇൻറ്റു എക്സ് റൈസ് ടു മൈനസ് 9 എന്നായി മാറും. കൃത്യമായി പറഞ്ഞാൽ മൈനസ് 2 റൈസ് ടു 9 ആണ് നമ്മുടെ കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. അതായത് മൈനസ് 2 റൈസ് ടു 9 എന്ന് പറയുന്ന സമയത്ത് ആര് വരും, മൈനസ് 512, 2 ഇൻറ്റു 2 4 8 16 32 64 128 256, അതായത് മൈനസ് ഇതെങ്ങനെ എഴുതാം, മൈനസ് 512 ഇൻറ്റു എക്സ് റൈസ് ടു മൈനസ് 9 ആയി മാറും. അപ്പോൾ എക്സ് റൈസ് ടു മൈനസ് 9ൻ്റെ കോയിഫിഷ്യൻ്റ് ആരാണ് എന്ന് ചോദിച്ചാൽ ആര് വരും, മൈനസ് 512 എന്ന് പറയുന്നതാണ് നമ്മുടെ എക്സ് റൈസ് ടു മൈനസ് 9ൻ്റെ കോയിഫിഷ്യൻ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ കിട്ടുന്ന ആൻസർ എക്സ് റൈസ് ടു മൈനസ് 9ൻ്റെ കോയിഫിഷ്യൻ്റ് എത്രയായി മാറി, മൈനസ് 512 എന്ന് വരും. അപ്പോൾ ഇതൊരു ബൈനോമിയൽ എക്സ്പാൻഷനാണ്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ബൈനോമിയൽ എക്സ്പാൻഷനകത്തിലെ ഒരു ടേമിൻ്റെ കോയിഫിഷ്യൻ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്ത രീതി ഇത്രയേ ഉള്ളൂ. ആദ്യം എ പ്ലസ് ബി ദി ഹോൾ റൈസ് അല്ലെ എ മൈനസ് ബി ദി ഹോൾ റൈസ് ആണ്. നമ്മൾ ജനറൽ ടൈം എഴുതി ടി ആർ പ്ലസ് 1 ഈസ് ഈക്വൽ എത്ര എഴുതി, മൈനസ് 1 റൈസ് ടു ആർ എൻ സി ആർ എ റൈസ് ടു എൻ മൈനസ് ആർ ബി റൈസ് ടു ആർ, ദാറ്റ് ഈസ് മൈനസ് 1 റൈസ് ടു ആർ എൻ സി ആർ. ഇത് എക്സ് റൈസ് ടു 18 മൈനസ് 2 ആർ ഡിവൈഡ് ബൈ 2 റൈസ് ടു 9 മൈനസ് ആർ. ഇത് 2 റൈസ് ടു ആർ, ഇവിടെ എക്സ് റൈസ് ടു ആർ. ഇതെന്ത് വരും, എക്സ് റൈസ് ടു 18 മൈനസ് ഈ എക്സ് റൈസ് ടു ആറിൻ്റെ മുകളിൽ വരുമ്പോൾ എക്സ് റൈസ് ടു 18 മൈനസ് 3r ആയി മാറും. ഇത് 2 റൈസ് ടു എന്ത് വിളിക്കാം, 2 റൈസ് ടു ആർ മൈനസ് 9 2 റൈസ് ടു ആർ മൈനസ് 9 പ്ലസ് ആർ എന്നായി മാറും. ഓക്കെ, അതാണ് 2 റൈസ് ടു 2r മൈനസ് 9 എന്നായി മാറും. ഇത് എക്സ് റൈസ് ടു 18 മൈനസ് 3r ആണ്. ഓക്കെ, നമുക്ക് എന്ത് വേണം, എക്സ് റൈസ് ടു മൈനസ് 9ൻ്റെ കോയിഫിഷ്യൻ്റ് കിട്ടണം, എക്സ് റൈസ് ടു മൈനസ് 9 ആയി മാറണം. അപ്പോൾ 18 മൈനസ് 3r ഈസിക്കൽ എത്ര കിട്ടും, മൈനസ് 9. അവിടുന്ന് ആറിൻ്റെ വില കിട്ടി 9 എന്ന് കിട്ടി. ആ ആറിൻ്റെ വില ഇതിനകത്തിൽ കൊടുത്താൽ മതിയാകും. ആറിൻ്റെ വില കൊടുക്കുന്നു. അപ്പോൾ എക്സ് റൈസ് ടു മൈനസ് 9 മൈനസ് എക്സ് റൈസ് ടു മൈനസ് 9 ഇൻറ്റു 2 റൈസ് ടു 9, അതായത് മൈനസ് 2 റൈസ് ടു 9 ഇൻറ്റു എക്സ് റൈസ് ടു മൈനസ് 9, അതായത് മൈനസ് 512 ഇൻറ്റു എക്സ് റൈസ് ടു മൈനസ് 9 ആയി മാറും. അതായത് എക്സ് റൈസ് ടു മൈനസ് 9ൻ്റെ കോയിഫിഷ്യൻ എന്ന് പറഞ്ഞാൽ മൈനസ് 512 എന്നായി മാറും. അപ്പം നമ്മുടെ ആൻസർ മൈനസ് 512. അപ്പം ഇത് ചെയ്താൽ മനസ്സിലായല്ലോ. അടുത്തത്
അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ഇഫ് ദി കോയിഫിഷ്യൻ്റ് ഓഫ്, ഇതേപോലെ തന്നെ ചെയ്യണം. ഇഫ് ദി കോയിഫിഷ്യൻ്റ് ഓഫ് rth term and r+1 term in the expansion of 1 plus x whole raised to 20 are in the ratio of 1:2, are in the ratio of 1:2, then r is equal to എത്ര വരും എന്നാണ് ചോദ്യം. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. If the coefficient of rth term and r+1 term in the expansion of 1 plus x whole raised to 20 are in the ratio of 1:2 ആണ്, then r is equal to എത്ര വരും എന്നാണ് ചോദ്യം. അപ്പോൾ എങ്ങനെ ചെയ്യാൻ പറ്റും? rth and r+1 term in the expansion of 1 plus x whole raised to 20 are in the ratio of 1:2. അപ്പോൾ ആ ചെയ്യുന്ന രീതി ഒന്ന് നോക്കിയോ. നമുക്ക് എന്ത് വേണം? rth ടേമും r+1 ടേം വേണം. അവ തമ്മിലുള്ള കോയിഫിഷ്യൻറ്റുകളുടെ റേഷ്യോ ആണ് 1:2. ഇപ്പോൾ ചെയ്ത പോലെ തന്നെ ചെയ്യാൻ പറ്റും. നോക്കിയോണേ, ശ്രദ്ധിച്ചോ, ചെയ്യുന്ന രീതി മനസ്സിലായിക്കോ. അപ്പോൾ 1 plus x whole raised to 20 ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. 1 plus x whole raised to 20 rth ടേം കണ്ടുപിടിക്കാൻ എന്ത് വരും? tr+1 ഈസ് ഈക്വൽ എന്ത് വിളിക്കാം? NCr, a raised to എന്ത് വിളിക്കാം? n minus r, b raised to r. അതായത് 20cr 1 raised to ആകുമ്പോൾ അത് എന്തായി മാറി? അത് അതുപോലെ ആയി മാറി, x raised to r ആയി മാറും. NCr, a raised to n minus r, b raised to r. ഓക്കെ, എഴുതി. അടുത്ത ഏതാണ്? rth ടൈം. ഇത് r+1 ടൈമാണ്. സോ rth ടൈം, r+1 ടൈം tr+1 ഈസ് ഈക്വൽ ടു എഴുതാം. അപ്പോൾ പിന്നെ തെറ്റത്തില്ല. r+1 ടൈം tr+1. സോ rth ടൈം എത്ര ആയി മാറി? rth ടൈം tr ഈസ് ഈക്വൽ ടു എന്ത് വിളിക്കാൻ? 20cr-1 x raised to r-1. ഓക്കെ, എഴുതിയാൽ മനസ്സിലായല്ലോ. അപ്പോൾ 1 plus x whole raised to 20 ആണ്. അതെ, ജനറൽ ടൈം കണ്ടുപിടിക്കുക. ജനറൽ ടൈം കണ്ടുപിടിക്കുന്ന സമയത്ത് NCr, a raised to n minus r, b raised to r. അതായത് 20cr x raised to r ആയി മാറി. അത് r+1 ടൈമാണ്. rth ടൈം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? rth ടൈം കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ tr ആണ്. കണ്ടുപിടിക്കേണ്ട ഫോർമുല NC, ഈ r ന് പകരം എന്ത് കൊടുത്താൽ മതി? r-1 കൊടുക്കുക. tr ഈസ് ഈക്വൽ 20cr-1 x raised to r-1. ബൈ ക്വസ്റ്റ്യൻ അത് പറയുന്ന കാര്യം, ബൈ ക്വസ്റ്റ്യൻ ഇവ തമ്മിലുള്ള റേഷ്യോ എത്രയാണ്? 20cr ഡിവൈഡഡ് ബൈ 20cr-1 ഈസ് ഈക്വൽ ടു 1/2 അല്ലേ നമ്മളോട് പറഞ്ഞേക്കുന്നത്. ദി കോയിഫിഷ്യൻറ്റ് അല്ലേ, ദി കോയിഫിഷ്യൻ്റ് ഓഫ് rth ടൈം ആൻഡ് r+1 ടൈം ആർ ഇൻ ദ റേഷ്യോ 1:2, ദെൻ r ഈസ് ഈക്വൽ ടു എന്നാണ്. അപ്പോൾ ഇപ്പം നമ്മൾ കിട്ടിയേക്കുന്നത് 20cr ഡിവൈഡഡ് ബൈ 20cr-1 ഈസ് ഈക്വൽ 1/2 എന്നായി മാറും. നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആര് വരും? ഫോർമുല അപ്ലൈ ചെയ്യുന്ന സമയത്ത് 20 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 20 മൈനസ് r ഫാക്ടോറിയൽ ഇൻറ്റു r ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ, ഇവിടെ എന്ത് വരും? 20 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 20 മൈനസ് r+1. അതായത് അതല്ലെങ്കിൽ എഴുതി കാണിക്കാം. 20 മൈനസ് r+1 ഫാക്ടോറിയൽ ഇൻറ്റു r-1 ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു 1/2 എന്നായി മാറും. രണ്ട് സൈഡിൽ നിന്ന് ഈ പറയുന്ന 20 ഫാക്ടോറിയൽ തമ്മിൽ വെട്ടിക്കളയാം. rth ടേമിൻ്റെയും നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ദ റേഷ്യോ ഓഫ് rth ടേം ആൻഡ് r+1 ടേം ആർ ഇൻ ദ റേഷ്യോ ഓഫ് 1:2 എന്നാണ്. അപ്പോൾ rth ടൈം എഴുതി, അതുപോലെ r+1 ടൈമാണ്. അപ്പോൾ എഴുതിയതിനകത്ത് ചെറിയൊരു കറക്ഷൻ ഉണ്ട്. നോക്കി, നമ്മൾ എഴുതുന്നത് rth ടൈമിൻ്റെയും r+1 ടൈമുകൾ തമ്മിലുള്ള rth ടൈമിൻ്റെ കോഫിഷ്യൻ്റ് എന്ന് വെച്ചാൽ 20cr-1 ഡിവൈഡ് ബൈ r+1 ടൈം എന്ന് വെച്ചാൽ 20cr. അവ തമ്മിലുള്ള റേഷ്യോ 1/2 എന്നാണ്. ഓക്കെ, കുഴപ്പമില്ലല്ലോ. റേഷ്യോ ഓഫ് rth ടൈം, അത് തെറ്റിപ്പോകില്ല. rth ടൈം എന്ന് പറയുമ്പോൾ 20cr-1, r+1 ടൈം എന്ന് വെച്ചാൽ 20cr ഈസ് ഈക്വൽ ടു 1/2. കോയിഫിഷ്യൻറ്റുകൾ തമ്മിലുള്ള റേഷ്യോ. ഫോർമുല അപ്ലൈ ചെയ്യുന്ന സമയത്ത് 20 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 20 മൈനസ് r+1 ഫാക്ടോറിയൽ ഇൻറ്റു r-1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 20 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 20 മൈനസ് r ഫാക്ടോറിയൽ ഇൻറ്റു r ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു 1/2. ഈ രണ്ട് ടേമുകൾ ക്യാൻസലായി മാറി. ഇതങ്ങ് മോളിൽ പോകും. ബാക്കി ആര് വരും? 20 മൈനസ് r ഫാക്ടോറിയൽ ഇൻറ്റു r ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 20 മൈനസ് r+1 ഫാക്ടോറിയൽ ഇൻറ്റു r-1 ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു 1/2. ഇവ തമ്മിൽ വെട്ടുമ്പോൾ ആരെവിടെ വരും? മുകളിൽ ഒരു r വരും, താഴെ ആര് വരും? 20 മൈനസ് r+1 ഈസ് ഈക്വൽ ടു 1/2 എന്നായി മാറും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന 2r ഈസ് ഈക്വൽ ടു 20 മൈനസ് r+1 എന്നായി മാറും. അല്ലെങ്കിൽ 3r ഈസ് ഈക്വൽ ടു 21 എന്നായി മാറും. r ഈസ് ഈക്വൽ ടു 21/3, അതായത് 7 എന്നായി മാറും. നമ്മളോട് ചോദിച്ചിരിക്കുന്ന r ഈസ് ഈക്വൽ ടു എത്ര വരും എന്നാണ് ചോദ്യം. അപ്പോൾ r-ൻ്റെ വില എത്ര കിട്ടി? r ഈസ് ഈക്വൽ ടു 7 എന്ന് കിട്ടും. അപ്പോൾ ചെയ്ത രീതി മനസ്സിലാക്കപ്പെടുക. നമ്മളോട് പറഞ്ഞിരിക്കുന്ന +1 + x ഹോൾ റൈസ് 20 എന്ന് പറയുന്ന എക്സ്പാൻഷനകത്തിലെ 1 + x ഹോൾ റൈസ് 20 എന്ന് പറയുന്ന എക്സ്പാൻഷനകത്തിലെ rth ടേമിൻ്റെയും r+1 ടേമുകളുടെയും
കോയിഫിഷ്യൻറ്റുകൾ തമ്മിലുള്ള റേഷ്യോ അപ്പം ജനറൽ ടൈം എഴുതി അതിനകത്ത് നിന്ന് അല്ലേ ജനറൽ ടൈം എന്ന് വെച്ചാൽ TR+1 ഈസിക്കൽ NCR എ മീൻസ് 1 ആണ് a⁻n−r b⁻r. അതുപോലെ ആർത്ത് ടൈം കണ്ടുപിടിക്കാൻ TR ഈസിക്കൽ എന്ത് വിളിക്കാം NC നമ്മൾ R+1 ടൈം എഴുതി അതിനകത്തിൽ എന്ത് ചെയ്യുന്ന മതി R+1 ടൈമിനകത്ത് ആറിന് പകരം r−1 കൊടുത്തു കഴിഞ്ഞാൽ എന്തായി മാറി 20cr−1 x⁻r−1 ബൈ ക്വസ്റ്റ്യൻ ഇവ തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞാൽ 20cr−1 ഡിവൈഡ് ബൈ 20cr ഈസിക്കൽ ടു 1/2. നമ്മൾ വെട്ടിക്കളയുക അവിടുന്ന് ആറിൻ്റെ വില കിട്ടും r ഈസിക്കൽ എത്ര കിട്ടും 7 എന്ന് കിട്ടും. 7 എന്ന് പറയുന്നതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അപ്പോൾ r ഈസിക്കൽ ടു 7 ദാറ്റ് ഈസ് എ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ 6 ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ 7ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്ന ഇതാണ്. ദി നമ്പർ ഓഫ് വേസ് ഇൻ വിച്ച് 5 ബോയ്സ് ആൻഡ് 3 ഗേൾസ് ക്യാൻ ബി സീറ്റഡ് ഇൻ എ റോ സോ ദാറ്റ് ഈച്ച് ഗേൾ ഈസ് ഇൻ ബിറ്റ്വീൻ 2 ബോയ്സ് എന്നാണ്. ഒരു റോയിൽ എന്താണ് 3 ഗേൾസുമുണ്ട് 5 the number of ways in which 5 boys and 3 girls can be seated in a row so that each girl is between 2 boys. അപ്പോൾ എങ്ങനെ ചെയ്യാം? 5 ബോയ്സുമുണ്ട് 3 ഗേൾസുമുണ്ട്. പക്ഷേ ചോദ്യം ഇതാണ്, ഈ പറയുന്ന ഗേൾസിനെ ബോയ്സിനിടയിലാക്കി അറേഞ്ച് ചെയ്യപ്പെടണം. അപ്പോൾ അത് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യപ്പെടാൻ പറ്റും എന്നാണ് ചോദ്യം. അപ്പോൾ ചോദ്യം ഇതാണ്, 3 ബോയ്സും അതുപോലെ 5 ബോയ്സും 3 ഗേൾസുമുണ്ട്. 5 ബോയ്സുമുണ്ട് 3 ഗേൾസുമുണ്ട്. 5 ബോയ്സുമുണ്ട് 3 ഗേൾസുമുണ്ട്. ഈ പറയുന്ന 5 ബോയ്സിനിടയിൽ 3 ഗേൾസിനെ അറേഞ്ച് ചെയ്യണം. അപ്പോൾ 5 ബോയ്സ് എന്ന് പറയുന്ന സമയത്ത് ആദ്യം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ആദ്യം ഏറ്റവും കൂടുതലുള്ള ആളുകളെ അങ്ങ് അറേഞ്ച് ചെയ്യണം. B1, B2, B3, B4, B5. 3 ഗേൾസ് ഉണ്ട്. 3 ഗേൾസിനെ എവിടെയൊക്കെ പ്ലേസ് ചെയ്യുക, അവരെ പ്ലേസ് ചെയ്യാൻ വേണ്ടി എത്ര പ്ലേസ് ഉണ്ട് എന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ 5 ബോയ്സ് ഉണ്ട്. ഈച്ച് ഗേൾ ഈസ് ബിറ്റ്വീൻ 2 ബോയ്സ് എന്നാണ്. അതുകൊണ്ട് ഇവിടെ വരത്തില്ല, ഇവിടെയും വരത്തില്ല. ചെയ്യാന്നല്ലോ. അപ്പോൾ എത്ര രീതിയിൽ പറ്റും? ഇവിടെ 4 പ്ലേസ് ഉണ്ട്. 4 പ്ലേസിൽ 3 ഗേൾസിനെ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യപ്പെടാൻ പറ്റും? 4 പ്ലേസസ് ആർ അവൈലബിൾ ഫോർ 3 ഗേൾസ് എന്നാണ്. അതാണ് 4P3 എന്ന് പറയുമ്പോൾ യു ആർ ഗിവൺ 4 പ്ലേസസ് ഫോർ ദി അറേഞ്ചിങ് 3 ഗേൾസ്. അപ്പോൾ ഇറ്റ് ഈസ് 4P3. പിന്നെ ഈ പറഞ്ഞ പോലെ B1, B2, B3, B4, B5 എന്ന് പറയുന്ന ബോയ്സിനെ കൂടെ എന്ത് ചെയ്യാം? ഷഫിൾ ചെയ്യപ്പെടാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളെ വേണമെങ്കിൽ അവിടെ കൊണ്ട്, അവിടെ ഇരിക്കുന്ന ആളെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ ഈ ബോയ്സ് 5 ബോയ്സിന് എത്ര രീതിയിൽ ഷഫിൾ ചെയ്യാൻ പറ്റും? 5 ഫാക്ടോറിയൽ ഇതിൽ അറേഞ്ച് ചെയ്യപ്പെടാൻ പറ്റും. സോ ടോട്ടൽ അറേഞ്ച്മെൻറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? ടോട്ടൽ അറേഞ്ച്മെൻറ്റ് ഈസ് ഈക്വൽ ടു 5 ഫാക്ടോറിയൽ ഇൻറ്റു 4P3 എന്നായി മാറും. 5 ഫാക്ടോറിയൽ ഇൻറ്റു 4P3. അപ്പോൾ ചെയ്യുന്ന രീതി ഞാൻ ഒന്നുകൂടെ പറയാം. ക്വസ്റ്റ്യൻ പറയുന്നതാണ്, the number of ways in which 5 boys and 3 girls can be arranged in a row so that each girl is between 2 boys. ഒരു റോയിലാണ് അറേഞ്ച് ചെയ്യുക. അതും പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഒരു റോയിലാണ്. പിന്നെ സർക്കുലർ പെർമ്യൂട്ടേഷൻ സർക്കിളിന് ചുറ്റുമാണെങ്കിൽ വ്യത്യാസം വന്നതിന് ഒരു റോയിൽ അറേഞ്ച് ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. 5 ബോയ്സുമുണ്ട് 3 ഗേൾസുമുണ്ട്. അവരെ ഒരു റോയിൽ അറേഞ്ച് ചെയ്യപ്പെടണം. എത്ര രീതിയിൽ പറ്റും എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ബോയ്സ് ഏറ്റവും കൂടുതൽ ആളുകളെ അങ്ങ് അറേഞ്ച് ചെയ്യണം. ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ആരാണോ അവരെ അങ്ങ് അറേഞ്ച് ചെയ്യും. അപ്പോൾ ഇവിടെ പറയുമ്പോൾ 5 ബോയ്സ് ഉണ്ട്. അപ്പോൾ കൂടുതലായിട്ട് വരുന്ന 5 ബോയ്സിനെ അങ്ങ് അറേഞ്ച് ചെയ്തു. പിന്നെ നമ്മൾ നോക്കണം നമുക്ക് എത്ര പ്ലേസ് വേക്കൻ്റ് ആണ് ബിറ്റ്വീൻ 2 ബോയ്സ്. അപ്പോൾ ഇവിടെ ഇപ്പുറത്ത് എഴുതാൻ പറ്റത്തില്ല, ഇപ്പുറത്തും വരത്തില്ല. B1 മുമ്പും B5 ശേഷവും വരത്തില്ല. B1-നും B2-നും B2-നും B3-ക്കും B3-ക്കും B4-നും B4-നും B5-നും ഇടയിലാണ് 4 പ്ലേസസ് വരുന്നത്. എത്ര ഗേൾസേ നമ്മുടെ കയ്യിലുള്ളൂ? 3 ഗേൾസേ ഉള്ളൂ. 4 പ്ലേസസ് ആർ അവൈലബിൾ ഫോർ 3 ഗേൾസ്. അതാണ് 4P3. മുകളിൽ എപ്പോഴും വരുന്ന 4P3 പ്ലേസസ് ആണ്. 4 പ്ലേസസ് ആർ അവൈലബിൾ ഫോർ 3 ഗേൾസ്. ഇറ്റ് ഈസ് 4P3. ഇനി ബോയ്സിന് എത്ര രീതിയിൽ ഷഫിൾ ചെയ്യപ്പെടാൻ പറ്റും? B1, B2, B3, B4, B5 എന്ന് പറയുന്ന ബോയ്സിന് എത്ര രീതിയിൽ ഷഫിൾ ചെയ്യാൻ പറ്റും? 5 ഫാക്ടോറിയൽ. സോ ഇറ്റ് ഈസ് 5 ഫാക്ടോറിയൽ ഇൻറ്റു 4P3 എന്ന് വരും. 5 ഫാക്ടോറിയൽ ഇൻറ്റു 4P3 എന്ന് പറയുന്നതാണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള ആൻസർ. ദാറ്റ് ഈസ് 5 ഫാക്ടോറിയൽ ഇൻറ്റു 4P3 എന്ന് പറയുമ്പോൾ ചെയ്തു വരുന്ന സമയത്ത് 4P3 എന്ന് പറയുമ്പോൾ എത്ര വരും? 5 ഫാക്ടോറിയൽ മീൻസ് 120 ആണ്. 4P എന്ന് വെച്ചാൽ 4 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 4 - 3 ഫാക്ടോറിയൽ എന്ന് വരും. അതായത് 1 ഫാക്ടോറിയൽ which is equal to 120 into എത്ര കിട്ടും? 4 ഫാക്ടോറിയൽ മീൻസ് 1 into 2 6, 6 into 4 24 വരും അല്ലേ? 24 into 12 എന്ന് വരും. 24 into 12 എന്ന് പറയുന്ന സമയത്ത് എത്രയായി മാറും? 48 into 6 എന്ന് വരും അല്ലേ? 48 into 6 എന്ന് പറഞ്ഞാൽ 2880. 2880. അപ്പോൾ ഇതാണ് നമ്പർ ഓഫ് വേസ് ഓഫ് അറേഞ്ചിങ്. ചെയ്ത മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്ത രീതി. അപ്പോൾ ഇതും ഓർമ്മയിരിക്കുക ചെയ്യുന്ന രീതി. ഓക്കെ,
അടുത്തത് നമ്മൾ 8 ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് 2880 ആൻസർ. അറേഞ്ച് ചെയ്യുന്ന രീതി ഓർമ്മയിരിക്കുക. എപ്പോഴും അതിലെ ഷോർട്ട് കട്ട് ഇതാണ്. ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ആളുകളെ ആണ് ആദ്യം അറേഞ്ച് ചെയ്യുന്നത്, ഏറ്റവും കുറച്ചുള്ള ആളുകളെ അല്ല. എപ്പോഴും ഇങ്ങനത്തെ ഒരു അറേഞ്ച്മെൻറ്റ് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതലുള്ള ആളുകളെ അങ്ങ് അറേഞ്ച് ചെയ്തോണം, എന്നിട്ട് ഏറ്റവും കുറവുള്ള ആളുകളെ അറേഞ്ച് ചെയ്യുക. അതാണ് ഏറ്റവും എളുപ്പം. ഓക്കെ, അടുത്തത് ഇഫ് n and c are percentages such that n greater than or equal to r, then ncr minus 1 plus ncr is equal to എത്ര വരും എന്നാണ് ചോദ്യം. ncr minus 1 plus ncr is equal to എത്ര വരും എന്നാണ് ചോദ്യം. അപ്പോൾ എങ്ങനെ ചെയ്യാം? ncr minus 1 plus ncr ഇത് ഏത് ഫോമില? ഞാൻ നേരത്തെ ഇതിൻ്റെ റിസൾട്ട് പറഞ്ഞതാണ്. റിസൾട്ടായിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്. എന്താണ് റിസൾട്ട്? റിസൾട്ട് ഇതാണ്, NCR പ്ലസ് NCR മൈനസ് 1 ഈസ് ഈക്വൽ ടു n പ്ലസ് 1 CR. ഇതാണ് ഫോർമുല. ഈ ഫോർമുല തന്നെയാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. NCR മൈനസ് ആദ്യം പറഞ്ഞതേ ഉള്ളൂ. NCR മൈനസ് 1 പ്ലസ് NCR ഈക്വൽ ടു ഫോർമുല എന്ത് വരും? n പ്ലസ് 1 CR. സ്ട്രൈറ്റ് ആയിട്ട് ഫോർമുല ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. n ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ r. ശരിയാണ്. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു r ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. അപ്പോൾ ചോദ്യം ഇതാണ്, n and r are two percentages such that n greater than or equal to r. Then NCR പ്ലസ് NCR മൈനസ് 1 ഈസ് ഈക്വൽ ടു ഫോർമുല എങ്ങനെയാണ്? n പ്ലസ് 1 CR. അതാണ് എഴുതിയേക്കുന്നത്. ഓക്കെ, അടുത്ത 43C r മൈനസ് 6 ഈസ് ഈക്വൽ ടു 43C r പ്ലസ് 1. ദെൻ ദി വാല്യൂ ഓഫ് r ഈസ് ഈക്വൽ ടു എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഇതും മുമ്പേ പറഞ്ഞ മറ്റൊരു റിസൾട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ റിസൾട്ടുകളൊക്കെ ആദ്യമേ പറഞ്ഞു തരുന്നത്. റിസൾട്ട് ഇതാണ്, 43C r മൈനസ് 6 ഈസ് ഈക്വൽ ടു 43C 3r പ്ലസ് 1. ഇത് ഏത് ഫോമിലാണ്? NCX ഈസ് ഈക്വൽ ടു NCY എന്ന് പറയുന്ന ഫോമിലാണ്. NCX ഈസ് ഈക്വൽ ടു NCY ആണെങ്കിൽ ഫോർമുല x പ്ലസ് y ഈസ് ഈക്വൽ ടു n എന്ന് പറയുന്ന ഫോമുലായി മാറും. NCX ഈസ് ഈക്വൽ ടു NCY ആണെങ്കിൽ ഫോർമുല x പ്ലസ് y ഈസ് ഈക്വൽ ടു n. അപ്പോൾ ഇവിടെ പറയുമ്പോൾ ആറ് വരും, r മൈനസ് 6 പ്ലസ് 3r പ്ലസ് 1 ഈസ് ഈക്വൽ എത്ര കിട്ടും? 43 എന്നായി മാറും. ഇതെന്ത് വരും? 3r പ്ലസ് r എന്ന് വെച്ചാൽ 4r മൈനസ് 5 ഈസ് ഈക്വൽ 43, അല്ലെങ്കിൽ 4r ഈസ് ഈക്വൽ എന്താ കിട്ടും? 48 എന്നായി മാറും. അല്ലെങ്കിൽ r ഈസ് ഈക്വൽ 48/4 എന്നായി മാറും. 2 വെച്ച് കട്ട് ചെയ്യാം, എത്ര കിട്ടും? 24/2 എന്നായി മാറും. വിച്ച് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 12 എന്നായി മാറും. സോ r ഈസ് ഈക്വൽ 12 എന്ന് പറയുന്നതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ r മൈനസ് 6 പ്ലസ് 3r പ്ലസ് 1 ഈസ് ഈക്വൽ 43 ആണ്. അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? r പ്ലസ് 3r മാരുടെ കൂട്ടുമ്പോൾ 4r മൈനസ് 5, 4r മൈനസ് 5 ഈസ് ഈക്വൽ 43, അല്ലെങ്കിൽ 4r ഈസ് ഈക്വൽ എത്ര കിട്ടും? 48 എന്നായി മാറും. അല്ലെങ്കിൽ r ഈസ് ഈക്വൽ 48/4, 48/4 എന്ന് വെച്ചാൽ എത്ര വരും? 24/2 എന്നായി മാറും. 24/2 ഈസ് ഈക്വൽ ടു 12. സോ ദി ആൻസർ ഈസ് എത്ര വരും? 12 എന്ന് വരും. 12 എന്ന് പറയുന്നതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്തത് അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ദി നമ്പർ ഓഫ് സ്ട്രെയിറ്റ് ലൈൻസ് ദാറ്റ് ക്യാൻ ബി ഫോംഡ് ബൈ ജോയിനിങ് 20 പോയിന്റ്സ് ഓഫ് വിച്ച് 4 പോയിന്റ്സ് ആർ കൊളീനിയർ. ദി നമ്പർ ഓഫ് സ്ട്രെയിറ്റ് ലൈൻസ് ദാറ്റ് ക്യാൻ ബി ഫോംഡ് ബൈ ജോയിനിങ് 20 പോയിന്റ്സ് ഓഫ് വിച്ച് 4 പോയിന്റ്സ് ആർ കൊളീനിയർ ഈസ് എത്രയാണ് എന്നാണ് ചോദ്യം. അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് 2017, ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന 2015 ശേഷമുള്ള കീമിൻ്റെയും ജെയുടെയും ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. അതിലെ ബൈനോമിയലും പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞ സെക്ഷനാണ് നമ്മൾ ചെയ്തുകൊണ്ട് 2015 തൊട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ചെയ്യുന്നതല്ല. ഓക്കെ, ഇത് 2016 ക്വസ്റ്റ്യൻ ആണ്. ദി നമ്പർ ഓഫ് സ്ട്രെയിറ്റ് ലൈൻസ് ദാറ്റ് ക്യാൻ ബി ഫോംഡ് ബൈ ജോയിനിങ് 20 പോയിന്റ്സ് ഓഫ് വിച്ച് 4 പോയിന്റ്സ് ആർ കൊളീനിയർ. 20 പോയിന്റ്സ് ഉണ്ട്. 20 പോയിന്റ്സിൽ 4 പോയിന്റ്സ് കൊളീനിയർ ആണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെയെങ്കിൽ എത്ര സ്ട്രെയിറ്റ് ലൈനുകൾ അവ തമ്മിൽ യോജിപ്പിക്കാൻ, പിന്നെ എത്ര സ്ട്രെയിറ്റ് ലൈൻസുകൾ ഫോം ചെയ്യപ്പെടാൻ പറ്റും എന്നാണ് ചോദ്യം. അപ്പോൾ ക്വസ്റ്റ്യൻ വളരെ ആലോചിച്ച് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ശ്രദ്ധിച്ചു. ഇപ്പോൾ 20 പോയിന്റ്സ് ഉണ്ട്. അതിൽ 4 പോയിന്റ്സ് കൊളീനിയർ. കൊളീനിയർ മീൻസ് എന്താണ്? ഒരേ ലൈനിൽ കിടക്കുന്ന പോയിന്റ്സ് ആണ്. നമ്പർ ഓഫ് സ്ട്രെയിറ്റ് ലൈൻസ് ദാറ്റ് ക്യാൻ ബി ഫോംഡ് ബൈ ജോയിനിങ് 20 പോയിന്റ്സ് ഓഫ് വിച്ച് 4 പോയിന്റ്സ് ആർ കൊളീനിയർ. 4 പോയിന്റ്സ് കൊളീനിയർ ആണ്. അപ്പോൾ 20 പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു സ്ട്രെയിറ്റ് ലൈൻ ഫോം ചെയ്യപ്പെടണമെങ്കിൽ മിനിമം 2 പോയിന്റ്സ് എങ്കിലും പോകണം. 2 പോയിന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഒരു ലൈൻ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ടോട്ടൽ വെയ്സ് ഈസ് ഈക്വൽ ടു, ഒറ്റ സ്റ്റെപ്പിൽ ഞാൻ എഴുതും, ടോട്ടൽ വെയ്സ് ഈസ് ഈക്വൽ ടു എന്ത് വിളിക്കാം? 20C2. പക്ഷേ അതിൽ തന്നെ 4 പോയിന്റ്സ് കൊളീനിയർ ആയതുകൊണ്ട് നമ്മൾ എഴുതും -4C2. ശരിയല്ല? 20 പോയിന്റ് ചെയ്യുന്ന P2 അല്ല, C2 ആണ്.
കളക്ഷനാണ്. കുറേ പോയിൻറ്റ്സ് ഇങ്ങനെ കിടക്കുകയാണ്. ABCDEF എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. അതിൽ തന്നെ 4 പോയിൻറ്റ്സ് മാറി ഇങ്ങനെ ഒരു ലൈനിൽ കിടക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ 4 പോയിൻറ്റ്സ് ഒരു ലൈനിൽ കിടക്കുന്നു എന്ന് പറയുമ്പോൾ അപ്പോൾ ഒറ്റ പോയിൻ്റായിട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. 4 പോയിൻറ്റ്സ് ഒരു ലൈനിൽ കിടക്കുമ്പോൾ അതിനെ ഒറ്റ പോയിൻ്റായിട്ട് കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 20C2 മൈനസ് എത്രയായി മാറി? 4C2 ആയി മാറി. ഇതിനെ ഒറ്റ പോയിൻ്റായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ പിന്നെ അതും വെച്ച് ഇതുമായിട്ടെല്ലാം യോജിപ്പിക്കാൻ പറ്റും. സോ ഇറ്റ് ഈസ് ആഡഡ് ബൈ 1. സോ ഇറ്റ് ഈസ് 20C2 മൈനസ് 4C2 പ്ലസ് 1 എന്നായി മാറും. കാരണം എന്താ? ഇപ്പോൾ 20 16 എണ്ണം ശ്രദ്ധിച്ചു. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 ഇവിടെ കിടക്കുന്നു എന്ന് വിചാരിക്കുക. ഇനി ഇതിനെല്ലാം കൂടെ സാക്ഷിയാക്കി ഒരു സിംഗിൾ പോയിന്റ്, ഈ 4 പോയിൻറ്റ്സ് കൊളിനിയർ ആകുമ്പോൾ അതിനെ ഒറ്റ പോയിൻ്റായിട്ട് കൺസിഡർ ചെയ്താൽ മതി. അതാണ് ഈ ലാസ്റ്റ് ആഡ് ചെയ്ത 1 എന്ന് പറയുന്നത്. അപ്പോൾ 20 പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ 20C2 മൈനസ് 4 പോയിൻറ്റ്സ് കൊളിനിയർ ആയതുകൊണ്ട് മൈനസ് 4C2 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ഈ സിംഗിൾ പോയിൻറ്റിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോയിൻ്റ് കൂടെ ചേർക്കാം. അപ്പോൾ ഇതുമായിട്ടെല്ലാം യോജിപ്പിക്കാൻ സാധിക്കും. ഒരു ലൈനൂടെ വരും എന്നർത്ഥം. മനസ്സിലായി? ഇതിലെ ഏതൊരു പോയിൻറ്റുമായിട്ട് നമുക്ക് യോജിപ്പിക്കാൻ സാധിക്കും. സോ യു ആർ ഗെറ്റിംഗ് ആൻ അഡീഷണൽ 1 ലൈൻ. സോ ഇറ്റ് ഈസ് 20C2 മൈനസ് 4C2 ആണ്. സെലക്ഷനാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലേ 16 പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ ഇതും എടുക്കാം, അല്ലെങ്കിൽ ഇതും എടുക്കാം, ഇതും എടുക്കാം, ഇതും എടുക്കാം, അങ്ങനെ പല രീതിയിൽ എടുക്കാൻ പറ്റും. അപ്പോൾ 20 പോയിൻറ്റ്സ് ഉണ്ട്. 20 പോയിൻറ്റ്സിൽ നിന്ന് ഒരു ലൈൻ ഫോം ചെയ്യണമെങ്കിൽ 2 പോയിൻറ്റ്സ് വേണം. സോ 20 പോയിൻറ്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ദി ടോട്ടൽ നമ്പർ ഓഫ് ലൈൻസ് ഫോംഡ് ഈസ് formed in 20C2 base, out of which 4 points are collinear. So you have to subtract 4C2 from 20C2. Then you consider the whole 4 points as a single point. So it becomes additional 1 line. So it is 20C2 minus 4C2. Formula apply ചെയ്യുന്ന സമയത്ത് 20 into 19 divided by 1 into 2 minus 4C2 4 into 3 divided by 1 into 2 plus 1. 20C2 എന്ന് പറഞ്ഞാൽ 20 ഉൾപ്പെടെ 2 സ്ഥാനം ബാക്കിലോട്ടാണ്. അങ്ങനെ ഫോർമുല എഴുതാം. 20 ഉൾപ്പെടെ 2 സ്ഥാനം ബാക്കിലോട്ട് ഡിവൈഡഡ് ബൈ 1 into. ഇപ്പോൾ 20C3 എന്നായി കഴിഞ്ഞാൽ 20 ഉൾപ്പെടെ 3 സ്ഥാനം ബാക്കിലോട്ട് 20 into 19 into 18 എന്ന് എഴുതാം. ഇൻറ്റു ഡിവൈഡഡ് ബൈ 1 into 2 into 3 എന്ന് എഴുതാം. 20C4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ഉൾപ്പെടെ 4 സ്ഥാനം ബാക്കിലോട്ട് ഡിവൈഡ് ബൈ 1 into 2 into 3 into 4 എന്ന് എഴുതാം. ഇവിടെ 20C2 ആണ്. 20 into 19 ഡിവൈഡ് ബൈ 1 into, അതായത് കൃത്യമായി പറഞ്ഞാൽ 190 മൈനസ് എന്ത് വരും? 6 പ്ലസ് 1, അതായത് 184 പ്ലസ് 1, അതായത് 185 എന്ന് വരും. ദി ആൻസർ ഈസ് 185 എന്ന് വരും. 185 എന്ന് പറയുന്നതാണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പോൾ അത് ചെയ്ത രീതി മനസ്സിലായല്ലോ. കൊളീനിയർ പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ അതിനെ ഒറ്റ പോയിൻ്റായിട്ട് കൺസിഡർ ചെയ്യണം. അതുകൊണ്ട് ലാസ്റ്റിൽ 1 കൂട്ടാൻ വിട്ടുപോകരുത്. പല ആളുകളും ഈ 1 കൂട്ടാൻ വിട്ടുപോകും. 20 പോയിൻറ്റ്സ് ഉണ്ട്, അതിൽ നിന്ന് 2 പോയിൻറ്റ്സ് എടുക്കുമ്പോഴാണ് ലൈൻ കിട്ടുന്നത്. ഓക്കെ, സമ്മതിച്ചു. പിന്നെ അതിന് ശേഷം എന്ത് ചെയ്തു? മൈനസ് 4C2 പ്ലസ് 1 എന്നായി മാറും. 190 മൈനസ് 6 പ്ലസ് 1, അതായത് 185 എന്നായി മാറും. ഓക്കെ, അടുത്തത് പറയുന്നതാണ് ദി നമ്പർ ഓഫ് വേസ് ഇൻ വിച്ച് എ കമ്മിറ്റി ഓഫ് 6 മെമ്പേഴ്സ് ക്യാൻ ബി ഫോംഡ് ഫ്രം 8 ജെന്റിൽമാൻ ആൻഡ് 4 ലേഡീസ് സോ ദാറ്റ് ദി കമ്മിറ്റി കണ്ടെയ്ൻഡ് അറ്റ്ലീസ്റ്റ് 3 ലേഡീസ് ഈസ് എത്രയാണ് എന്നാണ് ചോദ്യം. ദി കമ്മിറ്റി കണ്ടെയ്ൻ അറ്റ്ലീസ്റ്റ് 3 ലേഡീസ് ഈസ് ദി നമ്പർ ഓഫ് വേസ് ഇൻ വിച്ച് എ കമ്മിറ്റി ഓഫ് 6 മെമ്പേഴ്സ് ക്യാൻ ബി ഫോംഡ് ഫ്രം 8 ജെന്റിൽമാൻ ആൻഡ് 4 ലേഡീസ്. അപ്പോൾ ശ്രദ്ധിച്ചു, ഒരു കമ്മിറ്റി ഫോം ചെയ്യണം. നമ്മുടെ കയ്യിൽ 8 ജെന്റിൽമാനും 4 ലേഡീസുമുണ്ട്. ഓക്കെ, 8 ജെന്റിൽമാൻ, അതുപോലെ 4 ലേഡീസുമുണ്ട്. 6 മെമ്പറാണ് ഫോം ചെയ്യപ്പെടേണ്ടത്. 6 മെമ്പർ മിനിമം എന്താണ്? കണ്ടെയ്ൻ അറ്റ്ലീസ്റ്റ് 3 ലേഡീസ്. മിനിമം 3 ലേഡീസ് എങ്കിലും ഉണ്ടായിരിക്കണമെന്നാണ്. മൊത്തം എത്ര പേരെ നമുക്ക് വേണം? 6 പേരെ മതി. 6 പേരെ വേണം. മിനിമം എത്ര വേണം? 3 ലേഡീസ്. അറ്റ്ലീസ്റ്റ് 3 ലേഡീസ് വെച്ചാൽ മിനിമം 3 ലേഡീസാണ്. 4 ലേഡീസ് ആയാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ 6 പേരാണ് ഫോം ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്ത് ചെയ്യും? ഇന്ന് 4 ലേഡീസിനും 3 ലേഡീസിനും ഞങ്ങൾ എടുക്കാം. ബാക്കി എനിക്ക് എത്ര പേര് വേണം? 8 ജെന്റിൽമാനിൽ നിന്ന് 3 പേര് എടുക്കാം. ഇങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ 4 ലേഡീസിൽ നിന്ന് 4 പേരെ എടുക്കുക. ബാക്കി എത്ര പേര് മതി? 2 പേര് മതി. അപ്പോൾ ടോട്ടൽ വെയ്സ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? ടോട്ടൽ വെയ്സ് ഈസ് ഈക്വൽ ടു 8C3 into 4C3. ഞാൻ എഴുതിയാൽ മനസ്സിലായോ? ഞാൻ എഴുതിയത് ഒന്നുകൂടെ ഒന്ന് എഴുതി കാണിക്കാൻ നോക്കിയോ. പെട്ടെന്ന് ചിലപ്പോൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അറ്റ്ലീസ്റ്റ് 3 ലേഡീസ് എന്നല്ല, അറ്റ്ലീസ്റ്റ് 3 ലേഡീസ്. അപ്പം 3 ലേഡീസ് എങ്കിലും. അപ്പം 4ൽ നിന്ന് 3 പേര് എടുക്കുക. ബാക്കി 3 പേരെ എടുത്തു കഴിഞ്ഞു. ബാക്കി ഇനി 3 പേരെ എവിടെ നിന്ന് എടുക്കാം? ഈ ജെൻസിൽ നിന്ന് എടുക്കാം. 8C3. അല്ലെങ്കിൽ ഈ 4 ലേഡീസ് 4 പേര് എടുക്കുക. ബാക്കി ഇനി എത്ര പേര് വേണം? 2 പേര്. ആ 2 പേരെ 8ൽ നിന്ന് എടുക്കാം. അപ്പോൾ 8C2 ഇൻറ്റു എന്ത് വരും? 4C4. 8C2 ഇൻറ്റു 4C4 അല്ലെങ്കിൽ 8C3 ഇൻറ്റു 4C3 മൾട്ടിപ്ലൈ ചെയ്ത് 8 ഇൻറ്റു 7 ഇൻറ്റു 6. മുമ്പ് ഇപ്പോൾ പറഞ്ഞ പോലെ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4C3 മീൻസ് 4 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 4 മൈനസ് 3 ഫാക്ടോറിയൽ, അതായത് 1 ഫാക്ടോറിയൽ എന്നായി മാറും. 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 മൈനസ് 3 1 ഫാക്ടോറിയൽ എന്നായി മാറും.
അടുത്ത 8C2 എന്ന് പറയുമ്പോൾ 8 ഉൾപ്പെടെ 2 സ്ഥാനം ബാക്കിലോട്ട് 8 × 7 ഡിവൈഡഡ് ബൈ 1 × 2 × 4C4 എന്ന് പറഞ്ഞാൽ എത്രയായി മാറി? 1 ആയി മാറി. അപ്പോൾ ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ 6 6 കൂടെ ക്യാൻസലായി മാറും. 8 × 7 56, 56 × 24 പ്ലസ് 8 ഇത് തമ്മിൽ വെട്ടാം. വെട്ടുമ്പോൾ എത്ര വരും? ദാറ്റ് ഈസ് 2 വെച്ച് വെട്ടുമ്പോൾ 4, 8 × 7 28 എന്നായി മാറും. 56 × 24 പ്ലസ് 28 എന്ന് വരും. അതായത് 4C3 മീൻസ് 4 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 4 - 3 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ. അത് വിട്ടുപോയി. അപ്പോൾ സോ ഇറ്റ് ഈസ് എത്രയാണ്? 4. 56 × 4 6 4 24 ശിഷ്ടം 2 അല്ലേ, 224 പ്ലസ് എത്ര കിട്ടും? 28. അതായത് കൃത്യമായി പറഞ്ഞാൽ 252 എന്ന് വരും. സോ ദി ആൻസർ ഈസ് 252 എന്ന് വരും. നമ്മുടെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ പറയുന്ന സമയത്ത് ഓപ്ഷൻ ആദ്യ ഓപ്ഷനാണ്. അപ്പോൾ ചെയ്ത രീതി മനസ്സിലാക്കപ്പെടുക. മൊത്തം 8 പേര് ജെൻറ്റിൽമാനുമുണ്ട്, 4 ലേഡീസും ഉണ്ട്. അപ്പോൾ ഈ 8 ജെൻറ്റിൽമാനിൽ നിന്ന് 3 ലേഡീസിന് 8C3യും അതുപോലെ 4 ലേഡീസിൽ നിന്ന് 3 പേരെ 4C3 രീതിയിൽ എടുക്കാം. അറ്റ്ലീസ്റ്റ് 3 ലേഡീസാണ്, അല്ലെങ്കിൽ 4 പേരെ ആകാം. കാരണം മാക്സിമം നമ്പർ ഓഫ് ലേഡീസ് എത്രയാണ്? 4 ആണ്. അറ്റ്ലീസ്റ്റ് 3 ലേഡീസ് എന്ന് പറഞ്ഞാൽ മാക്സിമം 3 തൊട്ട് മുകളിലോട്ട്. ആ ഒരു വാക്ക് ശ്രദ്ധിച്ചോണം. അറ്റ്ലീസ്റ്റ് 3 ലേഡീസ് എന്ന് വെച്ചാൽ 3 ആകാം, 4 ആകാം. അറ്റ്മോസ്റ്റ് 3 എന്നായിരുന്നെങ്കിലോ 0 ആകാം, 1 ആകാം, 2 ആകാം, 3 മാക്സിമം ആണ് ഈ പറയുന്ന 3. അറ്റ്മോസ്റ്റ് എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് 3 എന്ന് വെച്ചാൽ 3 തൊട്ട് മുകളിലോട്ട്. 2 വാക്കുകൾ തമ്മിൽ ശ്രദ്ധിച്ചോണം. ഓക്കെ, അങ്ങനെയും ക്വസ്റ്റ്യൻ വരാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ദി വാല്യൂ ഓഫ് 20C4 പ്ലസ് 2 × 20C3 പ്ലസ് 20C2 മൈനസ് 22C18 ഈസ് ഈക്വൽ ടു എത്ര വരും എന്നാണ് ചോദ്യം. അപ്പം അതും 2018 ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒന്ന് ശ്രദ്ധിച്ചു. ആ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. 20C4 പ്ലസ് 2 × 20C3 പ്ലസ് 20C2 മൈനസ് 22C18 എന്നാണ്. 20C4 പ്ലസ് 2 × 20C3 പ്ലസ് 20C2 മൈനസ് 22C18 എന്നാണ്. അപ്പോൾ എങ്ങനെ ചെയ്യാം അതിനെ? ഇപ്പോൾ 20C4ന് വ്യത്യാസമൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ അതിനെ ഇങ്ങനെ എഴുതാം. 20C4 പ്ലസ് ഒരു 20C3 ഇവിടെ എഴുതാം. 20C3 പ്ലസ് പിന്നെ ഒരു 20C3 ഇവിടെ എഴുതാം. 20C3 പ്ലസ് 20C2 മൈനസ് 22C18 എഴുതിയാൽ മനസ്സിലായല്ലോ. ഇവിടെ 2 20C3 ഉണ്ടായിരുന്നു. 2 20C3യെ ഇപ്പോൾ നമ്മൾ 20C4 പ്ലസ് 2 × 20C3 പ്ലസ് 20C2 മൈനസ് 22C18 ആയി മാറി. അപ്പോൾ 20C4 20C3 അതുപോലെ എഴുതി, വീണ്ടും 20C3 അതുപോലെ എഴുതി, ഇത് 20C2 അതുപോലെ എഴുതി, മൈനസ് 22C18. നമ്മൾ പറഞ്ഞ ഫോർമുല ഏതാണ്? NCR പ്ലസ് NCR മൈനസ് 1 ഈസ് ഈക്വൽ ടു N പ്ലസ് 1 CR. ഇതാണ് ഫോർമുല. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയേ NCR മൈനസ് 1 പ്ലസ് NCR എന്ന്. അപ്പോൾ എന്ത് വിളിക്കാം? N പ്ലസ് 1 CR. N പ്ലസ് 1 CR എന്ന് പറയുമ്പോൾ എത്ര വരും? 21CR എന്ന് പറഞ്ഞാൽ 4. ഇത് R മൈനസ് 1ഉം ഇത് 6ഉമാണ്. അപ്പോൾ N പ്ലസ് 1 CR എന്ന് പറഞ്ഞാൽ 21C4 പ്ലസ് ഇവിടെ അതുപോലെ ഇവ തമ്മിൽ കമ്പൈൻ ചെയ്യാം. എന്ത് വരും? NCR മൈനസ് 1 പ്ലസ് NCR എത്ര കിട്ടും? N പ്ലസ് 1 CR മൈനസ് എന്ത് വിളിക്കാം? 22C18. വീണ്ടും ഇവ തമ്മിൽ കമ്പൈൻ ചെയ്യാം. ഇതേത് ഫോർമുല? NCR മൈനസ് 1 പ്ലസ് നോക്കിക്കോണം. NCR മൈനസ് 1 പ്ലസ് NCR ദാറ്റ് ഈസ് എന്ത് വിളിക്കാം? N പ്ലസ് 1 CR 22C4 മൈനസ് 22C18 എന്നായി മാറും. വിച്ച് ഈസ് ഈക്വൽ ടു നോക്കിയോ 22C4നെ എന്ത് വിളിക്കാം? NCR ഈസ് ഈക്വൽ. നമുക്ക് അറിയാവുന്ന റിസൾട്ട് ഏതാണ്? NCR ഈസ് ഈക്വൽ NC N മൈനസ് R എന്നെടുക്കാം. അപ്പോൾ 22 മൈനസ് 14 എന്ന് പറയുമ്പോൾ 18. 22C18 മൈനസ് 22C18 എന്ന് വരും. സോ ദി ആൻസർ ഈസ് എത്ര വരും? 0 എന്നായി മാറും. സോ ദി ആൻസർ ഈസ് 0. അപ്പോൾ ചെയ്ത കാര്യം ഞാനൊന്ന് പറയാം. 2 ഫോർമുലാസ് അല്ലെങ്കിൽ ഈ റിസൾട്ടുകളാണ്. അതിനാണ് ഈ ആദ്യമേ റിസൾട്ടുകളെല്ലാം പറഞ്ഞു തന്നെ. NCR പ്ലസ് NCR മൈനസ് 1 ഈക്വൽ ടു N പ്ലസ് 1 CR. അതുപോലെ NCR ഈസുകൾ NC N മൈനസ് R. ഈ റിസൾട്ട് ആദ്യമേ പറഞ്ഞു തന്നെ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ 20C4 നമ്മൾ അതുപോലെ തന്നെ എഴുതി. 2 × 20C3 എന്ന് പറയുമ്പോൾ ഒരു 20C3 പിന്നെ ഒരു 20C3 പിന്നെ ഒരു 20C2 മൈനസ് 22C18 ആയി മാറും. 20C4 പ്ലസ് 20C3 എന്ന് പറയുമ്പോൾ NCR മൈനസ് 1 പ്ലസ് NCR എന്ന് വെച്ചാൽ N പ്ലസ് 1 CR എന്നായി മാറും. 21C4 ഇവിടെ NCR മൈനസ് 1 N പ്ലസ് NCR എന്ന് പറയുന്ന ഫോമുലാണ്. അപ്പോൾ N പ്ലസ് 1 CR 21C3 മൈനസ് 22C18 ആയി മാറും. വീണ്ടും ഇവ തമ്മിൽ കമ്പൈൻ ചെയ്യാം. 21 കമ്പൈൻ ചെയ്യുമ്പോൾ 22 ആയി മാറി.
22C4 മൈനസ് 22C18. 22C4 എന്ത് വിളിക്കാം? 22C18 എന്ന് വിളിക്കാം. 22C18 മൈനസ് 22C18 എന്നായി മാറും. അവ തമ്മിൽ കുറയ്ക്കുമ്പോൾ എത്രയായി മാറും? 0. സോ ദി ആൻസർ ഈസ് എത്ര കിട്ടും? 0 എന്ന് വരും. നമ്മുടെ ഏത് ഓപ്ഷനാണ്? 0 ഫസ്റ്റ് ഓപ്ഷനാണ്. 0 എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ. അപ്പം 12 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഈ ചെയ്ത കാര്യങ്ങളൊക്കെ വ്യക്തമായി അറിഞ്ഞിരിക്കണം. ഓക്കെ, ഫോർമുല അപ്ലൈ ചെയ്തു എന്ന് മാത്രം. ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് 20C4ഉം 20C3, പിന്നെ ഒരു 20C3 ഒരു 20C2 മൈനസ് 22C18. ഇത് NCR-1 പ്ലസ് NCR, ദാറ്റ് ഈസ് n+1CR, n+1CR. ഇവിടെയും NCR-1 പ്ലസ് NCR, ദാറ്റ് ഈസ് n+1CR, 20C2 പ്ലസ് 20C3, ദാറ്റ് ഈസ് 21C3 മൈനസ് 22C18 ആയി മാറും. വീണ്ടും NCR പ്ലസ് NCR-1 എന്ന് പറയുന്ന ഫോർമുല, ദാറ്റ് ഈസ് n+1CR, 22C4 C4 ആണ്. NCR പ്ലസ് NCR-1 n+1CR ആണ്. അതുകൊണ്ട് 22C4 മൈനസ് 22C18. ഈ 22C4നെയാണ് നമ്മൾ പിന്നെ അറേഞ്ച് ചെയ്തത്. ഏത് ഫോർമുല? ലാസ്റ്റ് ഞാൻ എഴുതി കാണിച്ച ഫോർമുല. NCR NC(n-R), 22C18. അപ്പോൾ 22C18 മൈനസ് 22C18 എന്ന് വരും. ദി ആൻസർ ഈസ് എത്ര കിട്ടും? 0. സോ അതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് NC3 ഈസ് ഈക്വൽ ടു 220, ദെൻ N ഈസ് ഈക്വൽ ടു എത്ര? എന്നിൻ്റെ വാല്യൂ എത്രയാണ് എന്നാണ് ചോദ്യം. ദെൻ N ഈസ് ഈക്വൽ ടു ഏത് വരും എന്നാണ് ചോദ്യം. അപ്പോൾ ചെയ്യുന്ന രീതി നോക്കിക്കോ. തന്നിരിക്കുന്ന കാര്യം NC3 ഈസ് ഈക്വൽ ടു 220 ആണ്. നമുക്ക് എന്ത് ചെയ്യണം? എന്നിൻ്റെ വില കണ്ടുപിടിക്കണം. NC3 ഈസ് ഈക്വൽ ടു 220. എന്നിൻ്റെ വാല്യൂ അങ്ങനെ കണ്ടുപിടിക്കാം. ഇഫ് NC3 ഈസ് ഈക്വൽ ടു 220, NC3 ഈസ് ഈക്വൽ 220 ആകുമ്പോൾ ഫോർമുല എങ്ങനെയാണ്? n ഇൻറ്റു n-1 ഇൻറ്റു n-2 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഈസ് ഈക്വൽ എത്ര കിട്ടും? 220. അല്ലെങ്കിൽ ഫോർമുല അപ്ലൈ ചെയ്യാം. അതിനെക്കാട്ടി എളുപ്പം ഫോർമുല അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. NC3യുടെ ഫോർമുല എഴുതുന്ന സമയത്ത് n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n-r ഫാക്ടോറിയൽ ഇൻറ്റു r ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു 220. ഞാൻ നേരത്തെ ചെയ്ത പോലെ n ഫാക്ടോറിയലിനെ എങ്ങനെ എഴുതാം? n-3 ഫാക്ടോറിയൽ ഇൻറ്റു n-2 ഇൻറ്റു n-1 ഇൻറ്റു n എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ n-3 ഫാക്ടോറിയൽ 3 ഫാക്ടോറിയൽ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഈസ് ഈക്വൽ ടു 220. ഇത് ആണ് നമ്മൾ നേരത്തെ എപ്പോഴും എഴുതുന്നത്. അപ്പോൾ എഴുതി കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ എഴുതി കാണിച്ചത്. അപ്പോൾ n ഇൻറ്റു n-1 ഇൻറ്റു n-2 ഈസ് ഈക്വൽ എത്ര കിട്ടും? 6 ഇൻറ്റു 220 എന്നായി മാറും. ഇനി നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, തന്നിരിക്കുന്ന ഓപ്ഷനകത്തിൽ ഏത് വില കൊടുക്കുന്ന സമയത്താണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 220 കിട്ടുന്നത് എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. n ഇൻറ്റു n-1 ഇൻറ്റു n-2 ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു 220 എന്ന് കിട്ടി. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, എന്നിന് ഏത് വില കൊടുക്കുന്ന സമയത്ത് എന്ത് കിട്ടും? ഈ പറയുന്ന വില കിട്ടും എന്ന് ചിന്തിക്കണം. പറഞ്ഞാൽ മനസ്സിലായോ? n ഇൻറ്റു n-1 ഇൻറ്റു n-2 ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു 220 എന്നാണ് നമ്മൾ തന്നിരിക്കുന്ന ഓപ്ഷനകത്തിൽ ഏത് വില എന്നിന് കൊടുക്കുമ്പോൾ അത് ശരിയാകുന്നു എന്ന് ചിന്തിക്കുക. സോ n ഈസ് ഈക്വൽ എത്ര ചെയ്താൽ മതി? സോ n ഈസ് ഈക്വൽ ടു, ഇതിപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 ഇൻറ്റു 12 സിസ്റ്റം 1 1320 ആണ്. അപ്പോൾ ബൈ ചെക്കിംഗ് ദി ഓപ്ഷൻസ് n ഇൻറ്റു n-1 ഇൻറ്റു n-2 ഈസ് ഈക്വൽ 1320 കിട്ടത്തക്ക രീതിയിൽ എന്നിന് ഏത് വില കൊടുക്കുന്ന സമയത്താണ് അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1320 കിട്ടുന്നതെന്ന് ചിന്തിക്കുക. അങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്നിൻ്റെ വില കിട്ടുന്നത് 12 ആണ്. 12 ഇൻറ്റു 12 മൈനസ് 1 ഇൻറ്റു 12 മൈനസ് 2, അപ്പോഴാണ് 1320. കാരണം 12 കൊടുക്കുമ്പോൾ 12 ഇൻറ്റു 11 ഇൻറ്റു 10 എന്ന് വരും. 12 ഇൻറ്റു 11 ഇൻറ്റു 10 എന്ന് വെച്ചാൽ 1320 ആണ്. ഓക്കെ, അപ്പോൾ ചെയ്യുന്ന രീതി വ്യക്തമായി ഓർമ്മയിരിക്കുക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. n ഈസ് ഈക്വൽ ടു 11 ഇൻറ്റു 12 ഇൻറ്റു 10 എടുക്കുന്ന സമയത്ത് 1320 കിട്ടും. n ഈസ് ഈക്വൽ ടു 12 എന്ന് പറയുന്നതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദി നമ്പർ ഓഫ് ടേംസ് ഇൻ ദി എക്സ്പാൻഷൻ ഓഫ് a പ്ലസ് ബി പ്ലസ് സി ദി ഹോൾ റൈസ് ടു 12 ഈസ് എത്രയാണ് എന്നാണ് ചോദ്യം. a പ്ലസ് ബി പ്ലസ് സി ദി ഹോൾ റൈസ് ടു 12. അപ്പോൾ എങ്ങനെ വരാം? ദി നമ്പർ ഓഫ് ടേംസ് ഇൻ ദി എക്സ്പാൻഷൻ ഓഫ് a പ്ലസ് ബി പ്ലസ് സി ദി ഹോൾ റൈസ് ടു 10 എങ്ങനെ കിട്ടും? ദി നമ്പർ ഓഫ് ടേംസ് നോക്കിയോ, ക്വസ്റ്റ്യൻ നോക്കിയോ. ദി നമ്പർ ഓഫ് ടേംസ് ഇൻ ദി എക്സ്പാൻഷൻ ഓഫ് ഇപ്പോൾ ഇവിടെ 3 ടേം ഉണ്ട്. a പ്ലസ് ബി പ്ലസ് സി ദി ഹോൾ റൈസ് ടു
10 എന്നാണ്. എ പ്ലസ് ബി പ്ലസ് സി ദി ഹോൾ റൈസ് ടു 10 എന്നാണ്. ഓക്കെ, എത്ര വരും എന്നാണ് ചോദ്യം. അപ്പോൾ എങ്ങനെ ചെയ്യാം? ഇവിടെ ചെയ്യാൻ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. അതായത് ഇപ്പം 3 ടൈം അല്ലേ, 3 ടൈം ആകുമ്പോൾ 3 ഇവിടെ ബൈനോമിയൽ ആകുമ്പോൾ 2, അപ്പോൾ 2 ഇൻറ്റു 3 6, 60 ഇൻറ്റു 6 ഇൻറ്റു 10 പ്ലസ് 6 എന്ന് എഴുതിയാൽ മതി. അതായത് 60 പ്ലസ് 6 66 എന്ന് വരും. അപ്പോൾ നോക്കിയാൽ 3 ടൈം എന്ന് പറയുന്ന സമയത്ത് നമ്പർ ഓഫ് ടൈംസ് ഇൻ ദി എക്സ്പാൻഷൻ ഓഫ് എ പ്ലസ് ബി പ്ലസ് സി ദി ഹോൾ റൈസ് ടു 10. നമ്മൾ സാധാരണഗതിയിൽ എ പ്ലസ് ബി ദി ഹോൾ റൈസ് ടു n ആകുന്ന സമയത്ത് അതിന് എത്ര ടൈംസ് കാണും? n+1 ടൈംസ് കാണും എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇവിടെ എ പ്ലസ് ബി പ്ലസ് സി ദി ഹോൾ റൈസ് ടു 10 എടുക്കുന്ന സമയത്ത് അതിൻ്റെ നമ്പർ ഓഫ് ടൈംസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇവിടെ 3 ടൈംസ് ഉണ്ടെന്ന് പറയാം. അപ്പോൾ 2 ഇൻറ്റു 3 ഇൻറ്റു അതിൻ്റെ പവർ എത്രയാണ്? 10 പ്ലസ് എന്താണ്? 3 ഇൻറ്റു 6. അപ്പോൾ ഇങ്ങനെയാണ് അത് ചെയ്യുന്ന രീതി. അപ്പം എ പ്ലസ് ബി പ്ലസ് സി ദി ഹോൾ റൈസ് ടു 10 ആണ്. ബൈനോമിയൽ എന്ന് പറയുന്ന സമയത്ത് 2 ടൈമാണ്. അതുകൊണ്ട് 2 ഇൻറ്റു മൊത്തം എത്ര ടൈംസ് ഉണ്ടെന്ന് നോക്കണം? 3 ഇൻറ്റു പവർ, അതായത് 10 പ്ലസ് ഇത് എത്ര? 2 ഇൻറ്റു 3. അതാണ് ബൈനോമിയൽ ആയതുകൊണ്ട് 2 ഇൻറ്റു മൊത്തം ടൈം എത്രയാണ്? 3. ഇതാണ് അതിൻ്റെ ഷോർട്ട് കട്ട്. ഒന്നുകൂടെ ഞാൻ പറയാം. എ പ്ലസ് ബി പ്ലസ് സി ദി ഹോൾ റൈസ് ടു 10 ആണ്. സാധാരണഗതിയിൽ എ പ്ലസ് ബി ദി ഹോൾ റൈസ് ടു n ആകുമ്പോൾ അതിന് എത്ര ടൈംസ് കാണും? n+1 ടൈംസ് കാണും. ഇവിടെ എ പ്ലസ് ബി പ്ലസ് സി ദി ഹോൾ റൈസ് ടു 10 ആണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ബൈനോമിയലാണ് 2 ടൈം, മൊത്തം ഇവിടെ 3 ടൈം ഉണ്ട്. ഇൻറ്റു 3 ഇൻറ്റു 6 വരും 10 പ്ലസ് എന്ത് വരും? ബൈനോമിയൽ ആയതുകൊണ്ട് 2 ഇൻറ്റു 3 എത്ര വരും? 6. അതായത് 60 പ്ലസ് 6 എന്ന് വരും. 66 ആണ് നമ്പർ ഓഫ് ടൈംസ് ഇതിനകത്തിൽ വരുന്നത്. അപ്പോൾ അത് ഓർമ്മയിരിക്കുക ചെയ്ത രീതി. അപ്പോൾ ഇതൊരു ഷോർട്ട് കട്ടാണ്. 3 ടൈം ആയതുകൊണ്ട് ബൈനോമിയൽ ആയതുകൊണ്ട് 2, 3 ടൈം എ പ്ലസ് ബി പ്ലസ് സി ഉള്ളതുകൊണ്ട് 3 ഇൻറ്റു പവർ പ്ലസ് എന്താണ്? ബൈനോമിയലിൻ്റെ 2 ഇൻറ്റു 3 അങ്ങനെ ഓർത്താൽ മതി. അങ്ങനെ മൊത്തം എത്ര ടൈംസ് വരും? 66 ടൈംസ് വരും. സോ ദി ഓപ്ഷൻ ഈസ് 66 ആണ്. നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ 4ാമത്തെ ഓപ്ഷനാണ്. ഓക്കെ, അടുത്തത് if mod x less than 1 then the coefficient of x raised to n in the expansion of 1 plus 2x plus 3x square plus 4x cube the whole raised to 1/2 is എത്രയാണ് എന്നാണ് ചോദ്യം. if mod x is less than 1 then the coefficient of x raised to n ആണ്. x raised to n ൻ്റെ കോയിഫിഷ്യൻ്റ് കണ്ടുപിടിക്കണം. in the expansion of 1 plus 2x plus 3x square plus 4x cube the whole raised to 1/2. അപ്പോൾ ഞാൻ ആ ക്വസ്റ്റ്യൻ എഴുതി കാണിക്കാം. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. നമുക്ക് കോയിഫിഷ്യൻ്റ് ആണ് കണ്ടുപിടിക്കപ്പെടേണ്ടത്. ഓക്കെ, ദി കോയിഫിഷ്യൻ്റ് ഓഫ് നോക്കിയോ, ദി കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് റൈസ് ടു n ഇൻ ഏതിനകത്താണ്? 1 പ്ലസ് 2x പ്ലസ് 3x സ്ക്വയർ പ്ലസ് 4x ക്യൂബ് പ്ലസ് എക്സെട്ര ദി ഹോൾ റൈസ് ടു 1/2. ഇതിനകത്തിൽ എക്സ് റൈസ് ടു എന്നിൻ്റെ കോയിഫിഷ്യൻ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തിൽ എക്സ് റൈസ് ടു എന്നിൻ്റെ കോയിഫിഷ്യൻ്റ് കണ്ടുപിടിക്കപ്പെടാൻ വേണ്ടി നമുക്ക് ഇതിനെ ഒന്ന് ഫോർമുലയാക്കി എഴുതാൻ പറ്റും. ഈ 1 പ്ലസ് 2x പ്ലസ് 3x സ്ക്വയർ പ്ലസ് 4x ക്യൂബ് പ്ലസ് എക്സെട്ര ദി ഹോൾ റൈസ് ടു 1/2 പകരം നമുക്ക് ഇങ്ങനെ എഴുതാം: 1 മൈനസ് എക്സ് ദി ഹോൾ റൈസ് ടു -2 ദി ഹോൾ റൈസ് ടു 1/2. കാരണം ഈ പറഞ്ഞ എക്സ്പാൻഷൻ, അതായത് 1 പ്ലസ് 2x പ്ലസ് 3x സ്ക്വയർ പ്ലസ് 4x ക്യൂബ് ദി ഹോൾ റൈസ് ടു 1/2 എന്ന് പറഞ്ഞാൽ ബൈനോമിയൽ എക്സ്പാൻഷൻ ആണ്. പക്ഷേ അത് ഏത് ബൈനോമിയൽ എക്സ്പാൻഷൻ അറിയാം? 1 മൈനസ് എക്സ് ദി ഹോൾ റൈസ് ടു -1/2. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 1 പ്ലസ് 2x പ്ലസ് 3x സ്ക്വയർ പ്ലസ് 4x ക്യൂബ് പ്ലസ് എക്സെട്ര എന്ന് വരും. അപ്പോൾ ഇവ തമ്മിൽ വെട്ടുമ്പോൾ ആര് വരും? ദാറ്റ് ഈസ് വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വിളിക്കാം? 1 മൈനസ് എക്സ് എ റൈസ് ടു എം ദി ഹോൾ റൈസ് ടു ദാറ്റ് ഈസ് -2/2. അതായത് 1 മൈനസ് എക്സ് ദി ഹോൾ റൈസ് ടു -1. 1 മൈനസ് എക്സ് ദി ഹോൾ റൈസ് ടു -1 എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? വിച്ച് ഈസ് ഈക്വൽ ടു 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് എക്സ് റൈസ് ടു n പ്ലസ് എക്സെട്ര ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. n അല്ല, അതുകൊണ്ടാണ് പൊക്കോണ്ടേയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ എക്സ് റൈസ് ടു എന്നിൻ്റെ കോയിഫിഷ്യൻ്റാണ് ചോദിച്ചത്. കോയിഫിഷ്യൻ്റ് എക്സ് റൈസ് ടു n ഇതിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്ന സമയത്ത് ആര് വരും? വിച്ച് ഈസ് ഈക്വൽ ടു എത്ര വരും? കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് റൈസ് ടു n ഈസ് ഈക്വൽ ടു എക്സ് റൈസ് ടു n ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ചെയ്ത രീതി മനസ്സിലായോ? അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. അപ്പോൾ ഈ ക്വസ്റ്റിനൊക്കെ നോക്കിക്കോണം. 2015 ശേഷമുള്ള, ഞാൻ വീണ്ടും പറയുകയാണ്, കീമിൻ്റെയും ജെഇയുടെയും ക്വസ്റ്റ്യൻസ് ആണ്. ഇത് 2018 കീമിൻ്റെ ക്വസ്റ്റിനാണ്. ദി കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് റൈസ് ടു n ഇൻ 1 പ്ലസ് 2x പ്ലസ് 3x സ്ക്വയർ പ്ലസ് 4x ക്യൂബ് പ്ലസ് എക്സെട്ര ദി ഹോൾ റൈസ് ടു 1/2 ആണ്. ഇതിനെ നമുക്ക് 1 മൈനസ് എക്സ് ദി ഹോൾ റൈസ് ടു -2 എന്ന് എഴുതാം. ദി ഹോൾ റൈസ് ടു എന്ന് വിളിക്കാം 1/2. എ റൈസ് ടു എം ദി ഹോൾ റൈസ് ടു എന്ന രീതിയിലാണ് എ റൈസ് ടു mn എന്ന് പറയുന്ന ഫോമിലായി മാറും. അതായത് 1 മൈനസ് എക്സ് ദി ഹോൾ റൈസ് ടു -2/2 എന്ന് പറഞ്ഞാൽ 1 മൈനസ് എക്സ് ദി ഹോൾ റൈസ് ടു -1 ആയി മാറും. 1 മൈനസ് എക്സ് ദി ഹോൾ റൈസ് ടു -1 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് എക്സ് റൈസ് ടു n പ്ലസ് എക്സെട്ര.
അപ്പോൾ എക്സിൻ്റെ കോയിഫിഷ്യൻ ഏതാ 1 ആണ്, എക്സ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ 1 ആണ്, എക്സ് റൈസ് ടു എന്നിൻ്റെ കോയിഫിഷ്യൻ എത്രയായി മാറി 1 ആയി മാറി. സോ കോയിഫിഷ്യൻ ഓഫ് എക്സ് റൈസ് ടു n ഈസ് ഈക്വൽ ടു എത്രയായി മാറി 1 ആയി മാറും. സോ ദി ആൻസർ ഈസ് എത്ര വരും 1. കോയിഫിഷ്യൻ ഓഫ് എക്സ് റൈസ് ടു n ഈസ് ഈക്വൽ ടു 1 ആയി മാറി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് പെർമ്യൂട്ടേഷൻസ് ഓഫ് ദി വേർഡ് ബനാന എന്നാണ്. ബനാന എന്ന് പറയുന്ന വാക്കിനെ എത്ര രീതികളിൽ അറേഞ്ച് ചെയ്യപ്പെടാൻ പറ്റുമെന്നാണ്. ദി നമ്പർ ഓഫ് ഡിഫറെൻറ്റ് പെർമ്യൂട്ടേഷൻസ് ഓഫ് ദി വേർഡ് ബനാന. ദി നമ്പർ ഓഫ് ഡിഫറെൻറ്റ് പെർമ്യൂട്ടേഷൻ ഓഫ് ദി വേർഡ് ബനാന. ബനാനയെ എത്ര രീതികളിൽ അറേഞ്ച് ചെയ്യപ്പെടാൻ പറ്റും എന്നാണ് ചോദ്യം. അപ്പം നോക്കിയോ, ബനാന എന്ന് പറയുന്ന വാക്ക് അപ്പം നമ്മൾ എഴുതും റിക്വയർഡ് പെർമ്യൂട്ടേഷൻസ് ഈസ് ഈക്വൽ ടു നമ്മൾ ബനാന എന്ന് പറയുന്ന വാക്കാണ് BANA. സ്പെല്ലിങ് നമ്മൾ കറക്റ്റായിട്ട് നോക്കി എഴുതിക്കോണം, BANA. അപ്പോൾ എത്ര ലെറ്റേഴ്സ് ഉണ്ട് എന്ന് നോക്കണം. എത്ര ലെറ്റേഴ്സ് ഉണ്ട് നമുക്ക്? എത്ര ലെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ 6 ലെറ്റേഴ്സ് ഉണ്ട്. 6 ലെറ്റേഴ്സ്. അപ്പോൾ 6 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളിവിടെ യൂസ് ചെയ്തത് സെക്കൻഡ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ അക്കൗണ്ടിങ്. എങ്ങനെയാണ് സെക്കൻഡ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ അക്കൗണ്ടിങ് പറയുന്നത്? എന്താണ് നമ്മൾ പറയുന്നത്? സപ്പോസ് ദെയർ ആർ n ഒബ്ജക്ട്സ് ഓഫ് ഈച്ച്, P1 ഒബ്ജക്ട്സ് ആർ ഓഫ് 1 കൈൻഡ്, P2 ഒബ്ജക്ട്സ് ആർ ഓഫ് P2 second kind, etc. Pk are of the kth kind. Then the total number of arrangement is equal to n factorial divided by P1 factorial into P2 factorial into etc. Pk factorial എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സപ്പോസ് നമ്മുടെ കയ്യിൽ n ഒബ്ജക്ട്സ് ഉണ്ടെന്ന് വിചാരിക്കുക. P1 എന്ന് പറയുന്നതും P2 എന്ന് പറയുന്നതും Pk എന്ന് പറയുന്നതും ഒരേപോലെ ആണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ആരാണ്? P1 ഫാക്ടോറിയൽ ഇൻറ്റു P2 ഫാക്ടോറിയൽ ഇൻറ്റു എക്സെട്ര Pk ഫാക്ടോറിയൽ ആയിരിക്കും. ഇവിടെ നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ 6 ലെറ്റേഴ്സാണുള്ളത്. സോ ഇറ്റ് ഈസ് 6 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഒരുപോലെ വരുന്ന സംഖ്യയുടെ ഫാക്ടോറിയൽ വെച്ച് ഡിവൈഡ് ചെയ്യുക. A 3 തവണ വരുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ. n 2 തവണ വരുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ. അപ്പോൾ എത്ര വരും? 6 ഫാക്ടോറിയൽ മീൻസ് 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5 ഇൻറ്റു 6 ഡിവൈഡ് ബൈ 3 ഫാക്ടോറിയൽ വെച്ചാൽ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 1 ഇൻറ്റു 2 ആയി മാറി. ഈ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഞാൻ ക്യാൻസലായി മാറി. ബാക്കി ആരുണ്ട്? ഈ 6 ഇതോടെ വെട്ടാം. എത്ര കിട്ടും? 3 വരും. 5 ഇൻറ്റു വിച്ച് ഈസ് ഈക്വൽ എത്ര കിട്ടും? 60 ആയി മാറും. 20 ഇൻറ്റു 6 എന്നായി മാറും. 20 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ എത്ര ആയി മാറി? 60 ആയി മാറി. സോ ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ് ഈസ് ഈക്വൽ എത്ര വരും? 60 ആയി മാറി. ഓക്കെ, അത് ഓർമ്മയിരിക്കുക. അപ്പോൾ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ ഓഫ് ദി വേർഡ് ബനാന എന്ന് പറയുന്ന സമയത്ത് 60 ആയി മാറും. ഓക്കെ, 6 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. സോ ഇറ്റ് ഈസ് 60. അടുത്തത് അപ്പോൾ അടുത്ത് നമ്മളോട് പറഞ്ഞേക്കുന്നത് NPR ഈസിക്കൽ 3024 എന്നാണ്. 3024 മാത്രമല്ല NCR ഈസിക്കൽ എത്രയാണ്? 126. ദെൻ R ഈസ് ഈക്വൽ ടു എത്രയാണ് എന്നാണ് ചോദ്യം. NPR എന്ന് പറയുമ്പോൾ 3026. അതുപോലെ NCR എന്ന് പറയുന്ന സമയത്ത് 126. അങ്ങനെയെങ്കിൽ R ഈസ് ഈക്വൽ ടു എത്ര വരും എന്നാണ് ചോദ്യം. അപ്പം അത് ചെയ്യുന്ന ഒന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ഞാൻ എടുത്തെഴുതാം. NPR ഈസിക്കൽ 3024 NPR ഈസ് ഈക്വൽ ടു 3024. NCR ഈസ് ഈക്വൽ ടു 126. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് ആറിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ NPR അറിയാം, NCR അറിയാം. NPRൻ്റെ ഫോർമുല എങ്ങനെയാണ്? n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു 3024. അടുത്ത NCR എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ ഫോർമുല എങ്ങനെയാണ്? n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ ഇൻറ്റു ആർ ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു 126. നമുക്ക് വേണ്ടതാരാണ്? ആർ ഫാക്ടോറിയൽ കണ്ടുപിടിക്കണം. ആർ ഫാക്ടോറിയൽ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ പരസ്പരം ഡിവൈഡ് ചെയ്താൽ മതി. പരസ്പരം ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2. 1/2 കണ്ടുപിടിക്കുന്നു. ദെൻ 1/2 കണ്ടുപിടിക്കുന്ന സമയത്ത് ആര് വരും? n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഇവിടെ വരുമ്പോൾ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ ഇൻറ്റു ആർ ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 3024 ഡിവൈഡഡ് ബൈ 126 എന്നായി മാറി. n ഫാക്ടോറിയൽ ക്യാൻസലായി മാറി. n മൈനസ് ആർ ഫാക്ടോറിയൽ ക്യാൻസലായി മാറി. ബാക്കി ആർ ഫാക്ടോറിയൽ ഈസ് ഈക്വൽ 3024 ഡിവൈഡഡ് ബൈ 126 എന്നായി മാറും. 3024 ഡിവൈഡഡ് ബൈ 126 എന്നായി മാറും. അപ്പോൾ അതായത് കൃത്യമായി പറഞ്ഞാൽ 126 3024 തമ്മിൽ വെട്ടാം. ആർ ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 24 എന്നായി മാറും. അപ്പോൾ ഏതോ ഒരു സംഖ്യയുടെ ഇത് തമ്മിൽ വെട്ടുമ്പോൾ 24 വരുന്നത്.
അപ്പോൾ ഏതോ ഒരു സംഖ്യയുടെ ഫാക്ടോറിയൽ 24 എന്ന് പറഞ്ഞാൽ ആർ ഈസിക്കൽ എത്ര വരും? 4 എന്ന് പറയുന്ന സംഖ്യയുടെ ഫാക്ടോറിയലാണ് 24. സോ ആർ ഈസിക്കൽ എത്ര കിട്ടും? ആർ ഈസിക്കൽ 4 എന്ന് പറയുന്നതാണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം, എൻ പി ആർ എന്ന് വെച്ചാൽ 3024 എൻ പി ആറിൻ്റെ ഫോർമുല അറിയാം, 3n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ ഈസിക്കൽ 3026. എൻ സി ആർ എന്ന് പറയുന്ന സമയത്ത് 126. എൻ സി ആറിൻ്റെ ഫോർമുല n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ ഇൻറ്റു ആർ ഫാക്ടോറിയൽ ഈസിക്കൽ 126. രണ്ടാമത്തെ ഇക്വേഷൻ. ഒന്നാമത്തെ ഇക്വേഷൻ നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ വെച്ച് ഡിവൈഡ് ചെയ്യും. ഒന്നാമത്തെ ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷൻ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ വരും n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ ഇൻറ്റു ആർ ഫാക്ടോറിയൽ. ഇത് ഉദാഹരണം ക്യാൻസലായി മാറി, n ഫാക്ടോറിയൽ ക്യാൻസലായി മാറി. ഇവിടെ ആർ ഫാക്ടോറിയൽ അങ്ങ് മോളിൽ പോകും. ആർ ഫാക്ടോറിയൽ ഈസിക്കൽ ടു 3024 ഡിവൈഡ് ബൈ 126 എന്ന് വരും. അതായത് ആർ ഫാക്ടോറിയൽ ഈസിക്കൽ 24 എന്ന് വരും. ആറിൻ്റെ വില എത്രയായി മാറി? ആർ ഈസിക്കൽ ടു എത്ര വരും? 4. ഏതോ ഒരു സംഖ്യയുടെ ഫാക്ടോറിയലാണ് 24 എന്ന് പറഞ്ഞാൽ 4 എന്ന് പറയുന്ന സംഖ്യയുടെ ഫാക്ടോറിയലാണ് എന്താണ് ഈ പറഞ്ഞ 24. ഓക്കെ, അടുത്തത് നമ്മൾ പറഞ്ഞേക്കുന്നത് ദി സം ഓഫ് ദി റാഷണൽ ടേംസ് ഇൻ ദി എക്സ്പാൻഷൻ ഓഫ് √3 + 3⁵1/5 ദി ഹോൾ റൈസ് ടു 10 എന്നാണ്. റാഷണൽ കോയിഫിഷ്യൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ദി സം ഓഫ് റാഷണൽ ടേംസ് ഇൻ ദി എക്സ്പാൻഷൻ √3 + 3⁵1/5 ദി ഹോൾ റൈസ് ടു 10 എന്നാണ് റാഷണൽ എക്സ്പാൻഷൻ. ദി സം ഓഫ് റാഷണൽ ടേംസ് ഇൻ ദി എക്സ്പാൻഷൻ ഓഫ് √2 + 3⁵1/5 ദി ഹോൾ റൈസ് ടു 1/10. അപ്പോൾ ചെയ്യുന്ന നോക്കിയോ, ടു റൈസ് ടു 1/2 പ്ലസ് 3⁵1/5 ദി ഹോൾ റൈസ് ടു 10 എന്ന് പറയുന്ന എക്സ്പാൻഷനകത്തിലെ റാഷണൽ ടൈംസിൻ്റെ എക്സ്പാൻഷൻ. എന്താ ഫോർമുല? എങ്ങനെയാണ്? ആദ്യത്തെ ഫോം വരുന്നത് എന്താണ്? a + b ദി ഹോൾ റൈസ് ടു 1 എന്ന് പറയുന്ന ഫോമിലാണ് ഈ കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ എക്സ്പാൻഷനകത്തിലെ റാഷണൽ ടൈമുകൾ, കാരണം അതിൽ ഇപ്പോൾ റാഷണൽ എന്ന് പറയുന്നത് എന്താണ്? റൈസ് p/q എന്ന് പറയുന്ന ഫോമിൽ എഴുതാൻ പറ്റുന്ന സംഖ്യകൾക്ക് വിളിക്കുന്ന പേരാണ് റാഷണൽ നമ്പർ. √2 5⁻1/2 എന്ന് പറയുന്ന ഒന്നും തരില്ല റാഷണൽ എക്സ്പാൻഷൻ. അപ്പോൾ ഇതിൻ്റെ റാഷണൽ എക്സ്പാൻഷൻ, റാഷണൽ ടൈമുകളുടെ സമ്മാണ് കണ്ടുപിടിക്കപ്പെടേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിൻ്റെ ബൈനോമിയൽ എക്സ്പാൻഷൻ നമ്മൾ എഴുതി പോകണം. ബൈനോമിയൽ എക്സ്പാൻഷൻ എഴുതിയതിന് ശേഷം അതിൽ ഏതൊക്കെയാണ് റാഷണൽ ടൈംസ് വരുന്നതെന്ന് നോക്കുക. ആ റാഷണൽ ടൈമുകളുടെ സമ്മാണ് നമുക്ക് വേണ്ട കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റാഷണൽ ടൈം നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം? ബൈനോമിയൽ എക്സ്പാൻഷൻ. ബൈനോമിയൽ എക്സ്പാൻഷൻ എങ്ങനെ? a + b ദി ഹോൾ റൈസ് ടു 1 = nc0 a⁻n പ്ലസ് nc1 a⁻n-1 into b പ്ലസ് nc2 a⁻n-2 into b² പ്ലസ് എക്സെട്ര പ്ലസ് ncn b⁻n എന്ന് പറയുന്ന ഫോമിലിനെ എക്സ്പാൻഡ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ റാഷണൽ ടൈമുകളുടെ സം കണ്ടുപിടിക്കണം. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ഇതാണ്. ഈ പറഞ്ഞ √2 പ്ലസ് 3⁻1/5 ദി ഹോൾ റൈസ് ടു 10 ആണ്. അതിൻ്റെ ബൈനോമിയൽ എക്സ്പാൻഷനാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ബൈനോമിയൽ എക്സ്പാൻഷൻ ഒന്ന് ശ്രദ്ധിക്കാം. ബൈനോമിയൽ എക്സ്പാൻഷൻ എന്ന സമയത്ത് ആര് വരും? ഞാനിപ്പോൾ പറഞ്ഞല്ലോ nc0 a⁻n എന്ന് വെച്ചാൽ 2⁻1/2 ദി ഹോൾ റൈസ് ടു 10 പ്ലസ് nc1 എയുടെ പവർ 1 പറയും, അതായത് 2⁻9/2 ഇൻറ്റു 3⁻, ഇത് 9 ആയി മാറും. 9⁻1/2 എന്ന് വെച്ചാൽ 3 ഇതായി മാറും. 3⁻1/5 അടുത്ത എത്ര ആയി മാറും? 10c1 അടുത്ത 10c2 2 ആര് വരും? 2⁻10-2 എന്ന് പറഞ്ഞാൽ 8/2 എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 3 ആര് വരും? 3 പക്ഷേ ഇത് എത്ര വരും? 8/5 എന്നായി മാറും, അല്ല 2/5. ഇതിൻ്റെ പവർ ഒന്നുകൂടെ കൂടും. 1/5 + 1 1/5 + 1 എന്ന് വെച്ചാൽ 6/5 പ്ലസ് എക്സെട്ര പ്ലസ് ലാസ്റ്റ് ടൈം എഴുതുന്ന സമയത്ത് ആര് വരും? ലാസ്റ്റ് ടൈം എന്ന് വെച്ചാൽ 10c10 എന്ത് വിളിക്കാം? 3⁻1/5 ദി ഹോൾ റൈസ് ടു ആര് വരും? മാക്സിമം പവർ അല്ലേ 10 ആയി മാറും. എ ഇല്ല ലാസ്റ്റ് ടൈം എഴുതുന്ന സമയത്ത് വിച്ച് ഈസ് ഈക്വൽ ടു ഇതെന്ത് വരും? 10c0 2 എത്ര വരും? 5 പ്ലസ് എക്സെട്ര പ്ലസ് ലാസ്റ്റ് ടൈം 10c10 3² എന്നായി മാറും വിച്ച് ഈസ് ഈക്വൽ ടു സം ഓഫ് റാഷണൽ ടൈംസ് ഓഫ് ദി എക്സ്പാൻഷൻ ഈസ് ഈക്വൽ ടു ആര് വരും? 2⁵5 പ്ലസ് ആര് വരും? 3² എന്നായി മാറും. കാരണം ആദ്യ ടൈമിൽ ആര് വരും? റാഷണൽ നമ്പറായ 2 കാണും, അവസാന ടൈമിൽ റാഷണൽ നമ്പറായ 3 കാണും. അപ്പോൾ റാഷണൽ ടൈമുകളുടെ സം എന്ന് പറയുമ്പോൾ 2⁵5 പ്ലസ് 3², 2⁵5 പ്ലസ് 3², 2⁵5 32, 3² 9. സോ ദി ആൻസർ ഈസ് എത്ര വരും? 41. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം, ഇതിനകത്തിൽ പറഞ്ഞിരിക്കുന്നത് 2⁻1/2 പ്ലസ് 3⁻1/2 ദി ഹോൾ റൈസ് ടു 10 എന്ന് പറയുന്ന എക്സ്പാൻഷനത്തിലെ
റാഷണൽ ടേമുകളുടെ സം കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതെന്തായി മാറി 10C0 2^1/2 ദി ഹോൾ റേസ്റ്റ് 10 10C1 2^9/2 3^1/5 അടുത്ത 10C2 2^4 3^6/5 എക്സെട്ര. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യ ടേമിലും അവസാന ടേമിലും മാത്രമേ എന്ത് വരത്തുള്ളൂ, ഈ പറഞ്ഞ റാഷണൽ ടേംസ് വരത്തുള്ളൂ. ബാക്കി ഇടയിൽ വരുന്ന ടേമുകളെല്ലാം ഇറാഷണൽ ടേംസാണ്. സംശയം ഉണ്ടെങ്കിൽ എഴുതി നോക്കണം. ഞാൻ 2-3 ടേംസ് എഴുതി കാണിച്ചുള്ളൂ, എല്ലാം കൂടെ നമ്മൾ എഴുതേണ്ട ആവശ്യവുമില്ല. അപ്പോൾ 2^5 ലാസ്റ്റ് ആര് വരും 3² വരും. 10C0 എന്ന് പറഞ്ഞാൽ എത്രയാണ് 1 ആണ്. 10C10 എന്ന് പറഞ്ഞാൽ എത്രയാണ് 1 ആണ്. സോ റാഷണൽ ടൈമുകളുടെ സം എന്ന് പറയുമ്പോൾ 2^5 + 3², അതായത് ഈ പറഞ്ഞ 41. നമ്മുടെ ഓപ്ഷനെ സംബന്ധിച്ച് പറയുമ്പോൾ ഓപ്ഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ ഓപ്ഷനാണ്. ആദ്യത്തെ ഓപ്ഷൻ വരും. ഓക്കെ, ചെയ്ത പിടി കിട്ടിയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് 1 + C1 ഡിവൈഡഡ് ബൈ C1 ബൈ C0 + 1 + C2 ഡിവൈഡ് ബൈ C1 + 1 + C3 ഡിവൈഡ് ബൈ C2 + എക്സെട്ര 1 + Cn ഡിവൈഡഡ് ബൈ Cn-1. C1 C2 C3 എന്നൊക്കെ അവർ ഉദ്ദേശിക്കുന്നത് NC1 NC2 NC3 എന്നിവയാണ്. അപ്പോൾ 1 + C1 ബൈ C0 + 1 + C2 ബൈ C1 + 1 + C3 ഡിവൈഡഡ് ബൈ C2 + എക്സെട്ര 1 + Cn ഡിവൈഡഡ് ബൈ Cn-1 എന്ന് പറയുന്നു. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം? ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ 2015 ശേഷം നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഇത് തന്നെ 2000-ലും ചോദിച്ചിട്ടുണ്ട്. 2000, 2010, 2006, 2008 ചോദിച്ച ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് ഈ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെ എങ്ങനെ ചെയ്യാം? ഫോർമുല അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തായി മാറും? ഫോർമുല അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോർമുല ഞാൻ എഴുതി കാണിക്കാം. 1 + C1 ബൈ C0 1 + C1 ബൈ C0 ഇൻറ്റു 1 + C2 ബൈ C1 ഇൻറ്റു 1 + C3 ബൈ C2 പ്ലസ് എക്സെട്ര പ്ലസ് 1 + Cn ഡിവൈഡഡ് ബൈ Cn-1 ഈസ് ഈക്വൽ ടു എത്ര വരും എന്നാണ് ചോദിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു C1 എന്ന് പറഞ്ഞാൽ NC1 ആണ്, C2 എന്ന് പറഞ്ഞാൽ NC2 ആണ്. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെ ചെയ്യാം ഇതിനെ? 1 + C1 ഡിവൈഡഡ് ബൈ C0 + 1 + C2 ഡിവൈഡ് ബൈ C1 + എക്സെട്ര പ്ലസ് 1 + Cn ഡിവൈഡ് ബൈ Cn-1. അപ്പോൾ ഞാൻ ചെയ്യുന്നത് നോക്കിയോ, വിച്ച് ഈസ് ഈക്വൽ ടു 1 + NC1 എന്ന് പറഞ്ഞാൽ n ആണ്, CC0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു സ്റ്റെപ്പ് എഴുതി കാണിക്കണം. ഇതിനെ NC1 ഡിവൈഡഡ് ബൈ വേണമെങ്കിൽ എഴുതി കാണിക്കുക. NC1 ഡിവൈഡ് ബൈ N0 ഇൻറ്റു 1 + NC2 ഡിവൈഡഡ് ബൈ NC1 ഇൻറ്റു 1 + NC3 ഡിവൈഡഡ് ബൈ NC2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു 1 + NCn ഡിവൈഡഡ് ബൈ Ncn-1. അപ്പോൾ ഇനി ഒരു കൺഫ്യൂഷൻ വരത്തില്ല. അതിനായി ഒരു സ്റ്റെപ്പ് എഴുതി കാണിച്ചത് വിച്ച് ഈസ് ഈക്വൽ ടു NC1 എന്ന് പറഞ്ഞാൽ ആരായി മാറി? n ആയി മാറി. NC0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അടുത്ത പ്ലസ് ഇൻറ്റു NC2 എന്ന് പറഞ്ഞാൽ എത്ര വരും? 1 + n × n-1 n × n-1 ഡിവൈഡ് ബൈ 1 × 2 NC1 എന്ന് പറഞ്ഞാൽ എത്ര ആയി മാറി? n ആയി മാറി. ഇൻറ്റു NC3 അതുപോലെ തന്നെ 1 + n × n-1 × n-2 ഡിവൈഡ് ബൈ 1 × 2 × 3 ഉണ്ട്. 1 × 2 × 3 ഉണ്ട്. ഇവിടെ എഴുതുന്ന സമയത്ത് n × n-1 ഡിവൈഡഡ് ബൈ ആരൊരു 1 × 2 ഇത് തമ്മിൽ ക്യാൻസലൊക്കെ ആയി മാറും. ഓക്കെ, അത് പൊക്കോട്ടെ. എക്സെട്ര പ്ലസ് ലാസ്റ്റ് ടൈം എഴുതുന്ന സമയത്ത് ആരൊരു 1 + n × n-1 ഇത് ശരിക്കും പറഞ്ഞാൽ NCn അല്ലേ? NCn എന്ന് പറഞ്ഞാൽ 1 ഡിവൈഡഡ് ബൈ എന്ത് വരും? Ncn-1 Ncn-1 എന്ന് പറഞ്ഞാൽ എത്ര വരും? അപ്പോൾ ഇത് 1/n അല്ലേ? Ncn എന്ന് പറഞ്ഞാൽ 1 ആയി മാറി. ഇത് Ncn-1 ആണ്. Ncn-1 എന്ന് പറഞ്ഞാൽ എത്ര ആയി മാറി? n ആണ്. Ncn-1 എന്ന് പറഞ്ഞാൽ Nc1 എന്ന് വരും. അതിൻ്റെ വില എത്ര ആയി മാറി? n ആയി മാറി. വിച്ച് ഈസ് ഈക്വൽ ടു ഇത് എത്ര ആയി മാറും? ദാറ്റ് ഈസ് 1 + n. ഇത് എത്ര വരും? NC2 n × n-1 ഡിവൈഡഡ് ബൈ NC1 എന്ന് പറഞ്ഞാൽ n ആയി മാറും. അതായത് 1 + n പ്ലസ് നമ്മൾ ഈ n ക്യാൻസലായി മാറി. ഇത് എത്ര വരും? 2 + n-1 ഡിവൈഡഡ് ബൈ 2 എന്നായി മാറും. അതായത് 1 + n ഡിവൈഡഡ് ബൈ 2. ഇത് LCM എടുക്കണം. ഇവിടെ n നും n-1 ക്യാൻസലായി മാറി. ഇവിടെ വരുന്ന സമയത്ത് 3 ഉണ്ട്. 3 LCM എടുക്കുന്ന സമയത്ത് 3 + n-2 അതായത് 3 + n-2 എന്ന് വെച്ചാൽ 1 + n ഡിവൈഡഡ് ബൈ 3 എക്സെട്ര ലാസ്റ്റ് ടൈമിൽ 1 + n ഡിവൈഡഡ് ബൈ n എന്നായി മാറും.
ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്തിരിക്കുക. ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ആര് വരും? 1 + n ദി ഹോൾ റൈസ്ഡ് n ഡിവൈഡഡ് ബൈ താഴെ 1 × 2 × 3 എന്നായി മാറും എക്സെട്ര ഇൻറ്റു n എന്ന് പറഞ്ഞാൽ. സോ ഇറ്റ് ഈസ് n ഫാക്ടോറിയൽ. ചെയ്ത രീതി മനസ്സിലായോ? ഞാൻ അത് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞുതരാം. C1 എന്ന് പറഞ്ഞാൽ NC0, NC1, NC0 എന്ന് വെച്ചാൽ NC0, C2 മീൻസ് NC2, C1 മീൻസ് NC1, C3 മീൻസ് NC3, C2 മീൻസ് NC2 എക്സെട്ര ഇൻറ്റു 1 + Cn മീൻസ് NCn ഡിവൈഡഡ് ബൈ Cn - 1 എന്ന് വെച്ചാൽ NCn - 1. NC1 എന്ന് പറഞ്ഞാൽ n ആണ് ഡിവൈഡഡ് ബൈ NC0 എന്ന് പറഞ്ഞാൽ 1. NC2നെ n × n - 1 ഡിവൈഡ് ബൈ 1 × 2 ഡിവൈഡഡ് ബൈ n ഉണ്ട് ഡിവൈഡഡ് ബൈ n. ഈ n-നൂടെ ക്യാൻസലായി മാറി 2 LCM എടുക്കുമ്പോൾ 2 + n - 1, അതായത് 2 + n - 1 എന്ന് വെച്ചാൽ n + 1 ഡിവൈഡഡ് ബൈ 2. ഇതെന്ത്? NC3 മീൻസ് n × n - 1 × n - 2. n ഉൾപ്പെടെ 3 സ്ഥലം ബാക്കിലോട്ട് n n - 1 n - 2 ഡിവൈഡ് ബൈ 1 × 2 ഡിവൈഡ് ബൈ NC2 n × n - 1 ഡിവൈഡ് ബൈ 1 2. ഇവ തമ്മിൽ ക്യാൻസലായി മാറി. ഇവിടുത്തെ 3 LCM എടുക്കണം. അടുത്ത സ്റ്റെപ്പിൽ 3 LCM എടുക്കുക. 3 + n - 2 എന്ന് പറഞ്ഞാൽ 3 + n - 2 എന്ന് വെച്ചാൽ n + 1 ഡിവൈഡഡ് ബൈ 3 എന്നായി മാറും എക്സെട്ര. ഇവിടെ എഴുതുമ്പോഴും അതുപോലെ NCn-ന്റെ വില എത്രയായി മാറി? 1 ആയി മാറി. NCn - 1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ വില എപ്പോഴും എന്താണെന്നറിയാം? NCn - 1 വെച്ചാൽ n ആണ്. കാരണം ഇത് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക? NC1 എന്നായി മാറി എന്ന് പറഞ്ഞാൽ n ആണ്. സോ ഇറ്റ് ഈസ് n. മറ്റേതിൻ്റെ വില മുകളിലത്തെ NCn-ന്റെ വില എപ്പോഴും എത്രയാണ്? NCn-ന്റെ വില എപ്പോഴും 1 ആണ്. അപ്പോൾ 1/n. ഇനി എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ LCM ഈ n-നോട് വെട്ടിക്കളഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ 2 + n - 1/2, അതാണ് ഈ പറഞ്ഞ 1 + n/2. ഇവിടെ 3 LCM എടുക്കുമ്പോൾ 3 + n - 2 ഡിവൈഡഡ് ബൈ 3. അപ്പോൾ 1 + n × 1 + n/1, 1 + n/2, 1 + n/3 എക്സെട്ര 1 + n/n എന്നായി മാറും. അതായത് 1 + n ഈസ് മൾട്ടിപ്ലൈയിങ് എത്ര ടൈംസ് ആണ്? 1 + n ഈസ് മൾട്ടിപ്ലൈയിങ് n ടൈംസ്. സോ ഇറ്റ് ബിക്കംസ് 1 + n ദി ഹോൾ റൈസ്ഡ് n ഡിവൈഡഡ് ബൈ 1 × 2 × 3 × എക്സെട്ര × n എന്നായി മാറും. സോ ഇറ്റ് ബിക്കംസ് n ഫാക്ടോറിയൽ. സോ ദി ആൻസർ ഈസ് 1 + n ദി ഹോൾ റൈസ്ഡ് n ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ എന്ന് വരും. ഇതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. ഓക്കെ. അപ്പം നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ ഓപ്ഷൻ വരും. ആദ്യത്തെ ഓപ്ഷനാണ് 1 + n, ആദ്യത്തെ ഓപ്ഷൻ അല്ല, ഓപ്ഷൻ ഡി വരും. 1 + n ദി ഹോൾ റൈസ്ഡ് n ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ. ഓക്കെ. അടുത്ത പറഞ്ഞിരിക്കുന്നത് PNR = 1680, അതുപോലെ CNR = 70, ദെൻ 6n + r ഫാക്ടോറിയൽ എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ 6n + r ഫാക്ടോറിയൽ, അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ട n-ഉം കണ്ടുപിടിക്കണം, r-ഉം കണ്ടുപിടിക്കണം, എന്നിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ചെയ്യുന്ന രീതി ഒന്ന് ശ്രദ്ധിച്ചോ. ക്വസ്റ്റ്യൻ എടുത്തെഴുതാം. അപ്പോൾ ശ്രദ്ധിച്ചോ. ദാറ്റ് ഈസ് PNR = 1650, അതുപോലെ CNR = എത്രയാണ്? 70 ആണ്. അങ്ങനെയെങ്കിൽ 6n + r ഫാക്ടോറിയൽ എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ നോക്കിയേ, PNR = 1650 എന്ന് പറയുമ്പോൾ NPR = 1680. ഫോർമുല അറിയാം. n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n - r ഫാക്ടോറിയൽ = 1680. ഇക്വേഷൻ നമ്പർ 1. അതുപോലെ CNR = എത്രയാണെന്ന് പറയുന്നുണ്ട്. ഓൾസോ NCR = എത്രയാണ്? 70 എന്നായി മാറി. അപ്പോൾ അതിൻ്റെ ഫോർമുല n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n - r ഫാക്ടോറിയൽ ഇൻറ്റു r ഫാക്ടോറിയൽ = എത്ര വരും? 70. ഇക്വേഷൻ നമ്പർ 2. ഇപ്പോൾ 2 ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ 2 ഇക്വേഷൻ തമ്മിൽ എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാം. 2 ഇക്വേഷൻ തമ്മിൽ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ആര് വരും? ഇക്വേഷൻ നമ്പർ 1-നെ ഇക്വേഷൻ നമ്പർ 2 വെച്ച് ഡിവൈഡ് ചെയ്യും. ഇക്വേഷൻ നമ്പർ 1-നെ ഇക്വേഷൻ നമ്പർ 2 വെച്ച് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ആര് വരും? n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n - r ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ആര് വരും? n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n - r ഫാക്ടോറിയൽ ഇൻറ്റു r ഫാക്ടോറിയൽ = 1680-നെ 70 വെച്ച് ഡിവൈഡ് ചെയ്യുക. n ഫാക്ടോറിയൽ കട്ടിപ്പോവും, n - r ഫാക്ടോറിയൽ n - r വെട്ടിപ്പോവും. മുകളിൽ ആര് വരും? r ഫാക്ടോറിയൽ = എത്ര കിട്ടും? 1680 ഡിവൈഡഡ് ബൈ എത്ര വരും? 70 എന്നായി മാറും. 1680-നെ 70 വെച്ച് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 24 വരും. r = എത്ര കിട്ടും? 4 എന്ന് വരും. സോ r = എത്ര ആയി മാറി? 4 ആയി മാറി. ഓക്കെ. നമുക്ക് എന്ത് വേണം? n-കൂടെ കണ്ടുപിടിക്കണം. n-കൂടെ കണ്ടുപിടിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? 69n + r ഫാക്ടോറിയൽ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ.
അപ്പോൾ ആർ ഈസിക്കൽ 4 കിട്ടി. നമ്മൾ എന്ത് ചെയ്യണം? ആറിൻ്റെ വില ഇക്വേഷൻ നമ്പർ 1 ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. ഇക്വേഷൻ നമ്പർ 1 ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് വിളിക്കാം? സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ 1. ഒന്നാമത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് വരും? ദാറ്റ് ഈസ് 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് 4 ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് 4 ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു 1680 എന്നായി മാറും. അല്ലെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ ഇതിനെ ഇങ്ങനെ എഴുതാം: n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഇൻറ്റു n മൈനസ് 3 ഇൻറ്റു n മൈനസ് 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ആര് വരും? n മൈനസ് 4 ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു 1680 എന്നായി മാറി. ഇവ തമ്മിൽ ക്യാൻസലായി മാറി. ബാക്കി ആര് വരും? n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഇൻറ്റു n മൈനസ് 3 ഈസ് ഈക്വൽ ടു 1680. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഏതോ ഒരു സംഖ്യ അതിൽ നിന്ന് 1 കുറയ്ക്കുന്നു, പിന്നെ 2 കുറയ്ക്കുന്നു, പിന്നെ 3 കുറയ്ക്കുന്നു. അപ്പോൾ പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 1680 ആയി മാറും. അപ്പോൾ n ഈസിക്കൽ എത്ര കിട്ടും? n ഈസിക്കൽ ടു 8 എന്നായി മാറും. n ഈസിക്കൽ ടു 8. കാരണം 8 ഇൻറ്റു 7 ഇൻറ്റു 6 ഇൻറ്റു 5 ആണ് ഈ പറയുന്ന 1680. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഏതോ 3 സംഖ്യകളുടെ പ്രോഡക്റ്റ് എന്താണ്? 1680 ആവുന്നു. നമ്മൾ 10 കൊടുത്തു നോക്കണം, 9 കൊടുത്തു നോക്കണം, 8 കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. n ഈസിക്കൽ ടു 8 എന്ന് കിട്ടും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട therefore എന്ത് വിളിക്കാം? 69 n പ്ലസ് 6 ഫാക്ടോറിയൽ എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ 69 ഇൻറ്റു n എന്ന് പറയുന്ന സമയത്ത് 69 ഇൻറ്റു 8 69 n പ്ലസ് 6 ഫാക്ടോറിയൽ. അപ്പോൾ 69 ഇൻറ്റു n എന്ന് പറയുമ്പോൾ 8 പ്ലസ് 6 ഫാക്ടോറിയൽ എന്ന് പറയുന്ന സമയത്ത് എത്ര കിട്ടും? 4 ഫാക്ടോറിയൽ എന്ന് വരും. 69 ഇൻറ്റു 8 എന്ന് പറയുമ്പോൾ 352 പ്ലസ് 4 ഫാക്ടോറിയൽ വെച്ചാൽ 24. കൃത്യമായി പറഞ്ഞാൽ 4 2 6 5 2 7 576 എന്ന് വരും. അപ്പോൾ ഒന്നുകൂടെ ഞാൻ ചെയ്ത കാര്യം പറയാം. NPR എന്ന് പറയുന്ന സമയത്ത് 1680 ആണ്. n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ NPR എന്ന് വെച്ചാൽ 1680 ആണ്. നമ്മുടെ ഫോർമുല അനുസരിച്ച് പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് r ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു 1680. ഓക്കെ, ഇക്വേഷൻ നമ്പർ 1. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അടുത്ത പറയുന്നത് എന്താണ്? NCR ഈസിക്കൽ 70 ആണ്. n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n മൈനസ് r ഫാക്ടോറിയൽ ഇൻറ്റു r ഫാക്ടോറിയൽ ഈക്വൽ ടു 70. ഇക്വേഷൻ നമ്പർ 2. നമുക്ക് ആറും എന്നും കണ്ടുപിടിക്കണം. കാരണം ചോദ്യത്തിന് ചോദിച്ചേക്കുന്നത് 69 n പ്ലസ് 6 ഫാക്ടോറിയൽ എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഞാൻ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ആദ്യത്തെ ഇക്വേഷനെ രണ്ടാമത്തെ ഇക്വേഷൻ വെച്ച് അങ്ങ് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ആരൊക്കെ ക്യാൻസലായി മാറി? n ഫാക്ടോറിയൽ n മൈനസ് r ഫാക്ടോറിയലും ക്യാൻസലായി മാറി. ഇവിടെ r ഫാക്ടോറിയൽ ഈ r ഫാക്ടോറിയൽ എവിടെ വരും? മുകളിൽ പോകും. r ഫാക്ടോറിയൽ ഈസിക്കൽ എത്ര കിട്ടും? 24 എന്ന് വരും. r ഈസിക്കൽ എത്ര കിട്ടും? 4 എന്നായി മാറും. r ഫാക്ടോറിയൽ ഈസിക്കൽ 24 ആകുന്ന സമയത്ത് r ഈസിക്കൽ എത്ര കിട്ടും? 4 എന്നായി മാറും. ആറിൻ്റെ വില എന്ത് ചെയ്യണം? ഇതിനകത്ത് കൊടുക്കുക. ഏതിനകത്ത്? ഇക്വേഷൻ നമ്പർ 1-നകത്ത്. ഇക്വേഷൻ നമ്പർ 2-നകത്ത് കൊടുത്താലും മതി. നമ്മൾ ചെയ്യാൻ എളുപ്പത്തിന് ഇക്വേഷൻ നമ്പർ 1-നകത്ത് കൊടുക്കുക. സോ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് 4 ഫാക്ടോറിയൽ ഈസിക്കൽ 1680. n ഫാക്ടോറിയൽ n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഇൻറ്റു n മൈനസ് 3 ഇൻറ്റു n മൈനസ് 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് 4 ഫാക്ടോറിയൽ എന്നായി മാറും. ഇവ തമ്മിൽ ക്യാൻസലായി മാറും. n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഇൻറ്റു n മൈനസ് 3 ഈസിക്കൽ 1680. എന്നിൻ്റെ വില എന്ത് കൊടുത്തു നോക്കണം? 8 കൊടുക്കുക. 8 കൊടുക്കുമ്പോൾ ഈ 1680 കിട്ടും. 8 ഇൻറ്റു 8 മൈനസ് 1 7 ഇൻറ്റു 6 ഇൻറ്റു 5 അത് ചെയ്യുമ്പോഴാണ് ഈ 1680 കിട്ടുന്നത്. അപ്പോൾ എന്നിൻ്റെ വില 8 കിട്ടി. എന്നിൻ്റെ വില 8ഉം അതുപോലെ ആറിൻ്റെ വില 4ഉമാണ്. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 69 ഇൻറ്റു 8 പ്ലസ് 4 ഫാക്ടോറിയൽ. 69 ഇൻറ്റു 8 എന്ന് പറയുമ്പോൾ 352 പ്ലസ് 24 വിച്ച് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 576 എന്ന് വരും. 576 ആണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ. അപ്പോൾ ഈ ചെയ്ത രീതി വ്യക്തമായി മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ 2015 ശേഷമുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെ പലപ്പോഴും 2006-ലും 2008-ലും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത നമ്മളോട് ചോദിച്ചേക്കുന്നത് the expansion of 1 plus 3x plus 2x square the whole raised 6 the coefficient of x raised to 11 കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. the coefficient of x raised to 11 കണ്ടുപിടിക്കണം. ഇപ്പോൾ ഇത് ചെയ്യാനൊരു ഷോർട്ട് കട്ട് ഉണ്ട്, അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. the coefficient of x raised to 11 ആണ് കണ്ടുപിടിക്കപ്പെടേണ്ടത്. അപ്പോൾ ചെയ്യുന്ന രീതി ഒന്ന് മനസ്സിലാക്കാം. എൻ്റെ ഷോർട്ട് കട്ട് ഇവിടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നോക്കിയാൽ ക്വസ്റ്റ്യൻ ഇതാണ്. The coefficient of x raised to 11 in
the coefficient of x raised to 11 in ടേം ഇതാണ് 1 + 3x + x square the whole raised to 6. 1 + 3x + x square the whole raised to 6 എന്ന് പറയുന്ന എക്സ്പാൻഷനകത്തിൽ എക്സ് റൈസ് ടു 11ൻ്റെ കോയിഫിഷ്യൻ്റാണ് കണ്ടുപിടിക്കപ്പെടേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. അപ്പോൾ ആ ഷോർട്ട് കട്ടാണ് ഞാൻ എഴുതാൻ പോകുന്നത്. അപ്പോൾ നോക്കിയേ 1 + 3x + 2x square the whole raised to 6-നകത്തിലെ കോയിഫിഷ്യൻ്റ് കണ്ടുപിടിക്കാൻ ഫോർമുല ഇതാണ്. 6 ഇത് നോക്കണം, n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r1 ഫാക്ടോറിയൽ ഇൻറ്റു r1 factorial into r2 factorial into r3 factorial into 1 raised to r1 into 3x raised to r2 into x square raised to 1 plus 3x plus 2x square ഉണ്ട് 2x square. അപ്പോൾ 2x square raised to r വരും r3. ഇതാണ് ഫോർമുല. 1 plus 3x plus 2x square the whole raised to 6 is equal to n factorial divided by r1 factorial into r2 factorial into r3 factorial etc. into 1 raised to r1 into 3x raised to r2 into 2x raised to r2 ചെയ്യുന്ന രീതി നോക്കണം. വെയർ നമ്മൾ എഴുതും വെയർ r1 plus r2 plus r3 is equal എത്ര വരും 6. ഇക്വേഷൻ നമ്പർ 1. ഫോർ കോയിഫിഷ്യൻ്റ് ഓഫ് നമുക്ക് ആരെയാ വേണ്ടിയ കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് റൈസ് ടു 11 വി ഹാവ് നമ്മൾ എഴുതും r2 plus 2 r3 r2 plus 2 r3 is equal to 11. Equation number 2. Now from 1 and now from 1 and 2 r1 is equal to r1 plus r3 is equal to 11. r1 plus r3 is equal to 11. Now from 1 and 2 എന്ത് ചെയ്താൽ മതി, ഇവ തമ്മിൽ ഞാൻ കുറയ്ക്കും. r1 is equal to എത്ര കിട്ടും, r1 is equal to r3 minus 2 ഉണ്ടല്ലോ 2r3. From 1 and 2 എന്ത് വിളിക്കാം, r1 is equal to r3 minus 5. From 1 and 2 r1 is equal to r3 minus 5 when r3 is equal to 5, r1 is equal to 0 and r2 is equal to 1. So coefficient is equal to coefficient of x raised to 11 is equal to 6 factorial divided by 0 factorial into 1 factorial into 5 factorial into 1 raised to 0. 1 raised to 0 into 3 raised to 1, 3 raised to 5, 1 into 2 raised to 5 which is equal to ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, ദാറ്റ് ഈസ് 6 factorial divided by 5 factorial തമ്മിൽ വെട്ടിപ്പോകുമ്പോൾ 6 ആയി മാറും. 6 into 3 into 2 raised to 5 എന്ന് പറയുമ്പോൾ ആര് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 576. അപ്പോൾ ചെയ്ത ഒരു ഷോർട്ട് കട്ടാണ്. അപ്പോൾ ഷോർട്ട് കട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം. ഷോർട്ട് കട്ട് എഴുതുന്നൊന്ന് ശ്രദ്ധിച്ചോണം. ഓക്കെ, ഇപ്പോൾ ഷോർട്ട് കട്ടാണ്. ഷോർട്ട് കട്ട് ഞാൻ എഴുതുന്നൊന്ന് ശ്രദ്ധിച്ചോണം. അപ്പോൾ കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് റൈസ് ടു 11 into 1 plus 3x the whole raised to 3x plus 2x square the whole raised to 6 ആണ്. നമ്മൾ അതിനെ എങ്ങനെ എഴുതി, 6 factorial divided by r1 factorial into r2 factorial into r3 factorial into ആര് വരും, 1 raised to r1, 3x raised to r2, 2x square raised to r3 എന്നായി മാറി. എന്നാൽ നമ്മൾ എഴുതേണ്ട പ്രധാനപ്പെട്ട കാര്യം എക്സ് റൈസ് ടു r1 plus r2 plus r3 എന്ന് പറഞ്ഞാൽ എപ്പോഴും എത്രയായി മാറും, 6 ആയി മാറും. r1 plus r2 plus r3 എന്ന് പറഞ്ഞാൽ എപ്പോഴും എത്രയായി മാറി, 6 ആയി മാറി. അപ്പോൾ അതായത് ഇക്വേഷൻ നമ്പർ 1. ദി കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് റൈസ് ടു 11 ആണ് കണ്ടുപിടിക്കേണ്ടത്. കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് റൈസ് ടു 11 കണ്ടുപിടിക്കാൻ ആര് ചെയ്യണം, x2 പ്ലസ് അല്ലെ r2 പ്ലസ് 2r3 ഈസിക്കൽ എത്രയായി മാറി, 11 ആയി മാറി. നമ്മൾ എന്ത് ചെയ്യുക, ഇക്വേഷൻ നമ്പർ 1 ഉം 2 എന്ന് കൺസിഡർ ചെയ്ത് r1ൻ്റെ വില r2 പ്ലസ് r3ക്ക് പറയുന്ന വില r2 പ്ലസ് r3 എന്ന് പറയുന്ന സമയത്ത് r2 പ്ലസ് 2r2 എന്ന് പറയുന്ന സമയത്ത് എത്ര വരും, 11 വരും. അപ്പോൾ r1 ഈസ് ഈക്വൽ എന്ന് വിളിക്കാം r3 മൈനസ് 5 എന്ന് വിളിക്കാം. r1 ഈസ് ഈക്വൽ ടു r3 മൈനസ് 5 എന്ന് വിളിക്കാം. r3 മൈനസ് 5 കാരണം ഇത് തമ്മിൽ കൂട്ടുമ്പോഴാണ് 11 വരുന്നത്. അപ്പോൾ r3 ഈസ് ഈക്വൽ എത്രയായി മാറി, 5 ആയി മാറി. അതനുസരിച്ച് r1ൻ്റെ വില എത്രയായി മാറി, 0 ആയി മാറി. r1ൻ്റെ വില 0 ആകുമ്പോൾ r2 എത്രയായി മാറി, 1 ആയി മാറി. സോ കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് റൈസ് ടു 11 എന്ന് പറയുമ്പോൾ ഇതിനകത്തിൽ ആ വില കൊടുത്താൽ മതി. വില കൊടുക്കുന്ന സമയത്ത് എക്സ് റൈസ് ടു 11ൻ്റെ കോയിഫിഷ്യൻ്റ് കിട്ടും. എത്ര കിട്ടും, 576. അപ്പോൾ ഈ ഷോർട്ട് കട്ട് ഓർമ്മയിരിക്കുക. ഓക്കെ, അടുത്തത് അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ദി വാല്യൂ ഓഫ് ക്വസ്റ്റ്യൻ ഇതാണ്. ദി വാല്യൂ ഓഫ് ഡിറ്റർമൻ്റ് ആണ്. ഡിറ്റർമൻ്റിനകത്തിലെ വാല്യൂ ആണ് കണ്ടുപിടിക്കപ്പെടേണ്ടത്. ശ്രദ്ധിച്ചോ.
ദി വാല്യൂ ഓഫ് 10C4, ദി വാല്യൂ ഓഫ് 10 ഡിറ്റർമൻ്റ് ആണ്. ദി വാല്യൂ ഓഫ് 10C4, 10C5, 11Cm. അടുത്ത 11C6, 11C7, അടുത്ത 12Cm+2, അടുത്ത 12C8, 12C9, 13Cm+4 is equal to 0. Then m is equal to എത്ര വരും എന്നാണ് ചോദ്യം. അപ്പം നമുക്ക് അറിയാവുന്ന കാര്യം എന്ന് പറയുന്നത് എന്താണ്? NCR + NCR-1 ഈസ് ഈക്വൽ ടു n+1CR. അപ്പോൾ അതനുസരിച്ച് ഞാൻ എന്ത് ചെയ്തു? ഫോർമുല അപ്ലൈ ചെയ്യുന്നു. ഫോർമുല അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തോരും? ഡിറ്റർമിൻ്റെ കോളംസ് തമ്മിൽ കൂട്ടുകയോ അല്ലെങ്കിൽ കുറയ്ക്കുകയൊക്കെ ചെയ്യാമല്ലോ. ഡിറ്റർമിൻ്റെ പ്രോപ്പർട്ടിയാണ്, പ്രോപ്പർട്ടി എമ്മിൻ്റെ വിലയാണ് കണ്ടുപിടിക്കേണ്ടത്. ഞാൻ എഴുതുന്നു ദിസ് ഡിറ്റർമെൻറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വിളിക്കാം നമ്മൾ? C1 ചേഞ്ചസ് ടു അല്ലെങ്കിൽ C2 ചേഞ്ചസ് ടു, C2 ചേഞ്ചസ് ടു C2 പ്ലസ് ആര് വരും? C1. ഫസ്റ്റ് കോളത്തിന് വ്യത്യാസമൊന്നുമില്ല, അത് അതുപോലെ എഴുതി. 10C4, 11C6 വ്യത്യാസമൊന്നുമില്ല, 12C8 അതുപോലെ. ഇവ തമ്മിൽ കൂട്ടാം. ഫസ്റ്റ് C2 ചേഞ്ചസ് ടു C2 പ്ലസ് C1 ആണ്. അപ്പോൾ 10C4 പ്ലസ് എന്ത് വിളിക്കാം? 10C5. അടുത്ത 11C6 പ്ലസ് 11C7, അടുത്ത 12C8 പ്ലസ് 12C9. ലാസ്റ്റ് കോളത്തിൽ വ്യത്യാസമൊന്നുമില്ല, അത് അതുപോലെ തന്നെ എഴുതി. വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്? 0. വിച്ച് ഇംപ്ലൈസ് എന്ത് വിളിക്കാം? 10C4 അതുപോലെ, 11C6 അതുപോലെ, 12C8 അതുപോലെ. ഇതേതുപോലെ NCR-1 പ്ലസ് NCR, ദാറ്റ് ഈസ് n+1CR. ഇത് NCR പ്ലസ് NCR-1 എന്ത് വിളിക്കാം? 12C7. അടുത്തെന്ത് വരും? 13C9. ഓക്കെ, ഇവിടെ എന്ത് വരും? ദാറ്റ് ഈസ് 11Cm, ഇത് 12Cm+2, ഇത് 13Cm+4 ഈസ് ഈക്വൽ ടു 0. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഒരു ഡിറ്റർമിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഏതെങ്കിലും 2 റോസോ അല്ലെങ്കിൽ 2 കോളംസോ ഒരുപോലെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വില എത്രയായി മാറും? 0 ആയി മാറും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് രണ്ടും ഒരുപോലെ വരണമെങ്കിൽ എമ്മിന് ഏത് വില കൊടുക്കണം എന്ന് ചിന്തിക്കണം. എമ്മിന് ഏത് വില കൊടുത്താൽ മതി? m=5 ആകുമ്പോൾ നോക്കി 11C5 ആയി മാറും. m=5 ആകുമ്പോൾ ഇവിടെ 12C7 ആയി മാറും. m=5 ആകുമ്പോൾ 13C9 ആയി മാറും. സോ വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് m? സോ m= എത്ര ആയി മാറി? 5 ആയി മാറി. m=5 എന്ന് പറയുന്നതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം, ഇവിടെ 11Cm ആണ്. എമ്മിൻ്റെ വില 5 കൊടുക്കുമ്പോൾ 11C5 കിട്ടും. എമ്മിൻ്റെ വില 5 കൊടുക്കുമ്പോൾ 5 + 2 7 എത്ര കിട്ടും? 12C7 കിട്ടും. എമ്മിൻ്റെ വില 5 കൊടുക്കുമ്പോൾ 13C9 എന്ന് പറയുന്ന ഫോമുലായി മാറും. അതായത് 2 കോളംസ് ഒരുപോലെ ആയി മാറും. ആ ഡിറ്റർമിൻ്റെ വില എത്ര ആയി മാറും? 0 ആയി മാറും. സോ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ m = എത്ര വരും? 5 എന്ന് പറയുന്നതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ചെയ്ത രീതി മനസ്സിലാക്കപ്പെടുക. ഓക്കെ, അടുത്തത് അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് 1 ഡിവൈഡഡ് ബൈ 4Cn ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 5Cn പ്ലസ് 1 ഡിവൈഡ് ബൈ 6Cn, ദെൻ n ഈസ് ഈക്വൽ ടു എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ചോദ്യം നോക്കിയോ, ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ ഞാൻ എടുത്തെഴുതാം. അപ്പോൾ നോക്കിയ ക്വസ്റ്റ്യൻ ഇതാണ്. 1 ഡിവൈഡഡ് ബൈ 4Cn ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 4Cn ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 5Cn പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6Cn. 1 ഡിവൈഡഡ് ബൈ 4Cn ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 5Cn പ്ലസ് 1 ഡിവൈഡ് ബൈ 6Cn, ദെൻ n ഈസ് ഈക്വൽ ടു എത്ര വരും എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് 3 ഉണ്ട്, 2 ഉണ്ട്, 1 ഉണ്ട്, 0 ഉണ്ട്, 4 ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്നിന് ഏത് വില കൊടുക്കുമ്പോൾ ഇത് ശരിയായി മാറുന്നു എന്നാണ് ചിന്തിക്കേണ്ടത്. എന്നിന് ഏത് തന്നിരിക്കുന്ന ഓപ്ഷനകത്തിലെ
ഏത് വില ഈ ഇക്വേഷൻ അത് പുട്ട് ചെയ്യുന്ന സമയത്ത് അത് ശരിയായി മാറും എന്ന് നമ്മൾ ചിന്തിക്കണം. എന്നിൻ്റെ വില 1 കൊടുക്കാം, എന്നിൻ്റെ വില 2 കൊടുക്കാം, എന്നിൻ്റെ വില 3 കൊടുക്കാം. തന്നിരിക്കുന്ന ഓപ്ഷനകത്തിൽ ഏത് വില എന്നിന് കൊടുക്കുമ്പോൾ അത് കറക്റ്റായി മാറുന്നു എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്താൽ ഈ പുട്ട് NE നമ്മൾ കൊടുക്കുന്ന പുട്ട് NE 2 കൊടുത്തേ. 2 കൊടുക്കുമ്പോൾ എന്ത് വരും? 1 ഡിവൈഡഡ് ബൈ 4C2 ഈസിക്കൽ 1 ഡിവൈഡഡ് ബൈ 5C2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6C2. 1 divided by 4C2 is equal to 1 divided by 5C2 plus 1 divided by 6C2. നോക്കിയാൽ വില കൊടുക്കുന്ന സമയത്ത് എന്ത് വരും? 1 divided by 4 into 3 divided by 1 into 2 is equal to 1 divided by 5C2 means 5 into 4 divided by 1 into 2 plus 1 divided by 6C2 means 6 into 5 divided by 1 into 2. അതായത് എത്ര വരും? 1/6 is equal എന്ന് വരും 20/2 എന്ന് പറഞ്ഞാൽ 10 plus 1 divided by എത്ര കിട്ടും? 15 അല്ലേ? ഇതൊന്ന് ചെയ്ത് നോക്കിയാൽ 15 എന്നെടുക്കുന്ന സമയത്ത് ഇവ തമ്മിലൊന്ന് കൂട്ടി നോക്കണം. 15 + 10 15 + 10 എന്ന് പറയുന്ന സമയത്ത് എത്രയായി മാറും? 15 + 10 ഡിവൈഡഡ് ബൈ 150 എന്നായി മാറും. അതായത് വിച്ച് ഇസ് ഈക്വൽ ടു 150 25 ഡിവൈഡഡ് ബൈ 150. ശരിക്കും പറഞ്ഞാൽ ഇത് വെട്ടുമ്പോൾ ആര് കിട്ടും? 1/6. സോ 1/6 = 1/6 എന്ന് കിട്ടും. സോ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ NE = 2 ആണ്. അപ്പോൾ ചോദ്യം ഒന്നുകൂടെ ഞാൻ പറയാം. ക്വസ്റ്റ്യൻ അത് പറഞ്ഞേക്കുന്നത് if 4Cn is equal to 5Cn plus 1 divided by 6Cn ആണ്. അപ്പം നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം തന്നിരിക്കുന്ന ഓപ്ഷൻ അതിൽ സിക്ക് ഏത് വില കൊടുത്തു കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് ഹോൾഡ് ചെയ്യും എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. ഓക്കെ, അപ്പം നമ്മളിവിടെ ചിന്തിച്ച കാര്യം ഇതാണ്. എന്നിൻ്റെ വില എന്ത് ചെയ്തു? 2 കൊടുത്തു. 2 കൊടുക്കുന്ന സമയത്ത് ആരും 1 divided by 4C2 is equal to 1/5C2 plus 1 divided by 6C2. 4C2നെ 4 into 3 divided by 1 into 2. 5C2 means എന്താണ്? 5 into 4 divided by 1 into 2. 6C2 means 1 divided by 6 into 5 divided by 1 into 2 എന്ന് പറയുന്ന ഫോമുലായി മാറും. അതായത് ഇത് 10 മാറും, ഇത് എത്രയായി മാറും? 15. LCM എടുത്ത് അറേഞ്ച് ചെയ്യുക. ദാറ്റ് ഈസ് എത്ര കിട്ടും? 1/6 is equal to 1/6 എന്നായി മാറും. സോ അതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. NE = 2 എന്ന് പറയുന്നതാണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ. ക്വസ്റ്റ്യൻ ഇതാണ്. ഈ 18C15 പ്ലസ് 2 ഇൻറ്റു 18C16 പ്ലസ് 17C16 പ്ലസ് 1 ഈസ് ഈക്വൽ ടു NC3. ദെൻ NE = എത്ര വരും എന്നാണ് ചോദ്യം. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. 18C15 പ്ലസ് 2 ഇൻറ്റു 18C16 പ്ലസ് 17C16 പ്ലസ് 1 ഈസ് ഈക്വൽ ടു NC3. ദെൻ NE = എത്ര വരും എന്നാണ് ചോദ്യം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത് വളരെയേറെ ശ്രദ്ധിച്ചോണം. കാരണം പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ പല തവണ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ്. ഒരു മിനിമം കീമിനെ സംബന്ധിച്ച് പറയുമ്പോൾ പെർമ്യൂട്ടേഷൻ ബൈനോമിയൽ തിയറി ചേർത്തിട്ട് എത്ര ഒരു 6 അല്ലെങ്കിൽ 7 ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ ഇത് കൃത്യമായി നോക്കി പോവുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടെ വായിക്കാം. 18C15 പ്ലസ് 2 ഇൻറ്റു 18C16 പ്ലസ് 17C16 പ്ലസ് 1 ഈസ് ഈക്വൽ ടു NC3 എന്നാണ് ചോദ്യം. ഞാൻ എഴുതാം, എന്നിട്ട് ചെയ്യുന്ന രീതി നോക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ ഞാൻ എഴുതുന്നു. ഇപ്പോൾ ചോദ്യം ഇതാണ്. 18C15 പ്ലസ് 2 ഇൻറ്റു 18C16 പ്ലസ് 17C16 പ്ലസ് 1 ഈസ് ഈക്വൽ ടു NC3 ആണ്. ഓക്കെ, അപ്പം നമ്മൾ ചെയ്യുന്ന രീതി നോക്കിയേ. 18C15 അതുപോലെ എഴുതി. 18C16 പ്ലസ് 18C16 പ്ലസ് 17C16 പ്ലസ് 1 ഈസ് ഈക്വൽ ടു NC3. ഈ 18C15 നമുക്ക് എഴുതാവുന്ന പേരാണ് 18C3 എന്ന് എഴുതാം. കാരണം എന്താണ്? ഫോർമുല എന്താണ്? NCR ഈസ് ഈക്വൽ ടു NCN-R ആണ് ഫോർമുല. അപ്പോൾ NC15 എന്ന് വിളിക്കാം 18C3 പ്ലസ് 18C16 എന്ന് പറയുമ്പോൾ എന്ത് വിളിക്കാം? 18C എത്ര കിട്ടും? 2. മുമ്പേ പറഞ്ഞ ഫോർമുലയാണ് എഴുതിയേക്കുന്നത്. NCR ഈസ് ഈക്വൽ NCN-R പ്ലസ് 18C16 വീണ്ടും നമ്മൾ എഴുതുന്നു 18C2 പ്ലസ് ഇവിടെ ഒരു നടുക്കൊരു വലിയ പ്ലസ് കൊടുക്കാം, അതിൻ്റെ ആവശ്യമുണ്ട്. 17C16 എന്ന് പറയുമ്പോൾ എന്ത് വിളിക്കാം? 17C1 എന്ന് എഴുതാം. പ്ലസ് 1നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? അതുപോലെ തന്നെ കിടന്നോട്ട് ഈസ് ഈക്വൽ ടു NC3. ഓക്കെ, ചെയ്താൽ മനസ്സിലായല്ലോ.
ഈ 18C3+18C2 എന്ന് പറയുമ്പോൾ NCR ഏത് ഫോർമുല NCR-1 NCR ഈസ് ഈക്വൽ ടു n+1 CR എന്നായി മാറും. NCR-1 NCR ഈസ് ഈക്വൽ ടു n+1 CR. n+1 മീൻസ് 19C3 പ്ലസ് ആര് വരും 18C2 അതുപോലെ തന്നെ എഴുതി പ്ലസ് 17C1 പ്ലസ് 17C1 മീൻസ് 17 എന്നാണ്. 17C1 വേണമെങ്കിൽ നമുക്ക് എഴുതാം. 17C1 എന്ന് വെച്ചാൽ NC1 എന്ന് പറഞ്ഞാൽ എത്രയാണ് NC1 എന്ന് പറഞ്ഞാൽ n ആണ്. 17C1 17+1 ഈസ് ഈക്വൽ ടു NC3, അതായത് 19C3 പ്ലസ് 18C2 പ്ലസ് 18 ഈസ് ഈക്വൽ ടു NC3. 17+1 18 മാറി. 19C3 പ്ലസ് ഈ 18C2 പ്ലസ് 18C1 എന്ന് പറഞ്ഞാൽ 18 ആയിക്കോളും ഈസ് ഈക്വൽ ടു NC3. ഇത് NCR-1 പ്ലസ് NCR എന്ന് പറയുന്ന ഫോമിലാണ്. ദാറ്റ് ഈസ് n+1 CR 19 CR, അതായത് 19C3 പ്ലസ് 19C2 ഈസ് ഈക്വൽ ടു NC3 എന്നായി മാറും. അതായത് NCR-1 പ്ലസ് NCR എന്ന് വെച്ചാൽ 20C3 ഈസ് ഈക്വൽ എന്ന് വിളിക്കാം NC3. സോ വാട്ട് ഈസ് വാല്യൂ ഓഫ് n ഈസ് ഈക്വൽ ടു എത്ര വരും 20. എന്നിൻ്റെ വില എത്ര ആയി മാറി 20 ആയി മാറി. സോ n ഈസ് ഈക്വൽ ടു 20 എന്ന് പറയുന്നതാണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ നോക്കിയോ 18C15 പ്ലസ് 2 × 18C16 പ്ലസ് 17C16 പ്ലസ് 1 ഈസ് ഈക്വൽ ടു NC3 ആണ്. അപ്പോൾ 18C15 പ്ലസ് 18C16 18C16 പ്ലസ് 18C16 17C16 വ്യത്യാസമൊന്നുമില്ല. അതുപോലെ പ്ലസ് 1 ഈക്വൽ ടു NC3. ഈ രണ്ട് ടേമുകൾ 18C15 എന്ന് വെച്ചാൽ 18C3, 18C16 എന്ന് വെച്ചാൽ 18C2 പ്ലസ് 18C16 എന്ന് വെച്ചാൽ 18C2, 17C16 എന്ന് വെച്ചാൽ 17C1. ഏത് ഫോർമുലയാണ് ഈ അപ്ലൈ ചെയ്തിരിക്കുന്നത് NCR ഈസ് ഈക്വൽ ടു NCn-R പ്ലസ് 1 ഈക്വൽ ടു NC3. ഇത് NCR-1 പ്ലസ് NCR എന്ന് വെച്ചാൽ n+1 CR 19CR R മീൻസ് 3. ഇനി 18C2 വ്യത്യാസമല്ല. അതുപോലെ 17C1 എന്ന് വെച്ചാൽ 17+1 18 ആയി മാറി. ഇവ തമ്മിൽ കമ്പൈൻ ചെയ്യും. 18C2 പ്ലസ് 18 തമ്മിൽ കമ്പൈൻ ചെയ്യാം. 18C1 എന്ന് എഴുതാം. 18C1. അപ്പോൾ ഏത് ഫോർമുല NCR-1 പ്ലസ് NCR ദാറ്റ് ഈസ് n+1 CR, അതായത് 19C2 എന്ന് എഴുതാം. NCR-1 പ്ലസ് NCR 19C2. ഇവിടെ 19 എന്ത് വരും C3. 19C3 പ്ലസ് 19C2 ഈസ് ഈക്വൽ NC2, അതായത് 20C3 NCR-1 പ്ലസ് NCR ദാറ്റ് ഈസ് 19+1 NCR NCR-1 പ്ലസ് NCR ദാറ്റ് ഈസ് n+1 CR R മീൻസ് 3. ദാറ്റ് ഈസ് 20C3 ഈസ് ഈക്വൽ എന്ത് വിളിക്കാം NC3 എന്നായി മാറും. n ഈസ് ഈക്വൽ എത്ര കിട്ടും 20 എന്നായി മാറും. സോ ഓപ്ഷൻ n ഈസ് ഈക്വൽ 20 എന്ന് പറയുന്നതാണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ അത് ചെയ്ത രീതി മനസ്സിലാക്കപ്പെടുക. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് m ഈസ് ഈക്വൽ ടു NC2 then MC2 ഈസ് ഈക്വൽ ടു എത്ര വരും എന്നാണ് ചോദ്യം. ഇഫ് m ഈസ് ഈക്വൽ ടു NC2 then MC2 ഈസ് ഈക്വൽ ടു എത്ര വരും എന്നാണ് ചോദ്യം. അപ്പോൾ ചെയ്യുന്ന രീതി നോക്കുക. അപ്പോൾ ചെയ്യുന്ന രീതി ശ്രദ്ധിച്ചോണേ. ശകലം പാടുള്ളൊരു ക്വസ്റ്റ്യനാണ്, ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് m ഈസ് ഈക്വൽ ടു NC2 അപ്പോൾ m ഈസ് ഈക്വൽ ടു NC2 എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ n × n-1 ഡിവൈഡഡ് ബൈ 1 × 2. സോ MC2 ഈസ് ഈക്വൽ എന്ന് വിളിക്കാം. MC2 ഈസ് ഈക്വൽ n × n-1 ഡിവൈഡ് ബൈ 1 × 2 അല്ലെങ്കിൽ 2C2 എന്ന് വിളിക്കാം. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇഫ് m ഈസ് ഈക്വൽ NC2 ആണെങ്കിൽ MC2 കണ്ടുപിടിക്കണം. അപ്പോൾ m ഈസ് ഈക്വൽ NC2 എന്ന് പറഞ്ഞാൽ n × n-1 ഡിവൈഡ് ബൈ 1 × 2. MC2 കണ്ടുപിടിക്കാൻ ഇതേ C2 ആയി മാറി. ഫോർമുല അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആര് വരും? ഇതേ ഇൻറ്റു ഇതുൾപ്പെടെ 2 സ്ഥാനം ബാക്കിലോട്ട് ഡിവൈഡഡ് ബൈ ആര് വരും 1 × 2 എന്ന് പറയുമ്പോൾ 2 ആയി മാറി. ഇത് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് LCM ഒക്കെ എടുക്കാം. LCM എടുക്കുന്ന സമയത്ത് ആര് വരും? ബാക്കി നോക്കിയോ. വിച്ച് ഈസ് ഈക്വൽ ടു
MC2 ഈസ് ഈക്വൽ ടു എൽസിയം എടുക്കാൻ വരും n ഇൻറ്റു n മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഇത് എൽസിയം എടുക്കുമ്പോൾ ആര് വരും n ഇൻറ്റു n മൈനസ് 1 മൈനസ് 2 ഡിവൈഡഡ് ബൈ ആര് വരും 2 എന്നായി മാറും വിച്ച് ഈസ് ഈക്വൽ ടു n ഇൻറ്റു n മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ആര് വരും n സ്ക്വയർ മൈനസ് n മൈനസ് 2 ഡിവൈഡഡ് ബൈ 2 എന്നായി മാറും വിച്ച് ഈസ് ഈക്വൽ ഇതിനെ നമുക്ക് അറേഞ്ച് ചെയ്യാം. എങ്ങനെ അറേഞ്ച് ചെയ്യാം? ഇതിനെ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ എഴുതാമല്ലോ n ഇൻറ്റു n മൈനസ് 1 ഇതൊരു ക്വാഡ്രാറ്റിക് ഫോമാണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോസിറ്റീവ് 1 അല്ലെ n മൈനസ് 2 ഡിവൈഡഡ് ബൈ 2 ഇത് എത്ര ആയി മാറി 2 ആയി മാറി വിച്ച് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും ദാറ്റ് ഈസ് n ഇൻറ്റു അല്ലെ n മൈനസ് 1 ഇൻറ്റു n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു n മൈനസ് 2 ഡിവൈഡഡ് ബൈ എത്ര കിട്ടും ഡിവൈഡഡ് ബൈ ഇത് 4 താഴെ ഡിവൈഡ് ബൈ ഒരു 2 ഉണ്ട് ബൈ 2 ഇത് ഡിവൈഡഡ് ബൈ 2 ഇത് ഡിവൈഡഡ് ബൈ 2 വിച്ച് ഈസ് ഡിവൈഡഡ് ബൈ 8. സോ നമ്മുടെ ഓപ്ഷൻ വരുന്നത് n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 8 എന്ന് വരും. അതാണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ. n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു n മൈനസ് 2 ഡിവൈഡഡ് ബൈ 8. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഇതാണ് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, n പ്ലസ് 1 C4 എന്ന് വരും നമ്മുടെ ഓപ്ഷൻ പറയുന്ന സമയത്ത് n പ്ലസ് 1 C4 വിച്ച് ഇസ് ഈക്വൽ ടു n പ്ലസ് 1 C4. ഇത് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് എന്ത് വരും n പ്ലസ് 1 അതിന് തൊട്ടുമുമ്പുള്ള ടേം ആര് വരും തൊട്ടുമുമ്പുള്ള ടേം എന്ന് പറയുമ്പോൾ n അതിന് തൊട്ടുമുമ്പുള്ള ടേം ആര് വരും n മൈനസ് 1 അതിന് തൊട്ടുമുമ്പുള്ള ടേം ആര് വരും n മൈനസ് 2 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 എന്നായി മാറും. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ ഈ 3യെ വെട്ടിക്കളയാൻ വേണ്ടി 3 ഇൻറ്റു n പ്ലസ് 1 C4 എന്ന് വരും. 3 ഇൻറ്റു n പ്ലസ് 1 C4 എന്ന് പറയുന്ന ഓപ്ഷനാണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ. നമ്മുടെ ഓപ്ഷൻ നമ്പർ പറയുകയാണെങ്കിൽ ഓപ്ഷൻ്റെ നമ്പർ പറയാവുന്ന സമയത്ത് ദാറ്റ് ഈസ് ഏതാണ് ഓപ്ഷൻ സി ആണ്. 3 ഇൻറ്റു n പ്ലസ് 1 C4 എന്ന് പറയും. ഇതാണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള ആൻസർ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. ഇഫ് m ഈസിക്കൽ NC2 ആണ്. m ഈസിക്കൽ NC2 ആകുമ്പോൾ ഫോർമുല n ഇൻറ്റു n മൈനസ് 1 ഡിവൈഡ് ബൈ 1 ഇൻറ്റു 2. അടുത്ത MC2 കണ്ടുപിടിക്കുന്ന സമയത്ത് ആര് വരും n ഇൻറ്റു n മൈനസ് 1 C2 ആയി മാറി. ഫോർമുല അപ്ലൈ ചെയ്യുന്ന സമയത്ത് നോക്കിയേ അപ്പോൾ എന്ത് വരും n ഇൻറ്റു അല്ലേ n ഇൻറ്റു n മൈനസ് 1 ഡിവൈഡഡ് ബൈ 2. LCM എടുക്കുക. LCM എടുത്തു. LCM എടുക്കുന്ന സമയത്ത് 2 ഇങ്ങ് വരും. ഇവിടെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതിനെ ഒരു ക്വാഡ്രാറ്റിക് ഫോമായി മാറി. ക്വാഡ്രാറ്റിക് ഫോം ഇവിടെ 2 ഇൻറ്റു 2 ഉണ്ട്. താഴെ ഒരു ബൈ 2 ഉണ്ട്. ഇതിന് n പ്ലസ് 1 ഇൻറ്റു n മൈനസ് 2 ഇത് 2 ഇൻറ്റു 2 4 ഇവിടെ വരുമ്പോൾ 8 ആയി മാറി. ദി ആൻസർ ഈസ് എന്ത് വിളിക്കാം 3 ഇൻറ്റു n പ്ലസ് 1 C4 എന്നായി. ഓക്കെ, അടുത്ത നമ്മൾ പറയുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. ദ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ ഓഫ് ദ ലെറ്റേഴ്സ് ഓഫ് ദി വേർഡ് കോൺസിക്വൻസ് ഇൻ വിച്ച് ഓൾ ദി 3 ഈസ് ആർ ടുഗദർ ഈസ് എത്രയാണ് എന്നാണ് ചോദ്യം. ദി നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഓഫ് ലെറ്റേഴ്സ് ഓഫ് ദി വേർഡ് കോൺസിക്വൻസ് ഇൻ വിച്ച് ഓൾ ദി 3 ഈസ് ആർ ടുഗദർ. കോൺസിക്വൻസ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് അതിലെ 3 ഈകളും ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യപ്പെടാൻ പറ്റും എന്നാണ് ചോദ്യം. ദി നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ ഓഫ് ലെറ്റേഴ്സ് ഓഫ് ദി വേർഡ് കോൺസിക്വൻസ് ഇൻ വിച്ച് ഓൾ 3 ഈസ് ആർ ടുഗദർ എന്നാണ് ചോദ്യം. അപ്പോൾ അതിന് എങ്ങനെ ചെയ്യാം? 3 ഈസ് ആർ ടുഗദർ. 3 ഈസ് ടുഗദർ ആകുന്ന സമയത്ത് നമുക്ക് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യപ്പെടാൻ പറ്റും എന്നാണ് ചോദ്യം. അപ്പോൾ കോൺസിക്വൻസ് എന്ന് പറയുന്നതാണ് നമ്മുടെ ലെറ്റർ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ക്വസ്റ്റ്യൻ വായിക്കാം. ദി നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ ഓഫ് ലെറ്റേഴ്സ് ഓഫ് ദി വേർഡ് കോൺസിക്വൻസ് ഇൻ വിച്ച് ഓൾ ദി 3 ഈസ് ആർ ടുഗദർ. അപ്പോൾ നോക്കിയോ, കോൺസിക്വൻസ് എന്ന് പറയുന്ന വാക്ക് നമ്മൾ എഴുതുന്നു CONSEQUENCE. CONSEQUENCE കോൺസിക്വൻസ് എന്ന് പറയുന്ന വാക്ക് അതിൽ 3 ഈകൾ ഒന്നിച്ചെഴുതിയാൽ എത്ര രീതികളിൽ എഴുതാൻ സാധിക്കും എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ എങ്ങനെ ചെയ്യാം? അപ്പോൾ കോൺസിക്വൻസ് എന്ന് പറയുന്ന വാക്കിനകത്തിൽ 3 ഈകൾ ഒന്നിച്ചെടുക്കണം. ഓക്കെ, ഈ എത്ര കോൺസിക്വൻസ് എന്ന് പറയുന്ന വാക്കിനകത്ത് എത്ര ഈകളുണ്ട്? എത്ര ഇ എന്ന് പറയുന്ന 3 എണ്ണമുണ്ട്. പിന്നെ ബാക്കി എത്ര ഉണ്ട്? n എത്ര തവണ വരുന്നുണ്ട്? n 2 തവണ വരുന്നുണ്ട്. സി എത്ര തവണ വരുന്നുണ്ട്? 2 തവണ വരുന്നുണ്ട്. ക്യൂ 1 തവണയേ വരുന്നുള്ളൂ. യു 1 തവണയേ വരുന്നുള്ളൂ. എസ് 1 തവണയേ ഉള്ളൂ. ഒ 1 തവണയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ കോൺസിക്വൻസ് എന്ന് പറയുന്ന വാക്കിനകത്തിൽ ഈകളെല്ലാം ഒന്നിച്ചെടുക്കുന്ന സമയത്ത് ആര് വരും? സി എഴുതി, ഒ എഴുതി,
എൻ എഴുതി, എസ് എഴുതി, ക്യൂ എഴുതി, യു എഴുതി, എൻ എഴുതി, സി എഴുതി. ഈ എല്ലാം കൂടെ ഒറ്റ ലെറ്ററായിട്ട് കൺസിഡർ ചെയ്യണം. മൊത്തം എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11. ഈകളെല്ലാം ഒന്നിച്ചെടുത്താൽ എത്രയായി മാറി? 1 2 3 4 5 6 7 8 9. അപ്പോൾ ടോട്ടൽ അറേഞ്ച്മെൻറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ഈ ഒറ്റ ലെറ്ററായിട്ട് കൺസിഡർ ചെയ്യണം. അപ്പോൾ എത്ര വരും? 9 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഒരുപോലെ വരുന്ന സംഖ്യയുടെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. ഈയുടെ വേണ്ട, കാരണം ഈ നമ്മൾ ഒറ്റ ലെറ്ററായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇവിടുത്തെ 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടർ എന്ന് പറഞ്ഞിരിക്കുന്ന ആരുടെയാണ്? എന്നിൻ്റെ 2 തവണയും സി 2 തവണയും. മനസ്സിലായോ പറഞ്ഞേ? അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, കോൺസിക്വൻസ് എന്ന് പറയുന്ന വാക്കിനകത്തിലെ ഈകളെല്ലാം കൂടെ ഒന്നിച്ച് വരുന്ന സമയത്ത് എന്താണ് ആൻസർ എത്ര വരും എന്നാണ് ചോദ്യം. ഈകളെല്ലാം ഒന്നിച്ച് വരുന്ന സമയത്ത് അതിനെ എത്ര രീതികളിൽ അറേഞ്ച് ചെയ്യപ്പെടാൻ പറ്റുമെന്നാണ് ചോദ്യം. അപ്പോൾ കോൺസിക്വൻസ് എന്ന വാക്ക് അതിൽ ഈകളെല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്തു? ഒറ്റ ലെറ്ററായിട്ട് കൺസിഡർ ചെയ്യുന്നു. ഒറ്റ ലെറ്ററായിട്ട് കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതെന്തായി മാറി? മൊത്തം 12 വാക്കാണ് ഉണ്ടായിരുന്നത്. ഒറ്റ ലെറ്ററായിട്ട് കൺസിഡർ ചെയ്യുന്ന സമയത്ത് അത് എത്രയായി മാറി? 12 എന്ന് പറയുന്ന ലെറ്റർ എത്രയായി മാറി? 9 ആയി മാറി. കാരണം ഈ 3 ഈകൾ 3 3 6 6 3 9 11 എന്നുള്ള എത്രയായി മാറി? 9 ആയി മാറി. 9 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എന്നിൻ്റെ 2 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ സിയുടെ 2 ഫാക്ടോറിയൽ. പറഞ്ഞാൽ മനസ്സിലായോ? ഏതാണ് സെക്കൻഡ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് പറയുന്നതാണ്. ഒരു കാര്യം എം ബേസിൽ അല്ല ടോട്ടൽ n ഐറ്റംസ് ഉണ്ട്. അതിൽ P1 P2 P3 എക്സെട്ര Pk ഒരുപോലെ വന്നു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ P1 ഫാക്ടോറിയൽ ഇൻറ്റു P2 ഫാക്ടോറിയൽ ഇൻറ്റു എക്സെട്ര Pk ഫാക്ടോറിയൽ ആയിരിക്കും. അതാണ് ചെയ്തിരിക്കുന്ന രീതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് 1 + x - 3x² ദി ഹോൾ റൈസ് ടു 10 ഈസ് ഈക്വൽ ടു 1 + a1x + a2x² + a20x² a20x raised to 20, then a2 + a4 + a6 + a20 ഈസ് ഈക്വൽ ടു എത്രയാണ് എന്നാണ് ചോദ്യം. ഇതൊരു ജെഇയുടെ ക്വസ്റ്റ്യൻ ആണ്. ഇഫ് 1 + x - 3x² ദി ഹോൾ റൈസ് ടു 10, ഞാൻ ആ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതാം. ഈസ് ഈക്വൽ ടു a1 1 + a1x + a2x² + എക്സെട്ര a20x raised to 20 ആണെങ്കിൽ a2 + a4 + a6 + a20 എത്ര വരും എന്നാണ് ചോദ്യം. ക്വസ്റ്റ്യൻ ഞാനൊന്ന് എഴുതി കാണിക്കാം, നോക്കിയോ. (1 + x - 3x²) 1 + x - 3x² the whole raised to 10 is equal to 1 + a1x + a2x² + etc. + a20x raised to 20 ആണെങ്കിൽ then എന്ത് കണ്ടുപിടിക്കണം? a2 + a4 + a6 + etc. + a20 ഈസ് എത്ര വരും എന്നാണ് ചോദ്യം. 1 + x - 3x² ദി ഹോൾ റൈസ് ടു 10നെ 1 + a1x + a2x² + etc. a20x raised to 20 ആണെങ്കിൽ a2 + a4 + a6 + a20 എത്ര വരും എന്നാണ് ചോദ്യം. അപ്പോൾ എങ്ങനെ ചെയ്യാം? അപ്പോൾ ഇത് തന്നിട്ടുണ്ട്, നമുക്ക് ഈവൻ പവറുകളുടെ സം കണ്ടുപിടിച്ചാൽ മതി. ഇത് തന്നിരിക്കുന്ന കാര്യം ഞാൻ അതുപോലെ എടുത്തെഴുതി. ഗിവൺ 1 + x - 3x² ദി ഹോൾ റൈസ് ടു 10 ഈസ് ഈക്വൽ ടു 1 + a1x + a2x² + എക്സെട്ര a20x raised to 20 എന്ന് എഴുതി. ഞാൻ പുട്ട് x ഈസ് ഈക്വൽ ടു 1 കൊടുത്തേ. പുട്ട് എക്സിന് 1 എന്ന് വില കൊടുക്കുമ്പോൾ 1 + 2 2 - 3 2 - 3 എന്ന് വെച്ചാൽ -1 raised to 10 എന്ന് വെച്ചാൽ 1 ഈസ് ഈക്വൽ ടു ആര് വരും? a1 + a2 + a3 + എക്സെട്ര + a20 x raised to 20 ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. എഴുതിയാൽ മനസ്സിലായല്ലോ. എക്സിന് 1 എന്ന് കൊടുത്തു. ഇനി എക്സിന് -1 കൊടുത്തേ. പുട്ട് x ഈസ് ഈക്വൽ -1 കൊടുക്കുന്ന സമയത്ത് ആര് വരും? എക്സിന് -1 കൊടുത്താൽ 0 ആയി മാറി. -1ൻ്റെ സ്ക്വയർ ഇപ്പോൾ -3 raised to 10, അതായത് 3 raised to 10 ഈസ് ഈക്വൽ ടു 1 - a1 ആയി മാറും, +a2 ആയി മാറും, -a3 ആയി മാറും, +a4 ആയി മാറും, -a5 + എക്സെട്ര ലാസ്റ്റ് ടൈം എത്ര ആയി മാറി? +a20. ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, നമുക്ക് ആര് വേണം? a2 a4 a6 ഒക്കെ മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇവ തമ്മിലും കൂട്ടും. 1 + 2 1 + 2 കൂട്ടുമ്പോൾ ആര് വരും? 3 raised to 10 + 1 ഈസ് ഈക്വൽ ടു ഇവിടെ 1 ഉണ്ട്, -a1 ക്യാൻസലായി മാറി. അല്ലേ, സോറി, ഇവിടെയും 1 ഉണ്ട്. 1 + 1 എത്ര ആയി മാറി? 2 ആയി മാറി. 1 ഉണ്ട്, a1 ഉണ്ട്, a2 ഉണ്ട്, എക്സെട്ര a20 ഉണ്ട്. -1 കൊടുക്കുമ്പോൾ -a1, അപ്പോൾ ഇവിടെ 1 + 1 എത്ര ആയി മാറി? 2 ആയി മാറി. -a1 ക്യാൻസലായി മാറി. ബാക്കി ആരുണ്ട്? 2 × a2 + a4 + a6 + എക്സെട്ര + a20 ആയി മാറും.
ഓക്കെ, ഈ 2 ഇപ്പുറത്ത് വരുമ്പോൾ എന്ത് വരും? 3^10 പ്ലസ് 1 മൈനസ് 2 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ആര് വരും? A2 പ്ലസ് A4 പ്ലസ് A6 പ്ലസ് എക്സെട്ര പ്ലസ് A20 ആയി മാറും. അത് 3^10 മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ആര് വരും? A2 പ്ലസ് A4 പ്ലസ് A6 പ്ലസ് എക്സെട്ര പ്ലസ് A20 ആയി മാറി. ഓക്കെ, ചെയ്താൽ മനസ്സിലായോ? ഒന്നുകൂടെ പറയണോ? അപ്പോൾ ചെയ്ത രീതി ഒന്നുകൂടെ ഓർത്തിരിക്കണം. ഇതൊരു ജെഇയുടെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 1 പ്ലസ് എക്സ് മൈനസ് 3x² ദി ഹോൾ റൈസ് ടു 10 ആണ്. അതിൻ്റെ എക്സ്പാൻഷൻ വ്യക്തമായി പറയുന്നുണ്ട്. എത്രയാണ്? 1 പ്ലസ് A1x പ്ലസ് A2x² പ്ലസ് എക്സെട്ര പ്ലസ് A20 x റൈസ് ടു 20 ആണ്. എക്സിൻ്റെ വില നമ്മൾ എന്ത് ചെയ്തു? 1 കൊടുത്തു. എക്സിൻ്റെ വില 1 കൊടുക്കുമ്പോൾ ആര് വരും? 1 പ്ലസ് 1 2 മൈനസ് 3 എന്ന് പറയുമ്പോൾ -1 മൈനസ് 1 റൈസ് ടു 10 എന്ന് വെച്ചാൽ 1 ഈസ് ഈക്വൽ 1 പ്ലസ് A1 പ്ലസ് A2 പ്ലസ് A3 പ്ലസ് എക്സെട്ര പ്ലസ് A20 ആയി മാറും. A20 ആയി മാറുന്ന സമയത്ത് ഇത് കിട്ടും, ഈ എക്സ്പാൻഷൻ കിട്ടും. ഓക്കെ, അടുത്ത പുട്ട് എക്സ് ഈസ് ഈക്വൽ എന്ത് ചെയ്യും? -1 കൊടുക്കും. -1 കൊടുക്കുമ്പോൾ ആര് വരും? -1 കൊടുക്കുന്ന സമയത്ത് ഇത് എത്രയായി മാറി? 1ഉം -1 ക്യാൻസലായി മാറി. -1ൻ്റെ സ്ക്വയർ -3^10 എന്ന് വെച്ചാൽ പോസിറ്റീവ് 3^10 ഈസ് ഈക്വൽ ടു 1 മൈനസ് A1, ഇത് പ്ലസ് A2, അടുത്ത -A3 പ്ലസ് A4 എക്സെട്ര. ലാസ്റ്റ് ടൈം എന്ത് വരും? A20 -1/20 ആയി മാറി. അത് ഇക്വേഷൻ നമ്പർ 2 കിട്ടും. ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം എന്ത് ചെയ്യണം? ഈ രണ്ട് ഇക്വേഷൻ തമ്മിൽ എന്ത് ചെയ്യും? ഈ രണ്ട് ഇക്വേഷൻ തമ്മിൽ കൂട്ടുമ്പോൾ -A1 ക്യാൻസലായി മാറും. A2 അതുപോലെ തന്നെ കൂട്ടി എഴുതും. A3 ക്യാൻസലായി മാറും. A4 കൂട്ടി എഴുതും. A5 ക്യാൻസലായി മാറും. A6 കൂട്ടി എഴുതും. ലാസ്റ്റിൽ A20 കൂട്ടി എഴുതും. അതായത് ഈവൻ ടേമായിട്ടുള്ള ടേമുകളെല്ലാം കൂട്ടി വരും. ഓഡ് ടേം എല്ലാം എന്തായി മാറും? ക്യാൻസലായി മാറും. 1 കൂട്ടുമ്പോൾ എത്ര വരും? 2 വരും. ഇവിടെ 2 ഇൻറ്റു A2 പ്ലസ് A4 പ്ലസ് A6 പ്ലസ് എക്സെട്ര A20 ആയി മാറി. 2 ഇപ്പുറത്ത് വരുമ്പോൾ 1 മൈനസ് 2 ആയി മാറും, അതായത് -1. എന്നിട്ട് നമ്മൾ 2 വെച്ച് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് വേണ്ട ഈവൻ ടേമുകളുടെ സമ്മ് കിട്ടും. അതായത് A2 പ്ലസ് A4 പ്ലസ് A6 പ്ലസ് എക്സെട്ര A20 കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ഇതാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ദി എക്സ്പാൻഷൻ ഓഫ് 1 പ്ലസ് x പ്ലസ് x² പ്ലസ് x³ ദി ഹോൾ റൈസ് 6 ദി കോയിഫിഷ്യൻ ഓഫ് x റൈസ് ടു 14. അപ്പോൾ ഇതേലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ മുമ്പ് ഞാൻ ചെയ്ത് കാണിച്ചാൽ x റൈസ് ടു 14 എന്ത് ചെയ്യണം? കോയിഫിഷ്യൻ്റ് കണ്ടുപിടിക്കണം. x റൈസ് ടു 14 കോയിഫിഷ്യൻ്റ് കണ്ടുപിടിക്കപ്പെടുക. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അതിനൊന്ന് എക്സ്പാൻഡ് ചെയ്യപ്പെടാൻ ശ്രമിക്കുക. അതിൻ്റെ ശേഷം അതിൻ്റെ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് കാണിക്കപ്പെടാം. അപ്പോൾ നോക്കിയോ ചെയ്യുന്ന രീതി. 1 പ്ലസ് x പ്ലസ് x² പ്ലസ് x³ ദി ഹോൾ റൈസ് ടു 6-നകത്തിലെ x റൈസ് ടു എന്താണ്? കോയിഫിഷ്യൻ ഓഫ് x റൈസ് ടു 14 ആണ് കണ്ടുപിടിക്കപ്പെടേണ്ടത്. ക്വസ്റ്റ്യൻ ഞാനൊന്ന് എഴുതി കാണിക്കാം, എന്നിട്ട് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. ദി കോയിഫിഷ്യൻ ഓഫ് x റൈസ് ടു 14 the coefficient of x raised to 14 in 1 plus x plus x square 1 plus x plus x square plus x cube the whole raised to 6. The coefficient of x raised to 14 in 1 plus x plus x square plus x cube the whole raised to 6 is എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ നോക്കിയോ, നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. വി ഹാവ് 1 plus x plus x square plus x cube the whole raised to 6 is equal to, ഇതിനെ ഞാനൊന്ന് അറേഞ്ച് ചെയ്യും. അതായത് ഇതിനെ ഇങ്ങനെ എഴുതാം. 1 plus x പ്ലസ് ഇവിടുന്ന് എന്ത് ചെയ്യാം? x സ്ക്വയർ കോമെടുത്താൽ ആര് വരും? 1 plus x the whole raised to 6 എന്ന് പറഞ്ഞാൽ വീണ്ടും ആരെ കോമെടുക്കാം? ഈ 1 plus x കോമെടുക്കാം. അപ്പോൾ 1 plus x into 1 plus x square the whole raised to 6 എന്ന് പറഞ്ഞാൽ which is equal to 1 plus x the whole raised to 6 into 1 plus x square the whole raised to 6. നമുക്ക് ആരെയാ വേണ്ടി? എക്സ് റൈസ് ടു 14ൻ്റെ കോയിഫിഷ്യൻ്റാണ് കണ്ടുപിടിക്കപ്പെടേണ്ടത്. വിച്ച് ഇസ് ഈക്വൽ ടു അങ്ങ് എക്സ്പാൻഡ് ചെയ്യും. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ആര് വരും? 1 പ്ലസ് ആര് വരും? 6c0 എന്ന് പറഞ്ഞാൽ 1 ആണ്. 6c1 ഇൻറ്റു എക്സ് പ്ലസ് 6c2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് 6c6 ഇൻറ്റു എക്സ് റൈസ് ടു 6 എന്നായി മാറും. ഇൻറ്റു ആര് വരും? 1 പ്ലസ് എക്സ് സ്ക്വയർ ദി ഹോൾ റൈസ് ടു 6 ആയി മാറും. വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വിളിക്കാം? ദെയർഫോർ സ്റ്റെപ്പ് ഞാൻ കുറയ്ക്കും. ദെയർഫോർ കോയിഫിഷ്യൻ്റ് ഓഫ് x റൈസ് ടു 14 ഈസ് ഈക്വൽ ടു, ഇവിടെ നോക്കിയാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം 6c2 ഉണ്ട്. ഇത് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ആരും ഇത് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് 6c1 ഇൻറ്റു എക്സ് റൈസ് ടു എത്ര വരും? 12 എന്ന് വരും. അപ്പോൾ എന്ത് വരും? ദാറ്റ് ഈസ്
C2 ഇൻറ്റു ആര് വരും 6C2 പ്ലസ് അടുത്തത് വരും 6C1 ഇൻറ്റു 6C2 പ്ലസ് 6C2 ആയി മാറും. എഴുതിയാൽ മനസ്സിലായോ? കാരണം ഇത് ലാസ്റ്റ് ടൈം എഴുതുന്ന സമയത്ത് 6C6 x⁻12 എന്നായി മാറും. 6C6 ഇൻറ്റു x⁻12 അതിനെ 6C2 ഇവിടുത്തെ എക്സ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റായ 6C2 എക്സ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേ x⁻14 കിട്ടത്തുള്ളൂ. അതുകൊണ്ട് 6C2. അടുത്ത ഇവിടുത്തെ 6C1 ഇൻറ്റു എക്സ് ഉണ്ട്, അവിടെ ഒരു ടൈം എടുക്കുമ്പോൾ 6C2 x⁻13 വരും. ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ലാസ്റ്റിൽ അവിടെ ഒരു 6C2 എന്ന് പറയുന്ന ടൈം വരുമ്പോഴും ഇത് വരും. അപ്പോൾ 6 അല്ലെങ്കിൽ സംശയമുള്ള ആളുകൾ ഇത് എക്സ്പാൻഡ് ചെയ്ത് നോക്കണം. ഇത് എക്സ്പാൻഡ് ചെയ്തതിന് ശേഷം ഏത് രണ്ട് ടേമുകൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് x⁻14 കിട്ടുമെന്ന് നോക്കിയാൽ മതി. ഏത് രണ്ട് ടേമുകൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് x⁻14 കിട്ടുമെന്ന് നോക്കുക. അപ്പോൾ 6C2 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 6 × 5 / 1 × 2 പ്ലസ് 6C1 എന്ന് വെച്ചാൽ 6C2 എന്ന് പറഞ്ഞാൽ 6 × 5 / 1 × 2. ഇവിടെയും 6C2 എന്ന് പറഞ്ഞാൽ 6 × 5 / 1 × 2. വേണമെങ്കിൽ സ്റ്റെപ്പ് കുറയ്ക്കാം. വിച്ച് ഇസ് ഈക്വൽ ടു ആര് വരും? 30/2 15, 15 പ്ലസ് 6 60 പ്ലസ് 30. കൃത്യമായി പറഞ്ഞാൽ 6 × 15 ആണ്. അപ്പോൾ 90 ആയി മാറും അല്ലേ? ഇത് തമ്മിൽ വെട്ടുന്ന സമയത്ത് 6 × 5 30, 30 × 90 ആയി മാറും. 90 പ്ലസ് 30 വിച്ച് ഇസ് ഈക്വൽ ടു 120 എന്നായി മാറും. നമ്മുടെ ആൻസർ വരുന്നത് 120 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള ആൻസർ. ദി ആൻസർ ഈസ് എത്ര കിട്ടും? 120 എന്ന് വരും. 120 ആണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്തത് if n is equal to 5 then nc0 the whole square. If n is equal to 5 then nc0 the whole square plus nc1 the whole square plus nc2 the whole square plus nc5 the whole square എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ എങ്ങനെ ചെയ്യാം? nc0 the whole square plus nc1 the whole square plus nc2 the whole square plus nc5 the whole square. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു റിസൾട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. ക്വസ്റ്റ്യൻ ഞാൻ എഴുതി കാണിക്കാം. ക്വസ്റ്റ്യൻ ചെയ്ത രീതി മനസ്സിലാക്കി. ഇത് ചെയ്ത പിടിയിട്ടില്ല, ഇത് അറിയാൻ പറ്റാത്ത ആളുകൾ ഞാൻ സ്റ്റെപ്പ് ഇവിടെ കുറച്ചിട്ടുണ്ട്. 1 + x² the whole raised to 6 എക്സ്പാൻഡ് ചെയ്യണം. എക്സ്പാൻഡ് ചെയ്തിട്ട് ഏത് രണ്ട് ടേമുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്താണ് x⁻14 കിട്ടുന്നതെന്ന് ചിന്തിക്കുക. എന്നിട്ടാണ് നമ്മൾ എഴുതിയേക്കുന്നത് 6C2. ഞാൻ ഒന്ന് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതിക്കാണ്. സ്റ്റെപ്പ് കുറച്ചാണ്, അതുകൊണ്ട് എഴുതിയേക്കുന്നത്. നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഇതും a + b the whole raised to n വെച്ച് എക്സ്പാൻഡ് ചെയ്യണം. 7 ടേം വരും. മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഏത് ടേമുകൾ എക്സിൻ്റെ പവർ തമ്മിൽ കൂട്ടുമ്പോൾ 14 വരുന്നു, അതിൻ്റെ കോയിഫിഷ്യൻ എഴുതുക. അതിൻ്റെ സമ്മാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. if n is equal to 5 then nc0 the whole square plus nc1 the whole square plus etc nc5 the whole square എത്രയാണ് എന്നാണ് ചോദ്യം ശ്രദ്ധിക്കുക. if n is equal to 5 ആകുന്ന സമയത്ത് nc0 the whole square plus nc1 the whole square plus nc2 the whole square plus etc plus nc5 the whole square. ഇതാണ് ചോദ്യം. nc0 the whole square plus nc1 the whole square plus nc2 the whole square plus nc5 the whole square എത്ര വരും എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് അറിയാവുന്ന ഒരു റിസൾട്ട് ഉണ്ട്. ആ റിസൾട്ട് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ആ റിസൾട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ എപ്പോഴും ചെയ്തു പോകുന്നത്. നമ്മൾ ചെയ്യുന്ന ഫോർമുല ഇതാണ്. nc0 ഫോർമുല ഇതാണ്. nc0 the whole square plus nc1 the whole square plus etc plus ncn the whole square is equal to ഫോർമുല 2ncn. ഇതാണ് ഫോർമുല. nc0 the whole square plus nc1 the whole square plus etc plus ncn the whole square is equal to 2ncn എന്നായി മാറും. അപ്പോൾ എന്ത് വരും? വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യാം? 2ncn മീൻസ് എന്താണ്? ഫോർമുല ഉണ്ടല്ലോ 2ncn. അപ്പോൾ ഇവിടെ എന്ത് പറയാം? ഹിയർ 5c0 the whole square plus 5c1 the whole square plus etc 5c5 the whole square is equal to എന്ന് വിളിക്കാം 2 × 5c5 എന്നായി മാറും. അതായത് കൃത്യമായി പറഞ്ഞാൽ 10c5 എന്നായി മാറും. 10c5 എന്ന് വെച്ചാൽ 10 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 5 ഫാക്ടോറിയൽ ഇൻറ്റു 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എത്ര വരും? വിച്ച് ഈസ് ഈക്വൽ ടു 5 വരെയുള്ള ടൈം അങ്ങ് ക്യാൻസലായി മാറി. ബാക്കി ആരുണ്ട്? 6 × 7 × 8 × 9 × 10 ഡിവൈഡഡ് ബൈ ഒരു 5 ഫാക്ടോറിയലുണ്ട്. ഒരു 5 ഫാക്ടറിലും ഇവിടുത്തെ ഒരു 10 ഫാക്ടറിലും തമ്മിലാണ് ക്യാൻസലായി മാറുന്നത്. ഒരു 5 ഫാക്ടറിലും ഇവിടുത്തെ 10 ഫാക്ടറിനകത്തിലെ 5 ഫാക്ടറിലും തമ്മിൽ ക്യാൻസലായി മാറും. മുകളിൽ 6 × 7 × 8 × 9 × 10
ഡിവൈഡഡ് ബൈ ആര് വരും 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5 6 ക്യാൻസലായി മാറി 3 ഇവിടെ വെട്ടുമ്പോൾ 3 ആയി മാറി 4 ഇവിടെ വെട്ടുമ്പോൾ എത്ര ആയി മാറി 8 ക്യാൻസലായി മാറി ബാക്കി ആരുണ്ട് ഈ 5 ഇവിടെ വെട്ടുമ്പോൾ എത്ര ആയി മാറി 2 ആയി മാറി ബാക്കി ആര് വരും വിച്ച് ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു 6 എത്ര വരും 36 ഇൻറ്റു 7 എന്ന് വരും 7 ഇൻറ്റു 6 42 ഇഷ്ടം 4 252 എന്ന് വരും. ഇതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ചെയ്ത രീതി മനസ്സിലാക്കണം. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് n=5 ആണെങ്കിൽ ഇഫ് n=5 ആണെങ്കിൽ nc0 the whole square plus nc1 the whole square plus nc2 the whole square plus etc nc5 the whole square എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാവുന്ന റിസൾട്ട് ഇതാണ് nc0 the whole square plus nc1 the whole square plus etc plus ncn the whole square equal to ഫോർമുല 2ncn ആണ്. അപ്പോൾ നമ്മൾ എന്നിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുത്തു 5 കൊടുക്കുന്നു. 5 കൊടുക്കുമ്പോൾ ആര് വരും 5c0 the whole square plus 5c1 the whole square plus etc 5c5 the whole square എന്നായി മാറും which is equal to 2ncn എന്നായി മാറും. 2ncn എന്ന് വെച്ചാൽ 2 into 5 cn അതായത് എന്നിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുത്തു 5 ആണ് കൊടുത്തേക്കുന്നത്. അപ്പം 5c0 the whole square plus 5c1 the whole square plus etc 5c5 the whole square equal to 2 into എന്നിൻ്റെ സ്ഥാനത്ത് 5 കൊടുക്കുമ്പോൾ 2 into 5 c5 എന്നായി മാറും അതായത് 10c5 എന്നായി മാറും. അതായത് 10c5 എന്ന് വെച്ചാൽ 10 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ ആർ ഫാക്ടോറിയൽ 5 വരെയുള്ള ടേമുകൾ ക്യാൻസലായി മാറി 6 ഇൻറ്റു 7 ഇൻറ്റു 8 ഇൻറ്റു 9 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5 ക്യാൻസൽ പല ടേമുകൾ ക്യാൻസലായി മാറും. ആൻസർ വരുന്നത് 36 ഇൻറ്റു 7 അതായത് വിച്ച് ഈസ് ഈക്വൽ ടു 252 എന്നായി മാറും. അപ്പോൾ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ അപ്പോൾ അടുത്തത് അപ്പോൾ ഈ ചെയ്ത ഫോം ഓർമ്മയിരിക്കുക nc0 the whole square plus nc1 the whole square plus etc ncn the whole square equal ഫോർമുലയാണ് ഈ പറഞ്ഞ 2ncn എന്ന് പറയുന്നത്. ഇനി നമ്മൾ അതിനകത്തിൽ എന്ത് ചെയ്തു എന്നിന് 5 കൊടുത്തു 5 കൊടുക്കുന്ന സമയത്ത് കിട്ടുന്ന റിസൾട്ടാണ് 2 ഇൻറ്റു എന്നിൻ്റെ വില 5 c5 എന്നായി മാറും അതായത് 10c5 എന്നായി മാറി which is equal to 10 factorial divided by 5 factorial into 5 factorial അതാണ് ഈ എഴുതിയിരിക്കുന്നത് 6 ഇൻറ്റു 7 ഇൻറ്റു 8 ഇൻറ്റു 9 10 ബാക്കി വെട്ടിക്കളഞ്ഞു അതിനുശേഷം ലാസ്റ്റിൽ 252. ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് all the words that can be using the letters a h l u are written in the dictionary no alphabet is repeated then the rank of the word രാഹുൽ എത്രയാണ് എന്നാണ് ചോദ്യം. രാഹുൽ എന്ന് പറയുന്ന വാക്കിൻ്റെ റാങ്ക് കണ്ടുപിടിക്കാനാണ് ചോദ്യം. രാഹുൽ എന്ന് പറയുന്ന വാക്കിൻ്റെ റാങ്ക് കണ്ടുപിടിക്കുന്ന രീതി. അപ്പോൾ ചെയ്യുന്ന രീതി ഒന്ന് ശ്രദ്ധിക്കാം. നമ്മൾ അതിനകത്തിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു. രാഹുൽ എന്ന് പറയുന്ന വാക്ക് ഡിക്ഷണറിയിൽ എത്രാമത് വരും എന്നാണ് മറ്റൊരു ചോദ്യം. ഇപ്പം രാഹുൽ എന്ന് പറയുന്ന വാക്ക് എന്ന് പറയുന്നത് നോക്കിയോ RAHUL ഇതിനെ ആൽഫബറ്റിക് ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ഏത് വരും AHLRU AHLRU ആൽഫബറ്റിക് ഓർഡറിൽ രാഹുൽ എന്ന് പറയുന്ന വാക്കിനെ അറേഞ്ച് ചെയ്യണം. ഓക്കെ ഞാൻ പറയുന്ന കാര്യം കൃത്യമായി ശ്രദ്ധിച്ചോണം. നമ്മുടെ ആദ്യ ലെറ്റർ ആൽഫബറ്റ് ഏതാണ് എ. രാഹുൽ എന്ന് പറയുന്ന വാക്ക് എയിലാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ല. അപ്പോൾ എ അങ്ങ് ഫിക്സ് ചെയ്യും. ബാക്കി എത്ര പ്ലേസ് വേക്കൻ്റ് ഉണ്ട് 4 പ്ലേസ്. സോ ഇറ്റ് ഈസ് 4 ഫാക്ടോറിയൽ. അടുത്ത എച്ചിലാണോ രാഹുൽ എന്ന് പറയുന്ന അടുത്ത ആൽഫബറ്റ് എടുക്കണം എച്ച്. ആൽഫബറ്റിക് ഓർഡറിലാണ് നമ്മൾ എഴുതി വരുന്നത്. എച്ചിലാണോ രാഹുൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ല. അല്ലെങ്കിൽ എത്ര പ്ലേസ് വേക്കൻ്റ് 4 പ്ലേസ് വേക്കൻ്റ്. സോ ഇറ്റ് ഈസ് 4 ഫാക്ടോറിയൽ. അടുത്ത എൽ എന്ന് പറയുന്ന വാക്കെടുക്കുക. എൽ എന്ന് പറയുന്ന വാക്കെടുക്കുന്ന സമയത്ത് എത്ര പ്ലേസ് വേക്കൻ്റ് 4 പ്ലേസ് വേക്കൻ്റ്. സോ ഇറ്റ് ഈസ് 4 ഫാക്ടോറിയൽ. അടുത്ത രാഹുൽ എന്ന് പറയുന്ന വാക്ക് ആറിലാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് ആറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ അടുത്ത ലെറ്ററായ എയിലേക്ക് പോകണം. അടുത്ത ലെറ്ററായ എയിലാണോ രാഹുലിൻ്റെ അടുത്ത ലെറ്റർ ആണ് ആണെങ്കിൽ എ അങ്ങ് ഫിക്സ് ചെയ്യും. വീണ്ടും അടുത്ത ആൽഫബറ്റ് വഴി പോകുമ്പോൾ അടുത്ത ലെറ്റർ ഏതാണ് എച്ച് ആണ്. എച്ചിലാണോ രാഹുൽ ആണ്. അപ്പോൾ എച്ചും അങ്ങ് ഫിക്സ് ചെയ്തു. പിന്നെ അടുത്ത ലെറ്റർ എല്ലിലാണോ രാഹുൽ അല്ല. എല്ല് ഫിക്സ് ചെയ്യുന്നില്ല. ഒരു പ്ലേസ് വേക്കൻ്റ്. സോ ഇറ്റ് ഈസ് 1 ഫാക്ടോറിയൽ. അടുത്ത വീണ്ടും എ എടുക്കുന്നു എച്ച് എടുക്കുന്നു. എല്ലിന് ശേഷമുള്ള അടുത്ത ആൽഫബറ്റ് ഏതാണ് യു ആണോ രാഹുലിൻ്റെ അടുത്ത ലെറ്റർ ആണ്. യു ആണെങ്കിൽ യു ഫിക്സ് ചെയ്തു. വീണ്ടും ആൽഫബറ്റ് വഴിയുമ്പോൾ അടുത്ത ലെറ്റർ ഏതാണ് എൽ ആണ്. സോ ഇറ്റ് ഈസ് 1 ഫാക്ടോറിയൽ. ഒരു തവണ മാത്രം അറേഞ്ച് ചെയ്യാം. ഇതെല്ലാം കൂട്ടുമ്പോൾ എന്ത് കിട്ടുന്നു അതാണ് രാഹുൽ എന്ന് പറയുന്ന വാക്കിൻ്റെ റാങ്ക്. കൃത്യമായി പറഞ്ഞാൽ 24, 24, 48, 72, 73, 74 എന്ന് പറയും. 74 രാഹുൽ എന്ന് പറയുന്ന വാക്കിൻ്റെ റാങ്ക്. അല്ലെങ്കിൽ 74ാമത്തെ വാക്കാണ് രാഹുൽ ഡിക്ഷണറിയിൽ വരുന്ന സമയത്ത്. അപ്പം ഞാൻ ചെയ്ത ഇത്രയേ ഉള്ളൂ. രാഹുൽ എന്ന് പറയുന്ന വാക്കുകൊണ്ട് രാഹുൽ എന്ന് പറയുന്ന വാക്കിനെ എന്ത് ചെയ്തു ആൽഫബറ്റിക് ഓർഡറിൽ അറേഞ്ച് ചെയ്യും. എ വരാം, എച്ച് വരാം, എൽ വരാം, ആർ വരാം, യു വരാം. എ എച്ച് എൽ ആർ യു. അപ്പോൾ എ ചേർത്താണോ രാഹുൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ല. എ അങ്ങ് ഫിക്സ് ചെയ്തു. ബാക്കി എത്ര പ്ലേസ് വേക്കൻ്റ് 4 പ്ലേസ്. സോ ഇറ്റ് ഈസ് 4 ഫാക്ടോറിയൽ. അടുത്ത എച്ച് എന്ന് പറയുന്ന വാക്കിലാണോ രാഹുൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ല. എച്ച് കഴിഞ്ഞിട്ട് എത്ര പ്ലേസ് വേക്കൻ്റ് 4 പ്ലേസ് വേക്കൻ്റ്. സോ ഇറ്റ് ഈസ് 4 ഫാക്ടോറിയൽ.
എല്ലിലാണോ രാഹുൽ സ്റ്റാർട്ട് ചെയ്യുന്നത്? അല്ല, എല്ല് ഇപ്പോൾ കഴിഞ്ഞിട്ട് എത്ര പ്ലേസ് വേക്കൻ്റ്? 4 പ്ലേസ് വേക്കൻ്റ്. സോ ഇറ്റ് ഈസ് 4 ഫാക്ടോറിയൽ. അടുത്ത ആറിലാണോ രാഹുൽ സ്റ്റാർട്ട് ചെയ്യുന്നത്? ആറിലാണ്. 6 അങ്ങ് ഫിക്സ് ചെയ്യണം. അടുത്ത ആൽഫബറ്റിലേക്ക് നമ്മൾ പോവുകയാണ്. അടുത്ത ആൽഫബറ്റ് പോകുന്ന സമയത്ത് ഏതായി മാറും? എ ആയി മാറും. എയിലാണോ രാഹുൽ? ആണ്. അപ്പോൾ എയും ഫിക്സ് ചെയ്തു. അടുത്ത ലെറ്റർ ഏതിലേക്ക് പോകുന്നു? എച്ച് ആണോ രാഹുൽ? അടുത്ത രാഹുലിൻ്റെ അടുത്ത ലെറ്റർ എച്ച് ആണെങ്കിൽ എച്ചും അങ്ങ് ഫിക്സ് ചെയ്തു. അടുത്ത ആൽഫബറ്റ് വീണ്ടും വഴി പോകണം. എപ്പോഴും ഒരു ലെറ്റർ വന്നു കഴിഞ്ഞാൽ അത് ഫിക്സ് ചെയ്തതിന് ശേഷം ആൽഫബറ്റ് വഴി നിങ്ങൾ സഞ്ചരിക്കപ്പെടുക. അപ്പോൾ ഇവിടെയാണ് ചെയ്തത്. ആദ്യം എൽ ആറിലെത്തി, ആൽഫബറ്റ് വഴി സഞ്ചരിക്കുമ്പോൾ എ ആണ്. എ ആണെങ്കിൽ ഫിക്സ് ചെയ്തു. വീണ്ടും ആൽഫബറ്റ് വഴി സഞ്ചരിക്കുമ്പോൾ എച്ച് വരും. എച്ചും അങ്ങ് ഫിക്സ് ചെയ്തു. വീണ്ടും ആൽഫബറ്റ് വഴി സഞ്ചരിക്കുമ്പോൾ എല്ല് വരും. എല്ല് ഫിക്സ് ചെയ്തിട്ടില്ല, നമ്മൾ ഒരു പ്ലേസ് വേക്കൻ്റ് ഉണ്ട്. സോ ഇറ്റ് ഈസ്. അടുത്ത വീണ്ടും എല്ലിന് പകരം അടുത്ത ലെറ്റർ യുയിലേക്ക് പോകും. യു ആണോ രാഹുലിൻ്റെ ലെറ്റർ? ആണ്. അപ്പോൾ യു ഫിക്സ് ചെയ്തു. വീണ്ടും ആൽഫബറ്റ് വഴി സഞ്ചരിക്കുമ്പോൾ എല്ലായി മാറി. സോ ഇറ്റ് ഈസ് എത്ര വരും? 4 ഫാക്ടോറിയൽ പ്ലസ് 4 ഫാക്ടോറിയൽ പ്ലസ് 4 ഫാക്ടോറിയൽ പ്ലസ് 1 ഫാക്ടോറിയൽ പ്ലസ് 1 ഫാക്ടോറിയൽ. സോ ഇറ്റ് ഈസ് എന്തായി മാറി? രാഹുൽ എന്ന് പറയുന്ന വാക്കിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് എത്രയായി മാറി? ഈ പറഞ്ഞ പോലെ 74 മാറും. ഇങ്ങനെയാണ് രാഹുൽ എന്ന് പറയുന്ന വാക്കിൻ്റെ റാങ്ക് കണ്ടുപിടിക്കുന്ന രീതി. ഇങ്ങനെയാണ് നമ്മൾ രാഹുൽ എന്ന് പറയുന്ന വാക്കിൻ്റെ റാങ്ക് കണ്ടുപിടിക്കുന്ന രീതി. അപ്പം ഞാൻ റാങ്ക് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഡിക്ഷണറിയിൽ ഇത്രാമത്തെ വാക്ക് എന്നൊക്കെ പറയുന്ന സ്ഥിരം എന്താണ്? ഈ പറഞ്ഞ പോലെ ഏതിനകത്ത് ചോദിക്കുന്നതാണ്? നിങ്ങളുടെ എൻട്രൻസിന് ചോദിക്കുന്നതാണ്. ഞാനപ്പോൾ അതുകൊണ്ട് ഒന്നുകൂടെ പറയാം. രാഹുൽ എന്ന് പറയുന്ന വാക്കുകൊണ്ട് നമ്മളതിനെ ആൽഫബറ്റിക് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. എ എഴുതി, എച്ച് എഴുതി, എൽ എഴുതി, ആർ എഴുതി, യു എഴുതി. ആൽഫബറ്റിക് ഏത് ലെറ്റർ തന്നാലും അതിനെ ആൽഫബറ്റിക് ഓർഡറിൽ അറേഞ്ച് ചെയ്യാം. ഇനി രാഹുലിനെ എ ചേർത്ത് സ്റ്റാർട്ട് ചെയ്യുന്നു. 4 പ്ലേസ് വേക്കൻറ്റ് 4 ഫാക്ടോറിയൽ. എച്ച് അല്ല രാഹുലിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എച്ച് കഴിഞ്ഞ് 4 പ്ലേസ് വേക്കൻറ്റ്. എൽ എടുക്കുന്നു 4 പ്ലേസ് വേക്കൻറ്റ്. അപ്പോൾ 5 ലെറ്റർ ആണെങ്കിൽ 5 പ്ലേസ് വേക്കൻറ്റ് വന്നേന്. 6 ലെറ്റർ ആണെങ്കിൽ 5 പ്ലേസ് വേക്കൻറ്റ് വന്നേന്. അടുത്ത 6ലേക്ക് പോകുന്നു. 6 ഫിക്സ് ചെയ്തു. 6 ഫിക്സ് ചെയ്യുമ്പോൾ വീണ്ടും ആൽഫബറ്റ് വഴി പോകണം. എ ആണോ രാഹുലിൻ്റെ? എ ഫിക്സ് ചെയ്തു. എച്ച് ആണോ രാഹുലിൻ്റെ അടുത്ത ലെറ്റർ? എച്ചും ഫിക്സ് ചെയ്തു. എൽ ആണ് അടുത്ത ലെറ്റർ? എല്ല് ഫിക്സ് ചെയ്യുന്നില്ല, ഒരു പ്ലേസ് വേക്കൻറ്റ്. അപ്പോൾ 6 എച്ച് ഫിക്സ് കഴിഞ്ഞു. പിന്നെ വീണ്ടും ആൽഫബറ്റ് വഴിയുമ്പോൾ അടുത്ത ലെറ്റർ ഏതേ എടുക്കത്തുള്ളൂ? യു എടുത്തുള്ളൂ. കാരണം ആൾറെഡി 6 എടുത്ത് കഴിഞ്ഞു. യു ആണോ ലെറ്റർ? യു ഫിക്സ് ചെയ്യണം. യു ആണ് അടുത്ത ലെറ്റർ. യു ഫിക്സ് ചെയ്തു. യു ഫിക്സ് ചെയ്തതിനു ശേഷം വീണ്ടും ആൽഫബറ്റ് വഴിയുമ്പോൾ ഒറ്റ ലെറ്റർ മാത്രം എൽ. സോ ഇറ്റ് ഈസ് 1 ഫാക്ടോറിയൽ. അങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്ന രീതി. അടുത്തത്, the number of 4-letter word that can be formed from the words need to be meaningful using the letters of the word Mediterranean such that the first letter is E and the last letter is R is എത്രയാണ് എന്നാണ് ചോദ്യം. ഫസ്റ്റ് ലെറ്റർ എപ്പോഴും ഇ ആയിരിക്കണം, അവസാന ലെറ്റർ ആർ ആയിരിക്കണം. ഓക്കെ, അങ്ങനെ എത്ര മീനിങ് ആയിട്ടുള്ള വേർഡുകൾ ഫോം ചെയ്യപ്പെടാൻ പറ്റും എന്നാണ് ചോദ്യം. മീനിങ് ആയിട്ടുള്ള എത്ര വേർഡുകൾ ഫോം ചെയ്യപ്പെടാൻ പറ്റും എന്നാണ് ചോദ്യം. അപ്പം മെഡിറ്ററേനിയൻ എന്ന് പറയുന്ന വാക്ക് 3, 3, 3, 6, 6, 3, 9, 10, 11, 12, 13, 14 വാക്കുകളുണ്ട് അല്ലേ? ഒന്നുകൂടെ വായിക്കാം. ദി നമ്പർ ഓഫ് 4-letter വേർഡ്സ് ദാറ്റ് ക്യാൻ ബി ഫോംഡ് ഫ്രം ദി ലെറ്റേഴ്സ് formed from the other words from the words need to be meaningful. Formed bracket nathilane the words meaning to be meaningful using the letters of the word Mediterranean such that the first letter is E and the last letter is R. ഫസ്റ്റ് ലെറ്റർ എപ്പോഴും ഇ ആയിരിക്കണം, ലാസ്റ്റ് ലെറ്റർ എത്ര ആയിരിക്കണം? ആറും ആയിരിക്കണം. എത്ര മീനിങ് ആയിട്ടുള്ള വാക്കുകൾ ഫോം ചെയ്യപ്പെടാൻ പറ്റും എന്നാണ് ചോദ്യം. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഒന്ന് വായിക്കാം. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കും. മെഡിറ്ററേനിയൻ എന്ന് പറയുന്ന വാക്ക് നോക്കിയോ, MEDITERRANIAN മെഡിറ്ററേനിയൻ എന്ന് പറയുന്ന വാക്കിനകത്തുനിന്ന് 4 വാക്കുകൾ ഫോം ചെയ്യപ്പെടണം. എത്ര മീനിങ് ആയിട്ടുള്ള വാക്കുകൾ ഫോം ചെയ്യപ്പെടാൻ പറ്റും എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ആ ഷോർട്ട് കട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഷോർട്ട് കട്ട് ഓർമ്മയിരിക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എത്ര ടീകൾ വരുന്നുണ്ട്? 2 ടീ ഉണ്ട്, 2 ഇ വരുന്നുണ്ട്. 2 ടീകളും 2 ഇകൾ. അപ്പം ഞാൻ എഴുതാം. 2 ടീ വരുന്നുണ്ട്, 2 ഇ വരുന്നുണ്ട്, എൻ എത്ര വരുന്നുണ്ട്? 2 എൻ വരുന്നുണ്ട്, 2 എ വരുന്നുണ്ട്, 2 ടി, 2 എ. അപ്പോൾ 2 എ അങ്ങ് ടിക്ക് ചെയ്യാം, 2 എൻ അങ്ങ് ടിക്ക് ചെയ്യാം, 2 ഇ അങ്ങ് ടിക്ക് ചെയ്യാം, 2 ആർ അങ്ങ് ടിക്ക് ചെയ്യാം, 2 എ ഉണ്ടല്ലോ, 2 എ എഴുതി, 2 എൻ എഴുതി, 2 ആർ എഴുതി, 2 ഇ എഴുതി. അപ്പോൾ എത്രയായി? 3, 3, 6, 6, 2, 8 അല്ലേ? 4, 6, 8. ടി എഴുതിയിട്ടുണ്ട്, ഇ എഴുതിയിട്ടുണ്ട്, എൻ എഴുതിയില്ല അല്ലേ? എൻ എഴുതിയല്ല, 8 ആവും. 4, 4, 4, 8, 2, 10.
ഇതാണ് നമ്മൾ എഴുതാത്ത എ എഴുതി എൻ എഴുതി ഇ എഴുതി ഇനി ആർ എഴുതിയിട്ടില്ല ഉണ്ട് ഓക്കെ 10 എണ്ണം. അപ്പോൾ നമ്മൾ നോക്കണം എത്ര മീനിങ് ഫുൾ ആയിട്ടുള്ള 4 അക്ക ലെറ്റേഴ്സാണ് ഫോം ചെയ്യപ്പെടേണ്ടത്. 4 അക്ക ലെറ്റേഴ്സ് ഫോം ചെയ്യപ്പെടണം. ടോട്ടൽ വേർഡ്സ് ഈസ് ഈക്വൽ ടു ഇവിടെ എത്ര ഉണ്ട് ഇനിയിപ്പം 1 2 3 4 5 6 7 8 9 ഓക്കെ. റിപ്പീറ്റ് ചെയ്യപ്പെടുന്ന എത്ര ഉണ്ടെന്ന് നോക്കണം. റിപ്പീറ്റ് ചെയ്യപ്പെടുന്ന എത്ര ലെറ്റേഴ്സ് ഉണ്ട്? നമ്മൾ 1 2 3 4 5 ടോട്ടൽ വേർഡ്സ് ഈസ് ഈക്വൽ ഇപ്പോൾ നമ്മൾ എഴുതുന്ന സമയത്ത് വിച്ച് ഈസ് ഈക്വൽ ടു നമുക്കിങ്ങനെ എഴുതാം 8 × 7 പ്ലസ് എത്ര വരും 3 ദാറ്റ് ഈസ് 56 + 3 59 എന്ന് വരും. ഇതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ നമുക്ക് ചെയ്ത രീതി ഞാൻ പറഞ്ഞുതരാം. മെഡിറ്ററേനിയൻ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് 4 അക്ക ലെറ്റേഴ്സാണ് ഫോം ചെയ്യപ്പെടേണ്ടത്. 4 അക്ക ലെറ്റേഴ്സ് ഫോം ചെയ്യണം. ഓക്കെ, ശ്രദ്ധിച്ചോണേ. പിന്നെ ഷോർട്ട് കട്ടാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ എത്ര ലെറ്റേഴ്സ് ഉണ്ട് റിപ്പീറ്റ് ചെയ്യുന്നത് നോക്കണം. എത്ര ലെറ്റേഴ്സ് ഉണ്ട് റിപ്പീറ്റ് ചെയ്യുന്നത്? 1 2 3 4 5 അല്ലേ? 5 അക്ക ലെറ്റേഴ്സ് ഉണ്ട്. ടി 2 തവണ, ഇ 2 തവണ, എൻ 2 തവണ, പിന്നെ എ 2 തവണ, ആർ 2 തവണ. മൊത്തം എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 10 ലെറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, നമുക്ക് എത്ര ലെറ്റേഴ്സാണ് ഫോം ചെയ്യപ്പെടേണ്ടത്? 4 അക്ക ലെറ്റേഴ്സാണ് ഫോം ചെയ്യുക. അപ്പോൾ മീനിങ് ഫുൾ ആയിട്ടുള്ള വാക്ക് ഫോം ചെയ്യുമ്പോൾ അതിൻ്റെ ഷോർട്ട് കട്ട് ഇതാണ്. അപ്പോൾ എത്ര ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് നോക്കണം. എത്ര ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? 10. 10ൽ നിന്ന് 3 അങ്ങ് കുറയ്ക്കണം. 10ൽ നിന്ന് 4 അക്ക ലെറ്റർ ആയതുകൊണ്ടാണ് 3 കുറയ്ക്കുന്നത്. അതായത് ഞാൻ ചെയ്ത ഇത്രയേ ഉള്ളൂ. 10ൽ നിന്ന് 3 കുറയ്ക്കുക. അപ്പോൾ 3 അക്ക ലെറ്ററാണ് ഫോം ചെയ്യേണ്ടത്. അപ്പോൾ +3 4 അക്ക ലെറ്ററാണ് ഫോം ചെയ്യേണ്ടത്. അപ്പോൾ 4 - 1 എന്ന് പറയുന്നതാണ് ഈ പറയുന്ന 3 പ്ലസ് ഇനി 10ൽ നിന്ന് എത്ര ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നു നോക്കണം. എത്ര ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? 10 എലമെൻറ്റ്സ് ഉണ്ട്. 10 ലെറ്റേഴ്സിൽ നിന്ന് 3 കുറച്ചാൽ ആര് വരും? 7 × 7 + 1. അതാണ് നമ്മുടെ ആൻസർ. 8 × 7 + 3 എന്ന് വരും. അതായത് 59. എങ്ങനെയാണ് ഞാൻ പറഞ്ഞത്? പറഞ്ഞ ഇത്രയേ ഉള്ളൂ. അതിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ എത്ര ലെറ്റർ ഫോം ചെയ്യണം എന്ന് നോക്കണം. എത്ര ലെറ്ററാണ് ഫോം ചെയ്യേണ്ടത്? 4 അക്ക ലെറ്റേഴ്സാണ്. അപ്പോൾ 4 അക്ക ലെറ്റേഴ്സാണ് ഫോം ചെയ്യപ്പെടേണ്ടതെങ്കിൽ അത് 4ൽ നിന്ന് 1 കുറയ്ക്കുക. എത്രയായി മാറി? 3 ആഡ് ചെയ്യണം. അതോടൊപ്പം തന്നെ 3 ടോട്ടലിൽ നിന്ന് എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. റിപ്പീറ്റ് ചെയ്യുന്ന ആളുകളിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യണം. റിപ്പീറ്റ് ചെയ്യുന്ന എത്ര ആളുണ്ട്? 10. അപ്പോൾ 10 - 3 എന്ന് പറഞ്ഞാൽ 7. 7 × 1 അതിനെക്കാട്ടിൽ 1 കൂട്ടുക. അപ്പോൾ 8. 8 × 7 + 3 എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ ആൻസർ. അതതിൻ്റെ ഷോർട്ട് കട്ടാണ്. ഈ ഷോർട്ട് കട്ട് ഓർമ്മയിരിക്കുക. അപ്പോൾ 5 അക്ക ലെറ്റർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? 5 അക്ക ലെറ്റർ ആണെങ്കിൽ എന്ത് ചെയ്തേനും? 5 പ്ലസ് എന്ത് ചെയ്യും? 10ൽ നിന്ന് നമ്മൾ എന്ത് കുറയ്ക്കണം? 5 അക്ക ലെറ്റർ ആണെങ്കിൽ 4 പ്ലസ് എന്ത് ചെയ്യും? 10ൽ നിന്ന് 4 കുറയ്ക്കുക. 6 × 7 + 4 എന്നായി മാറിയേനും. അങ്ങനെയാണ് ചെയ്യുന്ന രീതി. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മീനിങ് ഫുൾ ആയിട്ടുള്ള 4 അക്ക വാക്കാണ് മെഡിറ്ററേനിയൻ എന്ന് പറയുന്ന വാക്കിനകത്ത് ഫോം ചെയ്യുന്നത്. 10 ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നു. 4 അക്ക ലെറ്റേഴ്സ് ആകുമ്പോൾ അതിനെ നമ്മൾ 3 കൂട്ടണം. ആരുടെ കൂടെ? ഈ റിപ്പീറ്റ് ചെയ്യുന്ന ആളിൽ നിന്ന് 1 കുറയ്ക്കുക. എന്നിട്ട് അതേ കൊണ്ടോടെ അതിനേക്കാട്ടിൽ 1 കൂടുതൽ മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് അതിൻ്റെ ഐഡിയ. അപ്പോൾ 3 പ്ലസ് റിപ്പീറ്റ് ചെയ്യുന്ന 10 ലെറ്റേഴ്സ് 10 - 3 7 7 × 8. അപ്പോൾ 8 × 7 പ്ലസ് എന്താണ്? 3. അതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. അതായത് 59 എന്ന് വരും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഷോർട്ട് കട്ട്. ഇത് പറഞ്ഞു തരാനേ പറ്റുള്ളൂ. നമുക്ക് ചെയ്യാനായിട്ട് ഫോർമുലയായിട്ട് പറയാൻ പറ്റത്തില്ല. ഇത് ഓർമ്മയിരിക്കുക ചെയ്യുന്ന രീതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ദി കോഎഫിഷ്യന്റ് ഓഫ് a⁻5 b⁻6 c⁻7 in the expansion of bc plus a plus ab the whole raised to 9 is എത്രയാണ് എന്നാണ് ചോദ്യം. bc plus ac plus ab the whole raised to 9 ആകത്തില്ലേ a⁻5 b⁻7 c⁻7ൻ്റെ കോയിഫിഷ്യൻ്റ് ആര് വരും എന്നാണ് ചോദ്യം. അപ്പോൾ എങ്ങനെ ചെയ്യാം? അതിൻ്റെ കോയിഫിഷ്യൻ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ചോദ്യം ഞാനൊന്ന് എഴുതാം. നോക്കിയോ, ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചോ. a⁻5 b⁻6 c⁻7 ഇൻ എവിടെയാണ്? bc plus ac plus ab the whole raised to 9. The coefficient of a⁻5 b⁻6 c⁻7 in the expansion of bc plus ac plus ab the whole raised to 9. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനെ ഒന്ന് അറേഞ്ച് ചെയ്യുക. ഇതിനെ എങ്ങനെ അറേഞ്ച് ചെയ്യാം? വിച്ച് ഈസ് ഈക്വൽ ടു bc plus ac plus ab
ദി ഹോൾ റൈസ് ടു 9 ആണ്. ഇതിനെ നമുക്ക് എങ്ങനെ എടുക്കാം? ഇവിടെ നമ്മൾ സി കോമൺ ആയിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ ആര് വരും? സി ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് ആര് വരും? എ ബി ദി ഹോൾ റൈസ് ടു 9. അല്ലെങ്കിൽ ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്യാം. എങ്ങനെ എഴുതാം? എ ബി പ്ലസ് സി ഇൻറ്റു എ പ്ലസ് ബി ദി ഹോൾ റൈസ് ടു 9. ഇത് ഏത് ഫോമുലായി മാറി? എ പ്ലസ് ബി ദി ഹോൾ റൈസ് ടു n എന്ന് പറയുന്ന ഫോമുലാണ്. എ പ്ലസ് ബി ദി ഹോൾ റൈസ് ടു n എന്ന് പറയുന്ന ഫോമുലായി മാറി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ജനറൽ ടൈം എഴുതുക. ജനറൽ ടൈം എഴുതുന്ന സമയത്ത് ആര് വരും? ജനറൽ ടൈം ടി ആർ പ്ലസ് 1 ഈസ് ഈക്വൽ ടു ആര് വരും? ടി ആർ പ്ലസ് 1 ഈസ് ഈക്വൽ ടു എൻ സി ആർ എ റൈസ് ടു എ റൈസ് ടു എൻ മൈനസ് ആർ ബി റൈസ് ടു എന്ത് വിളിക്കാം? ആർ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കോയിഫിഷ്യൻ്റ് ഓഫ് എ റൈസ് ടു 5 ബി റൈസ് ടു 6 സി റൈസ് ടു 7 ആണ്. സി റൈസ് ടു 7 വേണം. അപ്പോൾ നമ്മൾ സി റൈസ് ടു 7 ആയി ഇവിടെ എന്ത് ചെയ്യാം? വിച്ച് ഈക്വൽ ടു സ്റ്റെപ്പ് എഴുതി കാണിക്കാം. 9 സി ആർ എ ബി റൈസ് ടു 9 മൈനസ് ആർ സി റൈസ് ടു ആർ എ പ്ലസ് ബി ദി ഹോൾ റൈസ് ടു 6. അപ്പോൾ നമുക്ക് വേണം സി റൈസ് ടു 7 ഒക്കെ വേണ്ടിയോട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ടു ഗെറ്റ് കോയിഫിഷ്യൻ്റ് ഓഫ് എ റൈസ് ടു 5 ബി റൈസ് ടു 6 സി റൈസ് ടു 7 ആണ്. ടു ഗെറ്റ് ദി കോയിഫിഷ്യൻ്റ് ഓഫ് എ റൈസ് ടു 5 ബി റൈസ് ടു 6 സി റൈസ് ടു 7 ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? പുട്ട് ആർ ഈസ് ഈക്വൽ ടു 7 കൊടുക്കുക. അപ്പോൾ എന്ത് വരും? T8 ഈസ് ഈക്വൽ ടു എന്ത് വിളിക്കാം? 9C7 എ ബി റൈസ് ടു ആര് വരും? 9 മൈനസ് 7 ഇൻറ്റു സി റൈസ് ടു 7 ഇൻറ്റു എ പ്ലസ് ബി ദി ഹോൾ റൈസ് ടു 7. ഓക്കെ, ദാറ്റ് ഈസ് എന്ത് വിളിക്കാം? T8 ഈസ് ഈക്വൽ ടു ശ്രദ്ധിച്ചോണേ ചെയ്യുന്ന രീതി. ദാറ്റ് ഈസ് T8 ഈസ് ഈക്വൽ ടു ആര് വരും? T8 ഈസ് ഈക്വൽ ടു 9C7 ഇതെന്ത് വരും? എ റൈസ് ടു എത്ര വരും? എ സ്ക്വയർ ബി സ്ക്വയർ സി റൈസ് ടു 7 ഇൻറ്റു എ പ്ലസ് ബി ദി ഹോൾ റൈസ് ടു 7. നമുക്ക് എ റൈസ് ടു 5 വേണം. എ റൈസ് ടു 5 ബി റൈസ് ടു 6 സി റൈസ് ടു 7 വേണം. അപ്പം ഇവിടെ എന്ത് വരും? വിച്ച് ഈസ് ഈക്വൽ ടു എന്ന് വിളിക്കാം. ശ്രദ്ധിച്ചോ? 9C7 ഇൻറ്റു എ സ്ക്വയർ ബി സ്ക്വയർ സി റൈസ് ടു 7 ഓക്കെയാണ്. ഇനി എ സ്ക്വയർ ബി സ്ക്വയർ വരുന്ന സമയത്ത് ആര് വരും? ദാറ്റ് ഈസ് എ റൈസ് ടു 5 ആണ് വേണ്ടി. അപ്പോൾ ഏതോ ഒരു ടേമിനകത്ത് എ റൈസ് ടു 5 വേണം. അതുപോലെ അവിടെ ആര് വേണം? ബി സ്ക്വയർ വേണം. അപ്പോൾ അതിൻ്റെ കോയിഫിഷ്യൻ്റ് ആരായിരിക്കും? ബി സ്ക്വയർ ആണോ വേണ്ടി? അല്ല, ബി റൈസ് ടു 4 വേണം. എ ക്യൂബ് വേണം. അപ്പം നമ്മളിത് എക്സ്പാൻഡ് ചെയ്ത് നോക്കിയാലും മതിയാവും. അറിയത്തില്ലെങ്കിൽ വേണമെങ്കിൽ ഷോർട്ട് കട്ടായിട്ട് എഴുതാം. NC0 എ റൈസ് ടു n പ്ലസ് 7C1 എ റൈസ് ടു 6 ബി പ്ലസ് 7C2 എ റൈസ് ടു 5 ബി സ്ക്വയർ പ്ലസ് 7C3 എ റൈസ് ടു പ്ലസ് ഇങ്ങോട്ട് എഴുതാം 7C3 എ റൈസ് ടു 4 ബി ക്യൂബ് അല്ലേ. അടുത്തൊരു 7C4 എ റൈസ് ടു 3 ബി റൈസ് ടു 4 7C4 എ റൈസ് ടു 4 അല്ലേ. 7C0 7. അപ്പോൾ ഇവിടെ കോയിഫിഷ്യൻ്റ് ആര് വരും? 9C7 ഇൻറ്റു ആര് വരും? 9C7 ഇൻറ്റു ആര് വരും? 7C4 തന്നെയാണ്. 7C4 അല്ലേ. എ ക്യൂബ് ബി റൈസ് ടു 4 തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ റൈസ് ടു 5 ആയിക്കോളും, ബി റൈസ് ടു 6 ആയിക്കോളും, സി റൈസ് ടു 7. സോ കോയിഫിഷ്യൻ്റ് ഈസ് ഈക്വൽ ടു ആര് വരും? കോയിഫിഷ്യൻ്റ് ഈസ് ഈക്വൽ ടു 9C7 ഇൻറ്റു 7C4 വിച്ച് ഈസ് ഈക്വൽ ടു 9C2 ഇൻറ്റു 7C3 വിച്ച് ഈസ് ഈക്വൽ ടു 9C2 എന്ന് പറഞ്ഞാൽ 9 ഇൻറ്റു 8 ഡിവൈഡ് ബൈ 1 ഇൻറ്റു 2 ഇൻറ്റു 7C3 എന്ന് വെച്ചാൽ 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2 ഇൻറ്റു 3. ഇവ തമ്മിൽ ക്യാൻസലായി മാറി. അതായത് ഇതെത്ര കിട്ടും? 4 വരും. 9 ഗുണം 4 എന്ന് പറഞ്ഞാൽ 36 ഇൻറ്റു 35 എന്ന് വരും. 36 ഇൻറ്റു 35 എന്ന് പറയുന്ന സമയത്ത് 1260 എന്നായി മാറും. 1260 എന്ന് വരും. ഓക്കെ, അപ്പോൾ ചെയ്ത ഐഡിയ മനസ്സിലായോ? ഇപ്പോൾ ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയാം. ദി കോയിഫിഷ്യൻ്റ് ഓഫ് എ റൈസ് ടു 5 ബി റൈസ് ടു 6 സി റൈസ് ടു 7 അല്ലേ. എ റൈസ് ടു 5 ബി റൈസ് ടു 6 സി റൈസ് ടു 7 ഇൻ ബി സി പ്ലസ് എ സി പ്ലസ് എ ബി ദി ഹോൾ റൈസ് ടു 9 ആണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ബി സി പ്ലസ് എ സി പ്ലസ് എ ബി ദി ഹോൾ റൈസ് ടു നമ്മളൊന്ന് അറേഞ്ച് ചെയ്തു. എങ്ങനെയാണ്? സി ഇൻറ്റു എ പ്ലസ് ബി, സി ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് എ ബി ദി ഹോൾ റൈസ് ടു 9. ഇതെന്തായി മാറി? എ ബി പ്ലസ് ഇതിനെ രണ്ടാമത് എഴുതി
എങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ അങ്ങ് എഴുതിയതേ ഉള്ളൂ. എ ബി പ്ലസ് സി ഇൻറ്റു എ പ്ലസ് ബി ദി ഹോൾ റേഷൻ അതിന് ജനറൽ ടൈം. ഇത് ഏത് ഫോമിലായി മാറി? ബൈനോമിയൽ എക്സ്പാൻഷനായി മാറി. ജനറൽ ടൈം എഴുതുമ്പോൾ ടി ആർ പ്ലസ് 1 ഈസിക്കൽ എൻ സി ആർ എ റൈസ് ടു എൻ മൈനസ് ആർ ബി റൈസ് ടു ആർ. എൻ സി ആർ എ ബി ദി ഹോൾ റൈസ് ടു 9 മൈനസ് ആർ സി റൈസ് ടു ആർ എ ബി ദി ഹോൾ റൈസ് ടു ആർ. നമുക്ക് ആര് വേണം? കോയിഫിഷ്യൻ ഓഫ് എ റൈസ് ടു 5 ബി റൈസ് ടു 6 സി റൈസ് ടു 7 ആണ് വേണ്ടത്. പുട്ട് ആർ ഈസിക്കൽ എന്ത് കൊടുത്താൽ മതി? 7 കൊടുത്താൽ മതി. ആർ ഈക്വൽ 7 കൊടുക്കുമ്പോൾ ടി 8 ആയി മാറും. 9C7 എ ബി റൈസ് ടു 9 മൈനസ് 7 സി റൈസ് ടു 7 ഇൻറ്റു എ ബി റൈസ് ടു 7 എ പ്ലസ് ബി ദി ഹോൾ റൈസ് ടു 7 ആയി മാറും. അപ്പം 9C7 ഇത് എ സ്ക്വയർ ബി സ്ക്വയർ സി റൈസ് 7 ഇൻറ്റു ഇത് എത്ര ആയി മാറി? 7C0 എ റൈസ് ടു n പ്ലസ് 7C1 എ റൈസ് ടു n മൈനസ് 1 ബി 7C2 എ റൈസ് ടു n മൈനസ് 2 ബി സ്ക്വയർ എക്സെട്ര. നമ്മൾ നോക്കേണ്ട കാര്യം ഏത് ടേമുകളായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്താണ് എ റൈസ് ടു 6 ബി റൈസ് ടു എ റൈസ് ടു 5 ബി റൈസ് ടു 6 വരുന്നത് നോക്കണം. ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ റൈസ് ടു 5 ബി റൈസ് ടു 6 സി റൈസ് ടു 7 വരും. അപ്പോൾ നമ്മൾ കോയിഫിഷ്യൻ എടുക്കുമ്പോൾ ആര് വരും? 9C7 ഇൻറ്റു 7C4 അത് ചെയ്ത് കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ ചെയ്ത ക്വസ്റ്റിന് എപ്പോഴും ഓർമ്മയിരിക്കുക. ചെയ്ത ക്വസ്റ്റ്യൻ ഇതാണ്: എ റൈസ് ടു 5 ബി റൈസ് 6 സി റൈസ് 7 ഇൻ ബി സി പ്ലസ് എ സി പ്ലസ് എ ബി ദി ഹോൾ റൈസ് 9. ഇവിടുന്ന് സി കോമൺ ആയിട്ട് ഇങ്ങനെ എടുത്തു. ആദ്യം 2 ടൈം ഇന്ന് സി, അപ്പോൾ എ പ്ലസ് ബി ഇത് എ ബി. ഇത് ചെയ്യുന്ന രീതി ശ്രദ്ധിച്ചോണം. നമ്മൾ ജനറൽ ടൈം എഴുതുന്ന ഓർമ്മയിരിക്കുക. ടി ആർ പ്ലസ് 1 ഈസിക്കൽ എങ്ങനെ ഫോർമുല? എൻ സി ആർ എ റൈസ് ടു n മൈനസ് ആർ ബി റൈസ് ടു ആർ. ഇത് എ ബി റൈസ് ടു 9 മൈനസ് ആർ സി റൈസ് ടു ആർ എ പ്ലസ് ബി ദി ഹോൾ റൈസ് ടു ആർ. ഇവിടെ സി റൈസ് ടു ആർ കണ്ടിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് സി റൈസ് ടു 7 വേണം. അതുകൊണ്ട് സി റൈസ് ടു 7 കിട്ടാൻ വേണ്ടി ടു ഗെറ്റ് ദി കോയിഫിഷ്യൻ ഓഫ് എ റൈസ് ടു 5 ബി റൈസ് ടു 6 സി റൈസ് ടു 7 അത് കണ്ടിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്? ആറിന് 7 എന്ന് പറയുന്ന വില കൊടുക്കുന്നത്. സി റൈസ് ടു 7 എങ്ങനെ കിട്ടും? അപ്പോൾ ആറിന് 7 കൊടുത്തേ പറ്റൂ. 7 കൊടുത്തു. എന്നിട്ട് ഇതെന്തായി മാറും? ഇത് വെളിയിൽ നിൽക്കും. എ സ്ക്വയർ ബി സ്ക്വയർ സി റൈസ് ടു 7 ഇൻറ്റു എ പ്ലസ് ബി ദി ഹോൾ റൈസ് 7 ആയി മാറും. ഇത് എക്സ്പാൻഡ് ചെയ്യപ്പെടുക. 7C0 എ റൈസ് ടു 7 7C1 എ റൈസ് ടു 6 ബി 7C2 എ റൈസ് ടു 5 ബി സ്ക്വയർ 7C3 എ റൈസ് ടു 4 ബി ക്യൂബ് 7C4 എ ക്യൂബ് ബി റൈസ് ടു 4. നമ്മൾ നോക്കണം എ റൈസ് ടു 5 ബി റൈസ് ടു എ റൈസ് ടു 5 ബി റൈസ് ടു എ റൈസ് ടു 5 സി റൈസ് ടു 7 ബി റൈസ് ടു 6 ആണ് വേണ്ടത്. ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ആരും 9C7 ഇൻറ്റു 7C4 എന്നായി മാറും. 9C7 9C2 എന്ന് എഴുതാം. 7C4 7C3 എന്ന് എഴുതാം. തമ്മിൽ മൾട്ടിപ്ലൈ 36 ഇൻറ്റു 35 എന്നായി മാറും. 1260 വരും. ദി ആൻസർ ഈസ് 1260. ഓക്കെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. അടുത്ത ക്വസ്റ്റ്യൻ: ദി വാല്യൂ ഓഫ് നമ്മൾ കണ്ടുപിടിക്കേണ്ട ഇതാണ് ദി വാല്യൂ ഓഫ് 7C0 പ്ലസ് 7C1 പ്ലസ് 7C1 പ്ലസ് 7C2 പ്ലസ് എക്സെട്ര പ്ലസ് 7C6 പ്ലസ് 7C7. ഓക്കെ, ഇതിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കപ്പെടേണ്ടത്. ഈസ് എത്രയാണ് എന്നാണ് ചോദ്യം. ഓക്കെ, ദി വാല്യൂ ഓഫ് 7C0 പ്ലസ് 7C1 പ്ലസ് 7C1 പ്ലസ് 7C2 പ്ലസ് 7C2 പ്ലസ് 7C2 പ്ലസ് 7C3 പ്ലസ് എക്സെട്ര എത്ര വരും എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിനെ എങ്ങനെ ചെയ്യാം നമുക്ക്? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എത്ര 7C1 വരുന്നുണ്ട്? 2 വരും, 2 7C2 വരും, 2 7C6 ഒക്കെ വരും അല്ലേ? അപ്പോൾ നമ്മൾ ഇതിനൊന്ന് അറേഞ്ച് ചെയ്യാം. ആകെ ഒന്ന് വെച്ച് വരുന്ന 7C0യും ലാസ്റ്റ് ടൈമായ ആദ്യ ടൈം ഒരു തവണ വരുന്ന 7C0യും 7C7യുമേ കാണുന്നുള്ളൂ. ബാക്കിയെല്ലാം 2 തവണ വെച്ച് വരും. അപ്പോൾ ഞാൻ ഇന്ന് അറേഞ്ച് ചെയ്യും. വിച്ച് ഇസ് ഈക്വൽ ടു 7C0 പ്ലസ് 7C1 പ്ലസ് 7C2 പ്ലസ് എക്സെട്ര പ്ലസ് 7C6 പ്ലസ് അടുത്ത ടൈം ആര് വരും? 7C1 പ്ലസ് 7C2 പ്ലസ് 7C3 പ്ലസ് എക്സെട്ര പ്ലസ് ലാസ്റ്റ് ടൈം 7C7 എഴുതി. ഈ 7C0 ഇതെന്ത് ഫോമിലാണ്? NC0 പ്ലസ് NC1 പ്ലസ് NC2 പ്ലസ് എക്സെട്ര NCN ഈസ് ഈക്വൽ ടു എന്ത് വിളിക്കാം? 2⁻7 മൈനസ് 1 പ്ലസ് മറ്റേത് എഴുതുന്ന സമയത്ത് ആര് വരും? 2⁻7 മൈനസ് 1.
ഇത് 7C0 എന്ന് പറഞ്ഞാൽ 1 ആണ്. 7C1 പ്ലസ് 7C2 പ്ലസ് എക്സെട്ര 7C6 ആണ്. അല്ലെങ്കിൽ 7C7 എന്ന് പറയുന്ന അതിൻ്റെ വില 1 ആണ്. അതാണ് 2⁻7 - 1. അപ്പുറത്ത് എഴുതുമ്പോൾ NC0 ഇല്ല, അതിന് പകരം -1. 2⁻7 എന്ന് വരും, അതിൻ്റെ ആൻസർ -1. അപ്പോൾ 2 തവണ 2⁻7, അപ്പോൾ 2 × 2⁻7 - 1 എന്നായി മാറും, വിച്ച് ഇസ് ഈക്വൽ ടു 2⁻8 - 2 എന്നായി മാറും. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഫോം നോർമലായിട്ട് ചെയ്യുക. മുമ്പേ ഞാൻ അതിൻ്റെ ഫോർമുല പറഞ്ഞു തന്നു. NC0 പ്ലസ് NC1 പ്ലസ് എക്സെട്ര പ്ലസ് NCN = 2⁻n - 1. അടുത്തത് in the expansion of 3√x/7 - 5 divided by 2 into x√x, the whole raised to 31 contains a term independent of x, then n should be a multiple of ഏതാണ് എന്നാണ് ചോദ്യം. then n should be a multiple of ഏതിൻ്റെ മൾട്ടിപ്പിൾ ആണ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ എങ്ങനെ ചെയ്യാം? ക്വസ്റ്റ്യൻ ഞാൻ ഒന്ന് എഴുതാം, നോക്കിയോ, ശ്രദ്ധിച്ചോ, ചെയ്യുന്ന രീതി നോക്കിയോ. In the expansion of 3√x divided by 7 minus 5 divided by 2x into √x, the whole raised to 13n. ഓക്കെ, നമ്മളിതിൽ ജനറൽ ടൈം ആദ്യം അങ്ങ് എഴുതും. ജനറൽ ടൈം എഴുതുന്ന സമയത്ത് ആര് വരും? എന്നിട്ട് ഏതിൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് കണ്ടുപിടിക്കാം. ടൈം ഇൻഡിപെൻഡൻ്റ് എന്നാണ് ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞതാണ്. ടൈം ഇൻഡിപെൻഡൻ്റ് ഒക്കെ പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ് എന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞതാണ്. ടൈം ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എങ്ങനെ ചെയ്യാം? ടൈം ഇൻഡിപെൻഡൻ്റ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ജനറൽ ടൈം എഴുതുക. ജനറൽ ടൈം എന്ത് വരും? ജനറൽ ടൈം TR+1 = ഫോർമുല എങ്ങനെയാണ്? TR+1 = NCR. A റൈസ് ടു ആര് വരും? ഫോർമുല എങ്ങനെയാണ്? A റൈസ് ടു n - r B റൈസ് ടു r 1 divided by 2x√x the whole raised to r എന്ന് പറയുന്ന ഫോർമുലയായി മാറും. NCR A raised to n - r B raised to r. ഓക്കെ, അപ്പോൾ നോക്കിയോ ചെയ്യുന്ന രീതി, വിച്ച് ഇസ് ഈക്വൽ ടു 13 NCR 3⁻13n - r ഇൻറ്റു √x. √x എന്ന് പറയുമ്പോൾ x raised to 1/2 the whole raised to 13n - r divided by 7⁻13n - r into 5 r into 2 - r into x raised to -r into x raised to -r/2. ഇതാണ് ഫോം അല്ലേ? ശരിയല്ലേ? √x മീൻസ് ഇവിടെ x എന്ന് പറയുമ്പോൾ x raised to r മുകളിൽ വരുമ്പോൾ x raised to -r, 2 raised to r മുകളിൽ വരുമ്പോൾ 2 raised to -r. √x മീൻസ് x raised to 1/2 the whole raised to r മുകളിൽ വരുമ്പോൾ x raised to -r/2, which is equal to 13 NCR 3⁻13n - r divided by 7⁻13n - r into ഇത് അതുപോലെ എഴുതി 13 NCR എഴുതി, 3⁻13n - r എഴുതി, 7⁻13n - r എഴുതി, ഇൻറ്റു ഇതെന്ത് വരും? x raised to a raised to m the whole raised to n, a raised to m, ഇത് x raised to 1/2 ഇൻറ്റു എന്ത് വരും? 13n - r divided by 2 ഇൻറ്റു ആര് വരും? 5 raised to r കോൺസ്റ്റൻറ്റ്, അത് പിന്നെ വേണമെങ്കിൽ എഴുതാം. x raised to -r ഇൻറ്റു x raised to -r/2 ഇൻറ്റു 5 raised to r 2 raised to -r. എക്സിൻ്റെ പവറിലാണ് ഒന്നിച്ചങ്ങ് എഴുതാം. എക്സിൻ്റെ പവറിലാണ് കൂട്ടി എഴുതുന്ന സമയത്ത് ആര് വരും? വിച്ച് ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ആ കോൺസ്റ്റൻറ്റിലാണ് ഒന്നിച്ചങ്ങ് എഴുതാം. 13 NCR 3⁻13n - r ഡിവൈഡഡ് ബൈ 7⁻13n - r ഇൻറ്റു 5 raised to r ഇൻറ്റു 2 raised to -r ഇൻറ്റു x raised to എന്ത് വരും? 13n - r. ഇവിടെ അതുമായിട്ട് കൂട്ടുമ്പോൾ -2r എന്നായി മാറും. -2r - r ഡിവൈഡഡ് ബൈ ആര് വരും? 2. അപ്പോൾ ഇത് കൂട്ടുമ്പോൾ എത്ര വരും? 13n - r. ഇതിന് LCM കൊണ്ട് എടുത്തിട്ടാണ് കൂട്ടിയ. -r ഇവിടെ വരുമ്പോൾ -2r പിന്നെ -r ഹോൾ ബൈ 2. അപ്പം 13 എത്ര വരും? 2 1 3 4. 13n to get term
ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് എന്തോരം 13n മൈനസ് 4r ഡിവൈഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ 13n മൈനസ് 4r ഈസ് ഈക്വൽ ടു 0. നമ്മളോട് ചോദിച്ചേക്കുന്നത് n മസ്റ്റ് ബി എ മൾട്ടിപ്പിൾ ഓഫ് ആരാണ് എന്നാണ് ചോദിക്കുക. അപ്പം 13n ഈസ് ഈക്വൽ ടു എത്ര കിട്ടും 4r അല്ലെങ്കിൽ r ഈസ് ഈക്വൽ ടു എന്താ വിളിക്കുക r ഈസ് ഈക്വൽ 13n ഡിവൈഡഡ് ബൈ 4 എന്ന്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം n ഷുഡ് ബി എ മൾട്ടിപ്പിൾ ഓഫ് ആരാണ് എന്നാണ് ചോദ്യം. ഇപ്പോൾ ഇവിടം വരെ നമ്മൾ എഴുതി r ഈസ് ഈക്വൽ ടു 13n മൾട്ടിപ്പിൾ ഓഫ് 10 അവർ പറഞ്ഞ 10 ഉണ്ട് 5 ഉണ്ട് 6 ഉണ്ട് 4 ഉണ്ട്. ഓക്കെ, r ഈസ് ഈക്വൽ 13n ബൈ 4. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം n എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം 4ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. കാരണം r എന്ന് വെച്ചാൽ ഇത്രാമത്തെ ടേം എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരിക്കലും ഫ്രാക്ഷൻ വരത്തില്ല. 2.5 ടേമോ 3.5 ടേമോ അങ്ങനെ പറയാറുണ്ടോ? ഇല്ല. ഇവിടെ n എന്ന് പറഞ്ഞാൽ 4ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കാം. 4 ആയിരിക്കാം, 8 ആയിരിക്കാം, 16 ആയിരിക്കാം. കാരണം അങ്ങനെ വരുന്ന സമയത്തെല്ലാം താഴത്തെ 4ഉമായിട്ട് കട്ട് ചെയ്ത് കളയാൻ സാധിക്കും. ആ സമയത്ത് 6 കിട്ടുന്ന എപ്പോഴും എന്താണ് ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കും, പോസിറ്റീവ് ഇൻറ്റീജർ ആയിരിക്കാം, അല്ലെങ്കിൽ നാച്ചുറൽ നമ്പർ ആയിരിക്കും. അപ്പോൾ n എന്ന് പറഞ്ഞാൽ ഈസ് ഓൾവേസ് എ മൾട്ടിപ്പിൾ ഓഫ് 4 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ സോ നമ്മുടെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4 എന്ന് വരും. നമ്മുടെ ഓപ്ഷൻ നാലാമത്തെ ഓപ്ഷൻ 4, നാലാമത്തെ ഓപ്ഷനാണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള ആൻസർ. അപ്പോൾ ചെയ്ത രീതി ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയാം. അപ്പോൾ 3 root x by 7 minus 5 divided by 2x into root x the whole raised to 13n ആണ്. ജനറൽ ടൈം എഴുതാൻ ജനറൽ ടൈം ടി ആർ പ്ലസ് 1 ഈസിക്കൽ വേണമെങ്കിൽ ഒരു സ്റ്റെപ്പ് ഇവിടെ എഴുതാൻ വിട്ടുപോയിട്ടുണ്ട്. ടി ആർ പ്ലസ് 1 ഈസിക്കൽ -1 റൈസ് ടു ആർ കൊടുത്തിട്ടില്ല. -1 റൈസ് ടു ആർ കാര്യമില്ല. -1 റൈസ് ടു ആർ -1 റൈസ് ടു ആർ -1 റൈസ് ടു ആർ ഇൻറ്റു എന്ത് വരും എൻ സി ആർ a raised to n minus r b raised to r which is equal to -1 raised to r 13n cr 3 raised to 13n minus r അതുപോലെ എഴുതി. റൂട്ട് എക്സ് മീൻസ് എക്സ് റൈസ് ടു 1/2 ദി ഹോൾ റൈസ് ടു 13n minus r. താഴെ 7 റൈസ് ടു 13n minus r എഴുതി. ഇവിടെ വരുമ്പോൾ 5 റൈസ് ടു r അതുപോലെ എഴുതി. 2 റൈസ് ടു r ആണ് താഴെ വരുന്നത്, അയാൾ മുകളിൽ വരുമ്പോൾ 2 റൈസ് ടു മൈനസ് r. എക്സ് റൈസ് ടു r താഴെ വരും, അയാൾ മുകളിൽ ചെല്ലുമ്പോൾ എക്സ് റൈസ് ടു മൈനസ് r. റൂട്ട് എക്സ് റൈസ് ടു r ആണ് അയാൾ ചെല്ലുന്ന സമയത്ത് r റൈസ് ടു -2. അപ്പോൾ എന്തുവരും 13n cr 3 റൈസ് ടു 13n minus r 7 റൈസ് ടു 13n minus r ഇൻറ്റു എക്സ് റൈസ് ടു 13n minus r by 2 എക്സ് റൈസ് ടു മൈനസ് r എക്സ് റൈസ് ടു -r by 2 5 റൈസ് ടു r 2 റൈസ് ടു -r. ഇവിടെ എന്തുവരും ദാറ്റ് ഈസ് -1 റൈസ് ടു r അതുപോലെ 13n cr 3 റൈസ് ടു 13n minus r 7 റൈസ് ടു 13n minus r 5 റൈസ് ടു r 2 റൈസ് ടു -r. എക്സിൻ്റെ പവറുകളെ കൂട്ടി എഴുതിയ എക്സിൻ്റെ പവർ കൂട്ടുമ്പോൾ 13n minus r -2r -r. ഇവിടെ എൽസിയം കൊണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു സ്റ്റെപ്പോടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കൂട്ടുമ്പം 13n minus 4r by 2 എന്ന് വരും. ടേം ഇൻഡിപെൻഡൻ്റ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എക്സിൻ്റെ പവർ എന്ത് ചെയ്താൽ മതി 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. എക്സിൻ്റെ പവർ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പം n ഷുഡ് ബി എ മൾട്ടിപ്പിൾ ഓഫ് ആരാണ് എന്നാണ് ചോദിച്ചത്. n ഷുഡ് ബി എ മൾട്ടിപ്പിൾ ഓഫ്, അപ്പോൾ എന്നിൽ ആയിരിക്കണം. അപ്പോൾ r ഈസ് ഇക്വൽ ടു 13n by 4 എന്നായി മാറും. n ഷുഡ് ബി എ മൾട്ടിപ്പിൾ ഓഫ് 4 ആയിരിക്കണം. കാരണം 4 ആയാൽ മാത്രമേ താഴത്തെ 4ഉമായിട്ട് കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോഴും മാത്രമേ r എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു നാച്ചുറൽ നമ്പറായി മാറത്തുള്ളൂ. r എന്ന് പറഞ്ഞാൽ ടേമാണ്, ടി ആർ. അതിൽ r എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ് ടേമാണ്. അപ്പോൾ r ഷുഡ് ബി എ മൾട്ടിപ്പിൾ, എപ്പോഴും ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കും. അപ്പം n എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ ഓഫ് 4 ആയാൽ മാത്രമേ താഴത്തെ 4ഉമായിട്ട് എപ്പോഴും ക്യാൻസൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മാത്രമേ എന്ത് കിട്ടത്തുള്ളൂ, r എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ സംഖ്യയായി മാറത്തുള്ളൂ. സോ n ഷുഡ് ബി എ മൾട്ടിപ്പിൾ ഓഫ് എന്താണ് 4 എന്ന് പറയുന്നതാണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 1 + x + x² ദി കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് റൈസ് ടു 6 ഇൻ ദി എക്സ്പാൻഷൻ ഓഫ് 1 + x + x² ദി ഹോൾ ക്യൂബാണ്. 1 + x + x² ദി ഹോൾ ക്യൂബ് എന്ന് പറയുന്നു. അപ്പോൾ അതിനകത്തിലെ എക്സ്പാൻഷനാണ് നമ്മൾ കണ്ടുപിടിക്കപ്പെടേണ്ടത്. ഓക്കെ, അപ്പോൾ എങ്ങനെ ചെയ്യാമത്? ക്വസ്റ്റ്യൻ ഞാനൊന്ന് എഴുതി കാണിക്കാം, ശ്രദ്ധിച്ചോ. ക്വസ്റ്റ്യൻ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ദി കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് റൈസ് ടു 6. The coefficient of x raised to 6 in the expansion. The coefficient of x raised to 6 in the expansion of
1 plus x plus x square 1 plus x plus x square the whole raised to 6 is എത്രയാണ് എന്നാണ് ചോദ്യം. coefficient of x raised to the coefficient of x raised to 6 in the expansion of 1 plus x square the whole raised to 3 ആണ്. 6 അല്ല, സോറി 3 ആണ്. 1 plus x square the whole raised to 3 is എത്ര വരും എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ ആ ടേം അങ്ങ് എടുത്തെഴുതുകയാണ് കേട്ടോ. 1 plus x square, ഈ 1 plus x square എന്ന് പറയുന്ന ടേമിനെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാം. എങ്ങനെ അറേഞ്ച് ചെയ്യുന്നറിയാമോ? ഇവിടെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലും താഴെയും ഒരു 1 മൈനസ് എക്സ് കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ. അപ്പോൾ അതൊരു 1 plus x സ്ക്വയർ ഇൻറ്റു മുകളിലൊരു 1 മൈനസ് എക്സ്, താഴെ ഒരു 1 മൈനസ് എക്സ് കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്യും. മുകളിൽ എന്തായി മാറും? 1 മൈനസ് എക്സ് ക്യൂബ് ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ്. കാരണം ഇതെന്താണ്? എ ക്യൂബ് മൈനസ് ബി ക്യൂബിൻ്റെ ഫോർമുല. എന്താണ് എ ക്യൂബ് മൈനസ് ബി ക്യൂബ്? എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്ന് വെച്ചാൽ എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ ആണ്. അതാണ് എഴുതിയിരിക്കുന്നത്. എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ അതിനെ എ ക്യൂബ് മൈനസ് ബി ക്യൂബ് അല്ലെങ്കിൽ 1 മൈനസ് എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് എഴുതാം. സോ എന്ത് വിളിക്കാം? നമുക്ക് ആരുടെ വേണം? 1 plus x സ്ക്വയർ ദി ഹോൾ റൈസ് ടു 3 എന്ന് പറയുമ്പോൾ ഇതെന്തായി മാറി? 1 മൈനസ് എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ ആര് വരും? ദി ഹോൾ റൈസ് ടു എന്ത് വിളിക്കാം? അതിൻ്റെ ക്യൂബ് എന്നായി മാറും. കൃത്യമായി പറഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യാം? ഇതിനെ എന്ത് ചെയ്യാം? ഒരു 1 മൈനസ് എക്സ് ദി ഹോൾ റൈസ് ടു 3 ഇൻറ്റു 1 മൈനസ് എക്സ് ദി ഹോൾ റൈസ് ടു എന്ന് വിളിക്കാം -3 എന്ന് എഴുതാം. ഓക്കെ, 1 മൈനസ് എക്സ് ക്യൂബ് ദി ഹോൾ റൈസ് ടു 3, 1 മൈനസ് എക്സ് ക്യൂബ് ദി ഹോൾ റൈസ് ടു 3 ഇൻറ്റു 1 മൈനസ് എക്സ് ദി ഹോൾ റൈസ് ടു -3 എന്ന് കിട്ടും. അത് നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ആര് വരും? വിച്ച് ഈസ് ഈക്വൽ ടു 1 മൈനസ് എക്സ് 1 പ്ലസ് എക്സ് സ്ക്വയർ ആണ്. 1 പ്ലസ് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയറിനെ ഒരു 1 മൈനസ് എക്സ് കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് 1 എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ആര് വരും? 1 പ്ലസ് 1 മൈനസ് എക്സ് 1 മൈനസ് എക്സ് മൈനസ് എക്സ് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് ക്യൂബ്. 1 മൈനസ് എക്സ് പ്ലസ് എക്സ് മൈനസ് എക്സ് സ്ക്വയർ അല്ലേ? മൈനസ് എക്സ് സ്ക്വയർ എക്സ് സ്ക്വയർ എക്സ് 1 മൈനസ് എക്സ് ക്യൂബ് കിട്ടും ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ്. അപ്പോൾ എക്സ് റൈസ് ടു 6ൻ്റെ കോഷ്യൻ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിനെ 1 മൈനസ് എക്സ് ക്യൂബ് ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ് എഴുതാം. 1 പ്ലസ് എക്സ് സ്ക്വയർ ദി ഹോൾ ക്യൂബ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ക്യൂബായി മാറി. ഇതിൻ്റെ ക്യൂബ് എന്ന് വെച്ചാൽ 1 പ്ലസ് എക്സ് ദി ഹോൾ ക്യൂബ് ഇൻറ്റു 1 മൈനസ് എക്സ് ദി ഹോൾ റൈസ് ടു -3. ഓക്കെ, കറക്റ്റാണ്. സോ എന്താ വിളിക്കാം? ബാക്കി നോക്കിയോ. സോ 1 പ്ലസ് എക്സ് സ്ക്വയർ ദി ഹോൾ റൈസ് ടു 3 ഈസ് ഈക്വൽ ടു എന്ത് വിളിക്കാം? ഇതിനെ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് എന്ത് വരും? 1 മൈനസ് 3x പ്ലസ് 3x സ്ക്വയർ മൈനസ് എക്സ് ക്യൂബ് ഇൻറ്റു 1 പ്ലസ് 3x ക്യൂബ് പ്ലസ് 6x റൈസ് ടു 6 പ്ലസ് എക്സെട്ര. കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് റൈസ് ടു 6 പോകണം. കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് റൈസ് ടു 6 എന്ന് പറയുമ്പോൾ ആര് തന്നെ വരും? കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് റൈസ് ടു 6, കോയിഫിഷ്യൻ്റ് എക്സ് റൈസ് ടു 6 ഈസ് ഈക്വൽ ടു ആര് വരും? 6 മൈനസ് 3 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 3. കാരണം 6ൻ്റെ ഒരു ടൈം വരും. പിന്നെ -3 ഇൻറ്റു 1 എത്രയായി മാറി? -3 ആയി മാറി. അപ്പോൾ കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് റൈസ് ടു 6 കണ്ടുപിടിക്കാൻ 6 മൈനസ് 3 ആയി മാറി. സിമ്പിളായിട്ടൊരു ക്വസ്റ്റനാണ്. 6 മൈനസ് 3 വിച്ച് ഈസ് ഈക്വൽ ടു എത്ര വരും? 3 എന്ന് വരും. അപ്പോൾ ഇതാണ് അത് ചെയ്യുന്ന രീതി. ഓക്കെ, അപ്പോൾ ചെയ്ത രീതി മനസ്സിലായോ? അപ്പോൾ നമ്മളൊരു 1 മൈനസ് എക്സ് കൊണ്ട് മുകളിൽ താഴെ മൾട്ടിപ്ലൈ ചെയ്തു, അറേഞ്ച് ചെയ്തു എന്ന് മാത്രം. ഓക്കെ, ചെയ്ത രീതി മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ എക്സ്പാൻഷനകത്തിലെ എക്സ് റൈസ് ടു 6ൻ്റെ കോയിഫിഷ്യൻ്റ് കണ്ടുപിടിച്ച രീതി. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റിലേക്ക് കടക്കണം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ 15C0 ഇൻറ്റു 5C3 പ്ലസ് 15C1 ഇൻറ്റു 5C4 പ്ലസ് 15C2 ഇൻറ്റു 5C3 പ്ലസ് 15C3 ഇൻറ്റു 5C2 പ്ലസ് 15C4 ഇൻറ്റു 5C1 ഈസ് ഈക്വൽ ടു എത്ര വരും എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത സം ഓഫ് ദി കോയിഫിഷ്യൻസ് ഇൻ ദി എക്സ്പാൻഷൻ ഓഫ് ax സ്ക്വയർ മൈനസ് 6ax പ്ലസ് 11 ദി ഹോൾ റൈസ് ടു n വേർ a is a constant is 1024. then the value of a is എത്രയാണ് എന്നാണ് ചോദ്യം. സം ഓഫ് കോയിഫിഷ്യൻസ് ഇൻ ദി എക്സ്പാൻഷൻ ഓഫ്
ax² മൈനസ് 6ax പ്ലസ് 11 ദി ഹോൾ റൈസ് ടു n where a is a constant is 1024 എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പം നമ്മളിവിടെ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയും, നമ്മൾ എന്ത് ചെയ്യും, എക്സിന് പുട്ട് എക്സ് ഈസ് ഈക്വൽ നമ്മൾ കൊടുക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ പുട്ട് എക്സ് ഈസ് ഈക്വൽ എന്തോടും പുട്ട് എക്സ് ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന വില കൊടുക്കുന്നു. പുട്ട് എക്സ് ഈസ് ഈക്വൽ 1 കൊടുത്ത് എക്സ് ഈസ് ഈക്വൽ 1 കൊടുക്കുന്ന സമയത്ത് പുട്ട് എക്സ് ഈസ് ഈക്വൽ 1 കൊടുക്കുന്ന സമയത്ത് എന്തായി മാറും, a² മൈനസ് 6a പ്ലസ് 11 ദി ഹോൾ റൈസ് ടു 10 അല്ലേ. അപ്പോൾ കോയിഫിഷ്യൻറ്റുകളുടെ സമ്മായി മാറി. പുട്ട് എക്സ് ഈസ് ഈക്വൽ 1 കൊടുക്കുന്ന സമയത്ത് എന്തായി മാറി, 1024 കിട്ടും. ഓക്കെ, അപ്പോൾ സം ഓഫ് ദി കോയിഫിഷ്യൻസ് ആയി മാറിയല്ലോ. എക്സ് ഉണ്ട്, മൈനസ് 6a ഉണ്ട്, 11 ഉണ്ട്, ദാറ്റ് ഈസ് സം ഈസ് ഈക്വൽ എത്രയായി മാറി, 24. നമുക്ക് വേണ്ടത് എയുടെ വില കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എയുടെ വില കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ഓപ്ഷനകത്തിൽ ഏതെങ്കിലും വില എയ്ക്ക് പുട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ടേക്ക് എ ഈസ് ഈക്വൽ ഞാനിവിടെ ചെയ്യുന്നു, ടേക്ക് എ ഈസ് ഈക്വൽ ടു എന്ത് വിളിക്കാം, എ ഈസ് ഈക്വൽ ടു 3. അപ്പോൾ എന്ത് വിളിക്കാം, 9 മൈനസ് 6 ഇൻറ്റു 3 പ്ലസ് 11 ദി ഹോൾ റൈസ് ടു 10. അപ്പോൾ ഒന്ന് കണ്ടുപിടിച്ച് നോക്കുമ്പോൾ എന്ത് വരും, 9 മൈനസ് എന്ത് വിളിക്കാം, 6 മൈനസ് 3 അല്ലേ, ഇതെത്ര വരും, 2 റൈസ് ടു 10 എന്നായി മാറും അല്ലേ. 2 റൈസ് ടു 10 ഈസിക്വൽ എത്ര കിട്ടും, 1024 എന്ന് കിട്ടും. സോ എ ഈസിക്വൽ എത്ര കിട്ടും, 3. അപ്പോൾ ഇതാണ് ചെയ്യുന്ന രീതി. അപ്പോൾ ഞാൻ എന്നൂടെ പറയാം, ക്വസ്റ്റ്യൻ അത് പറയുന്നത് സം ഓഫ് കോയിഫിഷ്യൻസ് ഇൻ ദി എക്സ്പാൻഷൻ ഓഫ് ax² മൈനസ് 6ax പ്ലസ് 11 ദി ഹോൾ റൈസ് ടു 10. അപ്പോൾ ഇതിനകത്തിലെ കോയിഫിഷ്യൻറ്റുകളുടെ സം എത്രയായി മാറുന്നതാണ് പറഞ്ഞേക്കുന്നത്, 1024 മാറുന്നു. അപ്പോൾ ആ സം ഓഫ് ദി കോയിഫിഷ്യൻസ് കിട്ടാൻ വേണ്ടി എക്സിന് 1 എന്ന് പുട്ട് ചെയ്യുക. അപ്പോൾ a² മൈനസ് 6a പ്ലസ് 11 ദി ഹോൾ റൈസ് ടു 10 ഈസ് ഈക്വൽ ടു 1024. നമുക്ക് എന്ത് വേണം, എയുടെ വാല്യൂ കണ്ടുപിടിക്കണം. എയുടെ വില കണ്ടുപിടിക്കാൻ വേണ്ടി തന്നിരിക്കുന്ന ഓപ്ഷനകത്തിൽ ഏതെങ്കിലും വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഞാൻ ആദ്യം ലീസ്റ്റ് വില 3 കൊടുത്തു നോക്കാം, പിന്നെ അതിന് ശേഷം അതില്ലെങ്കിൽ 5 കൊടുത്തു നോക്കാം, അതുമില്ലെങ്കിൽ 7 കൊടുത്തു നോക്കാം. അപ്പോൾ ഞാനിവിടെ എയ്ക്ക് എന്ത് കൊടുത്തു, 3 എന്ന് പറയുന്ന വില കൊടുത്തു. അപ്പോൾ 2 റൈസ് ടു 10 ഈസിക്കൽ 1024 എന്ന് കിട്ടി, കറക്റ്റായി മാറി. സോ എ ഈസിക്കൽ എത്രയായി മാറും, 3 എന്ന് പറയുന്നതാണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. ഇഫ് 56pr plus 6 is to 54pr plus 3 is equal to 30800 is to 1, then the value of r is എത്ര വരും എന്നാണ് ചോദ്യം. then the value of r is എത്രയാണ് ചോദ്യം. ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് 40 ആണ്, രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 51, മൂന്നാമത്തെ ഓപ്ഷൻ 101, ലാസ്റ്റ് ഓപ്ഷൻ നൺ ഓഫ് ദീസ്. അപ്പോൾ 56pr plus 6 is to 54pr plus 3 is equal to 30800 is to 1 എന്നാണ്. then the value of r is equal to എത്ര വരും എന്നാണ് ചോദ്യം. അപ്പോൾ എങ്ങനെ ചെയ്യാം, നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്യാം. ഫോർമുല അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആറിൻ്റെ വില കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ 40, 41, 51, നൺ ഓഫ് ദീസ് അതാണ് ഓപ്ഷൻ. അപ്പോൾ ഇതെന്ത് ചെയ്യാം, ദാറ്റ് ഈസ് ചെയ്യുന്ന സമയത്ത് ആര് വരും, 56pr plus 6 divided by 54pr plus 3 is equal to 30800 divided by 1. ഓപ്ഷൻസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തൊരു n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ. n മൈനസ് ആർ ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ 50 മൈനസ് ആർ ഫാക്ടോറിയൽ ഇൻറ്റു 50 മൈനസ് ആർ ഫാക്ടോറിയൽ ഈസ് ഈക്വൽ. ഇത് വേണമെങ്കിൽ ഡിവൈഡഡ് ബൈ ഇതെന്തോരും 54 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 54 മൈനസ് ആർ പ്ലസ് 3 എന്ന് പറയുമ്പോൾ 51 മൈനസ് ആർ ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു 30800 എന്നായി മാറും. ചെയ്തപടി കിട്ടിയോ, നമ്മൾ എൻ പി ആറിൻ്റെ ഫോർമുല അപ്ലൈ ചെയ്യുന്നേ ഉള്ളൂ. n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ 56 മൈനസ് ആർ പ്ലസ് 6 എന്ന് പറഞ്ഞാൽ 50 മൈനസ് ആർ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 54pr പ്ലസ് 3 എന്ന് പറഞ്ഞാൽ 54 ഫാക്ടോറിയൽ മൈനസ് ആര് വരും, 51 മൈനസ് ആർ ഫാക്ടോറിയൽ. ദാറ്റ് ഈസ് എന്ന് വിളിക്കാം 50 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 50 മൈനസ് ആർ ഫാക്ടോറിയൽ ഇൻറ്റു ആര് വരും, 51 മൈനസ് ആർ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 54 ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു 30800. ഇതിനെക്കാട്ടിൽ ഒന്ന് കൂടുതലാണിത്. അപ്പോൾ 51 മൈനസ് ആറായി മാറും. അത്രയും ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എന്ത് വിളിക്കാം,
54 ഫാക്ടോറിയൽ എന്ന് പറയുന്ന സമയത്ത് 54 വെട്ടിക്കളയുമ്പോൾ ആര് വരും? 51 ഇൻറ്റു 52 ഇൻറ്റു 53 ഇൻറ്റു 54 ഈസ് ഈക്വൽ ടു 30800. ഓക്കെ, ചെയ്ത രീതി പിടി കിട്ടിയോ? അപ്പോൾ ഇത്രയും എഴുതി വന്ന മനസ്സിലായോ? അപ്പോൾ 56 50 മൈനസ് ആർ ഫാക്ടോറിയൽ 44p എന്ന് പറയുന്ന സമയത്ത് r is equal to 51 minus is equal to 30800 എന്ന് വരും അല്ലേ? 56p r plus 1 56p r plus 6 is to 54p r plus 3 is equal to 3001. Then the value of r is equal to എത്ര വരും എന്നാണ് ചോദ്യം. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിനകത്തെ ലെവല് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കേണ്ടി വരും. തന്നിരിക്കുന്ന ഓപ്ഷനിനകത്തെ ലെവല് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത സമയത്ത് r is equal to by checking the option. അപ്പോൾ താഴെ എഴുതിയാൽ മതി by checking the option r is equal to 41 ആകുമ്പോൾ 10 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഇത് ചെയ്യുന്ന സമയത്ത് 30,800 കിട്ടും. ഓക്കെ, വേറൊരു രീതിയിൽ 56p6 50 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 50 മൈനസ് ആർ ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 50 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ ആർ പ്ലസ് 3 ആണ്. 308,001 ഈസ് ടു 1 എന്നാണ് അല്ലേ? ഈസ് ടു 1 ആണ്. ഓക്കെ, ഉത്തരം കറക്റ്റാണ്. ദെൻ r is equal to 41. r is equal to 41 ആകുന്ന സമയത്ത് നമ്മുടെ ഉത്തരം കറക്റ്റായി മാറും. ബൈ ചെക്കിങ് ദി ഓപ്ഷൻ r is equal to 41. അതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യൻ നോക്കിയോ. ക്വസ്റ്റ്യൻ ഇതാണ്. ഫ്രം 12 books, comma, the difference between from 12 books, the difference between number of ways a selection of 5 books when one specified book is always excluded and one specified book is always included. One specified book is always excluded and one specified book is always included is അതിൻ്റെ ഓപ്ഷൻസ് എഴുതണം. അതിൻ്റെ ഓപ്ഷൻസ് വരുന്നത് 132. സെക്കൻഡ് ഓപ്ഷൻ വരുന്നത് 64. തേർഡ് ഓപ്ഷൻ പറയുന്നത് 118. ലാസ്റ്റ് ഓപ്ഷൻ 330. From 12 books, the difference between number of ways of selection of 5 books when specified book is included and one specified book is excluded is എത്ര വരും എന്നാണ് ചോദ്യം. One specified book is excluded, difference between number of selection of 5 books, one specified book is always excluded and one specified book is always included. അപ്പോൾ ഒരു ബുക്ക് എല്ലായ്പ്പോഴും എക്സ്ക്ലൂഡ് ചെയ്യണമെന്ന് പറയാം. അപ്പോൾ 11 ബുക്ക് കൊണ്ട് 1 ബുക്ക് ഈസ് ഓൾവേസ് എക്സ്ക്ലൂഡ് എന്ന് വെച്ചാൽ അയാളെ അങ്ങ് ഒഴിവാക്കി അല്ലേ? വൺ സ്പെസിഫൈഡ് ബുക്ക് ഈസ് ഓൾവേസ് എക്സ്ക്ലൂഡഡ് ആൻഡ് വൺ സ്പെസിഫൈഡ് ബുക്ക് ഈസ് ഓൾവേസ് 11C4 മൈനസ് ബാക്കി എന്ത് വരും? 11C5 അല്ലേ? 11C4 മൈനസ് 11C5 കണ്ടുപിടിച്ചാൽ മതിയാകും. ഇറ്റ് ഈസ് ഈക്വൽ ടു 132 എന്ന് വരും. ഏറ്റവും എളുപ്പം ഇങ്ങനെയാണ്. വൺ സ്പെസിഫൈഡ് ബുക്ക് ഈസ് എക്സ്ക്ലൂഡഡ് എന്ന് പറഞ്ഞു. 12 എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 11 മാറി. 11 നിന്ന് 5 എടുക്കുക. ആൻഡ് വൺ സ്പെസിഫൈഡ് ബുക്ക് ഈസ് ഓൾവേസ് ഇൻക്ലൂഡഡ് എന്ന് പറയുന്നു. 12 നിന്ന് ആ ഇൻക്ലൂഡ് ചെയ്യേണ്ട ബുക്ക് ഒഴിവാക്കി, എക്സ്ക്ലൂഡ് ചെയ്യേണ്ട ബുക്ക് ഒഴിവാക്കി, ബാക്കി 11C4 വിച്ച് ഈസ് ഈക്വൽ ടു 132 എന്ന് വരും. ദി ആൻസർ ഈസ് 11C5 മൈനസ് 11C4. മനസ്സിലായോ പറഞ്ഞേ?
12 ബുക്കുണ്ട്, 12 ബുക്കിൽ നിന്ന് ഒരു സ്പെസിഫൈഡ് ബുക്ക് അങ്ങ് ഒഴിവാക്കണം. അപ്പോൾ അയാളെ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി 11 ബുക്ക്, 5 എടുക്കണം, എടുത്തു 11C5. ഇനി 1 സ്പെസിഫൈഡ് ബുക്ക് ഈസ് ഇൻക്ലൂഡഡ് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരാളെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്യേണ്ട ബുക്ക് എടുത്ത് അങ്ങ് മാറ്റി. ഓക്കെ, ബാക്കി എത്ര ബുക്കാണ്? 11 ബുക്ക്. ഇനി എത്രണ്ണം എടുത്താൽ മതി? 4 എണ്ണം. ദാറ്റ് ഈസ് 11C5 മൈനസ് 11C4. ദി ആൻസർ ഈസ് 132 എന്ന് വരും. ഇതാണ് അതിലെ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഇതാണ് അതിലെ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അപ്പം ചെയ്ത രീതി മനസ്സിലായ